സ്വർഗത്തിലെ ദൈവം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പദ്ധതി എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? എന്തായിരുന്നു? എന്താ പ്ലാന്റേഷൻ. ഗോഡ്സ് ന്യൂ പ്ലാന്റേഷൻ. ദൈവത്തിൻ്റെ പുതിയ പ്ലാന്റേഷനാണ്, പഴയതല്ല, പുതിയതാണ്. അപ്പം പഴയതിന് എന്തു പറ്റി എന്നൊരു ചോദ്യം ഉണ്ടാകും. നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാം. പുതിയതിൽ എങ്ങനെയാണ് വളരേണ്ടതെന്ന് ചോദ്യം ഉണ്ടാകാം. അത് മനസ്സിലാക്കാം. അത് തന്നെ മനസ്സിലാക്കുക എന്നാൽ ദൈവത്തിൻ്റെ കൃഷിയാണ്. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം വായിച്ച്. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം. അപ്പോ ദൈവത്തിന്റെ കൃഷിയാണ്, അപ്പോൾ തന്നെ ദൈവത്തിന്റെ ഗൃഹനിർമ്മാണവുമാണ്. കാരണം രണ്ട് ഭാഗവും രണ്ട് രീതിയിലാണ് കാര്യം നടന്നത്. ദൈവം ഒരു കൃഷി എന്ന് പറയുന്നത് ഇതിന് ഫലം ഉണ്ടാകും. ഗൃഹനിർമ്മാണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളാണ് ദൈവത്തിന്റെ ഗൃഹം, നമ്മളാണ് ദൈവത്തിന്റെ ആലയം. അതൊക്കെ തല്ലി പൊളിഞ്ഞ് തകർന്നുപോയി. ആദ്യത്തെ പ്ലാന്റേഷനിലൊക്കെ തകർന്നുപോയി. അപ്പോൾ അടുത്ത പ്ലാന്റേഷനിലേക്ക് ദൈവം പുതിയ ക്രിസ്തുവിലൂടെയുള്ള പുതിയ സൃഷ്ടിപ്പിലൂടെ പുതിയ പ്ലാന്റേഷനിലേക്ക് നമ്മളെ കൊണ്ടുവരികയായി. പക്ഷെ ഇതൊന്നും നമുക്ക് അറിയത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുമ്പോൾ മാത്രമേ നമുക്കത് അറിയൂ. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് ഒന്ന് മുട്ടുകുത്തുക, എഴുന്നേൽക്കുക, കിണി 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 എന്ന് മണിയടിക്കുക, അതിനുശേഷം അച്ഛൻ പ്രാർത്ഥിച്ചു, കന്യാസ്ത്രീയമ്മ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ പാസ്റ്റർ പ്രാർത്ഥിച്ചു, അത് കഴിഞ്ഞ് കമ്മിറ്റി മീറ്റിംഗ് കഴിഞ്ഞ് ആശീർവാദം കഴിഞ്ഞ് വീട്ടിൽ പോവുക. നമുക്കിതൊക്കെ അറിയാതെ. കാരണം നമ്മൾ വന്നത് എവിടെ നിന്നാണെന്നറിയാമോ? 33 കോടി ദൈവങ്ങളെ സേവിക്കുന്ന പശ്ചാത്തലത്തിൽ നിന്നാണ് നമ്മൾ വന്നത്. അപ്പം നമ്മുടെ ചിന്ത ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ യേശുക്രിസ്തു ഇങ്ങനെയൊന്നും പറഞ്ഞതായിട്ട് ബൈബിളിൽ കാണത്തില്ല. പകരം യേശുക്രിസ്തു പറഞ്ഞൊരൊറ്റ കാര്യം, പ്രധാനപ്പെട്ട കാര്യം, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക. നമ്മൾ തയ്യാറുമല്ല. നമ്മുടെ സെമിനാരികളിൽ സംഭവം ആ സിലബസില്ലത്. അപ്പോൾ വിശുദ്ധ ബൈബിളാണ് ഇവിടുത്തെ നമ്മുടെ ദീപം, നമുക്ക് വെളിച്ചം തരികയാണ്. തുടക്കത്തിൽ അങ്ങനെയാണ് വിശുദ്ധ ബൈബിളിൽ നിന്ന് തുടക്കം കിട്ടുക. എപ്പോഴും ശ്രദ്ധിച്ചോളം, ദേവദാസന്മാരുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. തുടക്കത്തിൽ നമുക്ക് വിശുദ്ധ ബൈബിളിലെ അക്ഷരങ്ങളായിരിക്കും നമ്മളെ കൊണ്ടുപോകുന്നത്. പക്ഷേ അത് പ്രകാരം, ആ അക്ഷരങ്ങൾ പ്രകാരം നമ്മൾ വളർന്നാൽ ഉടനെ നമ്മളുടെ വേ ഷിഫ്റ്റ് ആവും. അക്ഷരത്തിൽ നിന്ന് ആത്മാവിലേക്ക് മാറിയാൽ അക്ഷരം രണ്ടാമതായി മാറും. അത് പുറകെ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ശ്രദ്ധയോടെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി നല്ലത്. അപ്പൊ ഇപ്പൊ ദൈവത്തിന്റെ കൃഷിയാണ്, ഗോഡ്സ് ഹസ്ബൻഡറി. അപ്പോ ഇതില് സുവിശേഷകരായ വ്യക്തികളുടെ പ്രാധാന്യം ഏതു വിധമാണ്? സുവിശേഷകരായ വ്യക്തികളുടെ പ്രാധാന്യം ഏതു വിധമാണ്? അതിന്റെ 6-ാം വാക്യം പറയുന്നു, ചിലർ നടാനുള്ളവരാണ്, ചിലർ നനയ്ക്കാനുള്ളവരാണ്. വായിച്ചേ അതിന്റെ 6-ാം വാക്യം, 1 കൊരിന്ത്യർ 3-ന്റെ 6. ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയത്. ശ്രദ്ധിക്കുക കേട്ടോ. ആ കൃഷിയുടെ രീതി വേണ്ടോ? പൗലോസ് പറയാണ്, ഞാൻ നട്ടു. ആ ഒരുവനെ സുവിശേഷം അറിയിച്ച് സ്വർഗത്തിൽ വന്ന ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ആ വ്യക്തി വീണ്ടും ജനിക്കുന്നതാണ് ആ വ്യക്തിയെ നട്ടു എന്ന് പറയുന്നത്. ഇനി വളർത്തുക എന്ന് പറയുന്നത് ഈ കേട്ട വചനം, ക്രിസ്തുവിൽ കേട്ട വചനം അവന് ഓർപ്പിച്ചുകൊണ്ട് ഓരോ നിമിഷവും ക്രിസ്തുവെ അനുഗമിപ്പാൻ തക്കവണ്ണം, ക്രിസ്തുവിന്റെ വചനങ്ങളെ അനുസരിക്കാൻ തക്കവണ്ണം ഇതിനെ വീണ്ടും പറയുകയാണ്. അപ്പോഴപ്പോൾ കിട്ടുന്ന വചനങ്ങളിലൂടെ ഇവരെ വളരുവാൻ സഹായിക്കുകയാണ്. പക്ഷെ വളരുമാറാക്കുവാൻ നട്ട പൗലോസിനോ നനച്ച അപ്പോളോസിനോ കഴിയുകയില്ല. വളരുമാറാക്കുന്ന ദൈവമാണ്. അപ്പൊ എപ്പോഴും ശ്രദ്ധിച്ചോളണം, ഇതൊരു പ്ലാന്റേഷനാണ്. പ്ലാന്റേഷനിൽ നടുന്ന പരിപാടിയുണ്ട്, നനയ്ക്കുന്ന പരിപാടിയുണ്ട്, വളരുന്ന പരിപാടിയുണ്ട്. അപ്പോൾ എല്ലാ ദൈവദാസന്മാരുടെയും അപ്പോൾ തന്നെ ദൈവത്തിൻ്റെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ നട്ടു, അപ്പോളോസ് നനച്ചു, ദൈവമത്രേ
വളരുമാറാക്കിയത്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. പഴയത് തകർന്നുപോയി, പക്ഷേ നമുക്കിത് അറിയുന്നില്ല. പഴയ തകർന്നത് നാം ഇപ്പോഴും പഴയതിനെ പിടിക്കാൻ നോക്കുകയാണ്. വലിയ മണ്ടത്തരാണ് നമുക്ക് കാണിക്കുന്നത്. പഴയതിനെ പിടിക്കാൻ നോക്കുകയാണ്. പഴയതിന് മെയിൻ്റനൻസ് മാത്രമേ ഉള്ളൂ, പിടിക്കാൻ പറ്റില്ല. എത്ര പിടിക്കാൻ ശ്രമിച്ചാലും പഴയത് പോവും. അതുകൊണ്ട് പഴയതിന് കൊടുക്കേണ്ട പ്രാധാന്യം സെക്കൻഡറിയാണ്, രണ്ടാമത്തേതാണ്. പുതിയതിനാണ് നാം പ്രൈമറി പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു കൃഷിക്കാരനെ പോലെ തന്നെ കാര്യങ്ങൾ റൈറ്റായിട്ട് അവലോകനം ചെയ്ത് കാര്യങ്ങൾ ചെയ്യുക. ഒരു നല്ല കൃഷിക്കാരനാണെന്നുണ്ടെങ്കിൽ പ്ലാന്റേഷന് മുമ്പ് ആ ലാൻഡിന്റെ pH ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യും. pH എന്ന് വെച്ചാൽ പവർ ഓഫ് ഹൈഡ്രജൻ. അത് അറൗണ്ട് 6.5 to 7.5 ആണ് നോർമൽ കേസിൽ നല്ല pH. ആ pH താന്നു പോയാൽ അസിഡിക് ആവും, ലാൻഡ് അസിഡിക് ആവും. പിന്നെ ഇതിൽ നട്ട് കഴിഞ്ഞാൽ പിടിച്ചു വളരത്തില്ല. ഇതേപോലെ ലോകത്തിന്റെ pH മാറ്റിയിട്ട് ദൈവത്തിന്റെ സ്വർഗരാജ്യത്തിന്റെ pH കൊണ്ടുവരണം. അല്ല എങ്കിൽ ചിലർ പറയാറുണ്ട്, എത്ര വചനം കേട്ടിട്ട് എനിക്കൊരു മാറ്റവും സംഭവിക്കുന്നില്ല, എത്ര വളം ഇട്ടിട്ട് ആ ചെടി വളരുന്നില്ല. കാരണം pH ശരിയല്ല. ആദ്യം pH കറക്റ്റ് ചെയ്യണം. എന്താ പറഞ്ഞേ? pH കറക്റ്റ് ചെയ്യണം. pH കറക്റ്റ് ചെയ്തില്ലെങ്കിൽ കാര്യമില്ല. അപ്പോൾ റൈറ്റ് pH എന്ന് പറയുന്നത് ഈ കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് ദൈവരാജ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് റൈറ്റ് pH ഇതാണ്. ഇനി എൻ്റെ ഇഷ്ടമല്ല, ഇത് ദൈവത്തിൻ്റെ രാജ്യമാണ്, അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം വേണം എന്നിൽ നിറവേറാൻ എന്ന മനോഭാവം ആദ്യമേ വേണം. ഈ മനോഭാവം ഉള്ളവർക്ക് മാത്രമേ വളരാൻ പറ്റുള്ളൂ. അല്ലാത്തവരാരും വളരില്ല. അവർ വിഷമിക്കും. കാരണം വിഷമിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ വളരാനുള്ള pH ഇല്ല, മനോഭാവമില്ല. അപ്പോൾ വളരുവാനുള്ള റൈറ്റ് മനോഭാവം നമ്മളിൽ വേണം. ക്രിസ്തുവിന് ഈ മനോഭാവം ഉണ്ടായിരുന്നു, ഭയങ്കര ശക്തമായിട്ടുണ്ടായിരുന്നു. അതാണ് ക്രിസ്തു പറഞ്ഞത്, ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യാൻ അത്രേ വന്നിരിക്കുന്നത്. യോഹന്നാൻ 6:38 നമുക്കിത് കാണുവാനായിട്ട് കഴിയും. വീണ്ടും യേശുക്രിസ്തു പറയുന്നു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്തോ, ആ പ്രവൃത്തി തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ആഗ്രഹിക്കുന്നു, ദൈവത്തിൻ്റെ ആഗ്രഹവും എൻ്റെ ആഗ്രഹവും നിങ്ങളുള്ളവരായി തീരണമെന്നാണ്. പക്ഷേ അത് നടക്കൂല. കുറേ പേര് ഈ ലോകത്തിൻ്റെ പിടിയിൽപ്പെട്ടു പോകും. ഞങ്ങൾക്ക് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ. കാരണം ഈ മനോഭാവം നിങ്ങൾ ഉണ്ടാകാൻ നിങ്ങളെ തന്നെ തോൽപ്പിക്കണം, എങ്കിലേ കയറുള്ളൂ. അല്ലെങ്കിൽ കയറില്ല. അല്ലെങ്കിൽ എത്ര വചനം കേട്ടെന്ന് പറഞ്ഞു, ഞാൻ ആ വചനം കേട്ടതല്ല ഈ വചനം കേട്ടാൽ എത്ര മീറ്റിംഗ് കഴിഞ്ഞതാ, പക്ഷെ ഒരു കാര്യമില്ല. ഈ മനോഭാവം നമ്മൾ വരണം. വായിച്ചാട്ടെ യോഹന്നാൻ 6:38. യോഹന്നാൻ 6:38. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. ശ്രദ്ധിച്ച്, യേശുക്രിസ്തു പറയാണ്, അതാണ് റൈറ്റ് pH. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യാൻ അത്രേ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു pH നമുക്കുണ്ടോ? ഞാൻ ചിന്തിക്കുന്നു, നോർമലി ഈ pH ഉള്ളവർ വളരെ കുറവാണ്. കാരണം നമ്മളൊരു പ്രാർത്ഥനയ്ക്ക് പോകുന്ന എന്തിനു വേണ്ടിയാ? ഒരാരാധനയ്ക്ക് പോകുന്ന എന്തിനു വേണ്ടിയാ? നമ്മുടെ ഇഷ്ടങ്ങളായ ഒരു ലിസ്റ്റ് ഉണ്ടാകും നമുക്ക്. അതാണ് നമ്മൾ പ്രാർത്ഥനയായിട്ട് വയ്ക്കണേ. നമ്മൾ പോകുന്നത് മുഴുവൻ നമ്മുടെ ഇഷ്ടങ്ങൾ സ്ഥാപിച്ചെടുക്കാനാ, അല്ലാണ്ട് ദൈവത്തിന്റെ ഇഷ്ടം സ്ഥാപിച്ചെടുക്കാനല്ല. യേശു നിൽക്കുന്നതും ജീവിക്കുന്നതും തൻ്റെ ഇഷ്ടം ചെയ്യാനല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനാണ്. ഇതാണ് റൈറ്റ് pH. അപ്പോൾ എൻ്റെ പ്രിയ മക്കളെ, നിങ്ങൾക്ക് വളരണമെന്നുണ്ടെങ്കിൽ ഈ pH വേണം, അല്ലെങ്കിൽ കാര്യം നടക്കില്ല. അപ്പോൾ ഈ pH ഉണ്ടെങ്കിൽ പേയ്മെന്റ് കൊടുക്കാൻ പറ്റുമോ? ഇപ്പം നിങ്ങളോട് ചോദിക്കുകയാണ്, ആർക്കൊക്കെ റോൾസ് റോയ്സിന്റെ കാർ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൈപ്പൊക്കും. ചിലപ്പോൾ ഈ റോൾസ് റോയ്സ് എന്നാൽ കേട്ടിട്ടുണ്ടാകത്തില്ലായിരിക്കാം, പക്ഷെ കൈപ്പൊക്കിയതുകൊണ്ട് കിട്ടുമോ? അതിൻ്റെ പേയ്മെന്റ് കൊടുക്കണ്ടേ? പേയ്മെന്റ്. ഇതേപോലെ തന്നെ ദൈവരാജ്യത്തിൽ എന്തിനും പേയ്മെന്റ് ഉണ്ട്. പേയ്മെന്റ് കൊടുക്കാതെ കിട്ടുന്ന ഒരേ ഒരു കാര്യം രക്ഷ മാത്രമേ ഉള്ളൂ. യേശു അതിന് പേയ്മെന്റ് കൊടുത്തതുകൊണ്ടാണ് സൗജന്യമായിട്ട് നമുക്ക് കിട്ടുന്നത്. യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായി തൻ്റെ അവസാനത്തുള്ള രക്തം വരെ ഒരു കൊടുത്തു. യേശു പേയ്മെന്റ് കൊടുത്തുകൊണ്ട് രക്ഷ നമുക്ക് സൗജന്യമാണ്. പക്ഷെ ദൈവരാജ്യം സൗജന്യമല്ല.
ദൈവരാജ്യത്തിലെ ഓരോ കാര്യങ്ങളിലും നമ്മൾ വില കൊടുക്കണം, എങ്കിലേ കിട്ടുള്ളൂ. ഇപ്പം മനസ്സിലായോ? ഒരുപക്ഷെ പഴയ ആളുകൾക്ക്, നേരത്തെ 10, 20, 30 വർഷമായിട്ട് വീണ്ടും ജനിച്ചവർക്ക് തങ്ങൾ വളരാത്തതിൻ്റെ കാര്യം ഒരുപക്ഷെ മനസ്സിലാവും. രക്ഷ സൗജന്യമാണ്, പക്ഷേ ദൈവരാജ്യത്തിലെ വളർച്ച നാം വില കൊടുത്ത് വാങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വില കൊടുക്കാനുള്ളൊരു മനോഭാവം ഇല്ലാത്തതുകൊണ്ടും സൗജന്യമായിട്ട് എന്ത് കിട്ടിയാലും മേടിക്കാൻ നമ്മൾ തയ്യാറായതുകൊണ്ടും ഒരുപക്ഷെ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവും, പിന്നെ അതിനുശേഷം വളർച്ച ഉണ്ടാവുകയില്ല. അപ്പോൾ വളരുമാറാക്കുന്ന ദൈവമാണ്. അപ്പോൾ ദൈവികമായി വളർച്ച പ്രാപിക്കണമെങ്കിൽ നാം ഒരു കാര്യം ചെയ്യണം, ഈ സിസ്റ്റം മനസ്സിലാക്കിയിട്ട് വളർച്ച നിങ്ങൾക്ക് വേണം. എത്ര പേർക്ക് വളർച്ച വേണം? വളർച്ച വേണ്ടവരെ വേണം. അപ്പോൾ ബൈബിൾ പറയുന്ന സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്യുക. വളർച്ച തരുന്ന ദൈവമാണ്. വളരുമാറാക്കുന്ന സിസ്റ്റം ഇത്രയേ ഉള്ളൂ, തലയെ മുറുകെ പിടിക്കുന്നതാണ്. ഇന്ന് ദൈവസഭ വളരാത്തതിന്റെ കാരണം തലയെ മുറുകെ പിടിക്കാത്തവരാണ് സഭയെ നയിക്കുന്നത്, തലയെ മുറുകെയാണ് സഭയെ നടത്തുന്നത്. അതുകൊണ്ട് ദൈവസഭ, ദൈവജനം ആത്മീയമായി വളരുന്നില്ല. വളരണമെങ്കിൽ തലയെ മുറുകെ പിടിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ മറ്റുള്ളവരെയും ആ തലത്തിൽ കൊണ്ടുവരാൻ പറ്റൂ. അപ്പോൾ ഞാൻ പറയുന്നതല്ല, വിശുദ്ധ ബൈബിൾ പറയുകയാണ്. വിശുദ്ധ ബൈബിൾ നമുക്ക് വാണിംഗ് തരികയാണ്, തലയെ മുറുകെ പിടിക്കാത്ത ആരും നിങ്ങളുടെ സമ്മാനം തട്ടിക്കളയരുത്. അവരൊക്കെ ദൈവവേലക്കാരായിട്ട് നിൽക്കുകയാണ്, പക്ഷേ നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്തുവാൻ കഴിയുകയില്ല. അപ്പോൾ ആ ഭാഗം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ഒരു ദൈവ പൈതൽ വളരെ വ്യക്തതയോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കൊളോസ്യ ലേഖനം 2-ാം അധ്യായം 18 മുതൽ 19 വാക്യം വായിച്ചോട്ടെ. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുത് തെറ്റിക്കരുത്. അപ്പോ മനുഷ്യരുടെ വിരുത് തെറ്റിപ്പോകാൻ, വിരുന്ന് വെച്ച സമ്മാനം ജയിക്കുന്നതിന് അവകാശം എന്ന് പറഞ്ഞില്ലേ, അത് തെറ്റിപ്പോണത് നയിക്കുന്നവന്റെ കുഴപ്പം കൊണ്ടാണ്. തലയെ മുറുകെ പിടിക്കാത്ത വ്യക്തിയാണ് നിങ്ങളെ നയിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സമ്മാനം പോയത് തന്നെ. ശ്രദ്ധിക്കുക, നിങ്ങളുടെ സമ്മാനം പോയത് തന്നെ. തലയെ മുറുകെ പിടിക്കാത്തവൻ ആരും നിങ്ങളുടെ സമ്മാനത്തെ എടുത്തു കളയരുത്. കാരണം വിഷയം എന്ന് വെച്ചാൽ, നിങ്ങൾ ആരെ കേൾക്കുന്നു അയാളാണ് നിങ്ങളുടെ ഗുരു. ദൈവത്തിന്റെ വചനം പറയുന്നു, അയാൾ തലയെ മുറുകെ പിടിക്കുന്നില്ല. ഒരു കുരുടനാണെങ്കിൽ കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും. വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നാം കഴിഞ്ഞ സന്ദേശങ്ങൾ കേട്ടത്. മത്തായി 7:21, 22, 23 ഇതാ വിശ്വാസികളും ദൈവദാസന്മാരും കൂട്ടത്തോടെ നരകത്തിലേക്ക്. യേശു പറയുന്നു, ഗെറ്റ് ഔട്ട്. തലയെ മുറുകെ പിടിക്കാത്തവൻ ആരും നിങ്ങളുടെ വിരുത് സമ്മാനം എടുത്തു കളയരുത്. പക്ഷെ അവർക്ക് എന്നാ ഉണ്ട്? അവർക്ക് ആരാധനയുണ്ട്. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിൽ രസിച്ച്. ശരിക്കും ക്രിസ്തു എന്ന് പറഞ്ഞാൽ അവർ ആരാധിക്കുന്നത് പിശാചികളെയാണ്, ദൂതന്മാരെയാണ് ആരാധിക്കുന്നത്. ഒറിജിനൽ ക്രിസ്തു അല്ല, ഒറിജിനൽ തലമല്ല. ശ്രദ്ധിക്കുക, താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിൽ രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും. ഏത് ദർശനം? ദൈവം എന്ന ദർശനമൊന്നുമല്ല, അവർക്കൊരു ദർശനമുണ്ട്. സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും. ദൈവം തന്ന ദർശനം വേണം നമ്മൾ വയ്ക്കാൻ, സ്വന്തമായ ദർശനമൊന്നും വയ്ക്കണ്ട. ദൈവം തന്ന ദർശനമാണ് ക്രിസ്തു, എൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ നമുക്ക് തന്ന ദർശനമാണ് മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക. ഇതാണ് ദർശനം. ആ ദർശനത്തിന്റെ കീഴിലാണ് ബാക്കി എല്ലാ ദർശനങ്ങളും ഉള്ളൂ. ഇവിടെ എഴുതിയിരിക്കുകയാണ്, താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിൽ രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും. ജഡമനസ്സിനാലുള്ള ചീർക്കല, വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ. തലയെ മുറുകെ പിടിക്കുന്നില്ല, തലയെ മുറുകെ പിടിക്കുന്ന വിഷയമില്ല. ആരോടെങ്കിലും പറയാണ് ക്രിസ്തു നമ്മളോട് പറഞ്ഞത്. എന്ത് ക്രിസ്തു? എടോ, ഞങ്ങളുടെ പാരമ്പര്യം ഇങ്ങനെയാടോ. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ മാറിക്കൊള്ളണം, തലയെ മുറുകെ പിടിക്കുന്നില്ല. പാരമ്പര്യം കൊണ്ട് ദൈവകൽപ്പനയെ മാറ്റുകയാണ്. ശ്രദ്ധിക്കുക, തലയെ മുറുകെ പിടിക്കുക. നമ്മുടെ തലയാണ് ക്രിസ്തു, ക്രിസ്തുവിന്റെ തലയാണ് ദൈവം. ഇത് വ്യക്തതയോടെ തിരിച്ചറിഞ്ഞ് നമ്മൾ ആ റൈറ്റ് ലൈനിൽ പോകണം. അതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വളരണമെന്നല്ലേ പറഞ്ഞേ? അതിന്റെ തൊട്ട് താഴെ അടുത്ത വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ഈ തലയായവനിൽ നിന്നാണ് വളർച്ച തുടങ്ങുന്നത്. തലയായവനിൽ നിന്നാണ് വളർച്ച തുടങ്ങുന്നത്.
19-ാം വാക്യം വായിച്ചേ. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. ഒന്നുകൂടി വായിച്ച ആള് കേട്ടില്ല, വേറെ ഭാഗത്ത് ചിന്ത പോയി. അർണോൾഡ്. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. അപ്പൊ ദൈവികമായ വളർച്ച പ്രാപിക്കുന്ന എവിടെന്നാ? പാരമ്പര്യത്തിൽ നിന്നല്ല. മനസ്സിലാവുന്നുണ്ടോ? പാരമ്പര്യത്തിൽ നിന്നല്ല, തലയായവനിൽ നിന്നാണ്, വ്യക്തിയിൽ നിന്നാണ്. അക്ഷരത്തിൽ നിന്നല്ല, വ്യക്തിയിൽ നിന്നാണ്. നമ്മുടെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണം. എന്നിട്ട് തലയെ മുറുകെ പിടിക്കണം, എങ്കിൽ വളരാൻ പറ്റും. തലയെ മുറുകെ പിടിക്കാത്തതിന് വളരാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ആരാധിച്ചു, സ്തുതിച്ചു, വളരെ താഴ്മയോടെ സംസാരിച്ചു എന്നതും പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ഇല്ല. പിന്നെ കുറെ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചു. അത് തൊടരുത്, ഇത് തൊടരുത്, അങ്ങനെ നിയമങ്ങൾ കുറെ ഉണ്ടാക്കി വെച്ചു. അത് ഭക്ഷിക്കരുത്, ഇത് ഭക്ഷിക്കരുത്. ദൈവത്തിന്റെ വചനം പറയുന്നത് ഇതുകൊണ്ടൊന്നും നിങ്ങൾ ജഡസ്വഭാവത്തെ കൊല്ലാൻ പറ്റത്തില്ല. അത് ചുമ്മാ നിയമങ്ങൾ, മനുഷ്യരുടെ ജഡമനസ്സിനെ ഉണ്ടാക്കി വെച്ച നിയമങ്ങളാ. നിങ്ങൾക്ക് ജഡമനസ്സിനെ കൊല്ലണോ? ഒറ്റ കാര്യമുള്ളൂ, തലയെ മുറുകെ പിടിച്ചാൽ മതി. തലയെ മുറുകെ പിടിച്ചാൽ മതി. താഴെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സമർപ്പിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തുള്ളവരെ പോലെ ജീവിക്കുന്നത് എന്തിന്? മനുഷ്യ കൽപ്പനകൾക്ക് ഉപദേശങ്ങൾക്ക് അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തൊടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്? ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നത് അത്രേ. ഇനി ഇതൊന്നുമല്ല കാര്യം. ഇതൊക്കെ പഴയ ആ ജഡമനുഷ്യന്, തകർന്നുപോയ മനുഷ്യനുള്ള നിയമങ്ങളിൽ ചിലതായിരുന്നു. ഇനി അതിലേക്കല്ല നിങ്ങൾ ഇനി പോകേണ്ടത്. ഇനി നിങ്ങൾ പോകേണ്ടത് തലയെ മുറുകെ പിടിക്കുക. തലയെ മുറുകെ പിടിക്കുക. ആ തലയെ മുറുകെ പിടിക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ PH എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യാനാണ് ഇനി ജീവിക്കുന്നത് എന്ന മനോഭാവം വേണം. ഈ മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വളരാൻ പറ്റൂ. ഈ മനോഭാവം ഇല്ല എങ്കിൽ PH കറക്റ്റ് അല്ല. PH കറക്റ്റ് അല്ല. PH കറക്റ്റ് അല്ല എങ്കിൽ നമ്മൾ ലക്ഷ്യത്തിലെത്തത്തില്ല. പവർ ഓഫ് ഹൈഡ്രജൻ ശ്രദ്ധിച്ചേ. നിങ്ങൾക്ക് എത്ര മനസ്സിലായി? PH ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അതായത് നമ്മൾ ഭൂമിയിൽ എന്തെങ്കിലും നടാൻ നേരത്ത് ഈ നല്ല കൃഷിക്കാരാണെങ്കിൽ ആദ്യം മണ്ണെടുത്ത് ടെസ്റ്റിന് വിടും, അതിൻ്റെ PH എന്താണെന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ PH 6.5 7.5 അതിൻ്റെ ഇടയിലാണെങ്കിൽ നല്ലതാണ്. നമ്മൾ വളം ഇട്ടാൽ അതിൽ കയറും. മറ്റേതിന് ടണ്ണ് കണക്കിന് വളം ഇട്ടാലും കയറൂല. മനസ്സിലായോ? PH ചിലപ്പോൾ 4 ആയിരിക്കും, 4.2 ഒക്കെ ആയിരിക്കും. അതായത് ഈ മഴ പെയ്ത് അതിൻ്റെ ആ നല്ല അംശം അത് ഒഴുകി പോയിട്ട് മൊത്തം അസിഡിക് ആവും, ആൽക്കലിൻ അംശം കുറയും. അവിടെ നട്ട് കഴിഞ്ഞാൽ വളരാൻ പ്രയാസമാണ്, വളം ഇട്ടാൽ ഏക്കത്തില്ല. ഇതുകൊണ്ടാണ് നല്ല കൃഷിക്കാരൊക്കെ ചെയ്യണ കണ്ടിട്ടുണ്ടോ, അവർ അത് സ്ഥലത്ത് ചെയ്യുന്നതിന് മുമ്പ് ഇത് മെഷർ ചെയ്തതിന് ശേഷം അവർ കുമ്മായം മണ്ണിലിട്ടിട്ട് ആ മണ്ണ് ഒന്ന് ശരിക്കും ഇളക്കിയിടും. ഒരു 15 ദിവസം കഴിഞ്ഞിട്ടാണ് അവർ നടാൻ പോവുള്ളൂ. കാരണം അത് PH റൈറ്റ് ആക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇട്ടത് പിടിക്കും. ഇപ്പം ഒരു എക്സാമ്പിൾ, ഒരാളെന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, എന്തൊക്കെയോ കുറവുണ്ട്, തൻ്റെ അമ്മയ്ക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എന്തൊക്കെയോ കുറവുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി വിറ്റാമിൻ സിയോ വേറെ എന്തൊക്കെയോ പലതും കുറവുണ്ട്. അതെല്ലാം കൊടുത്തിട്ട് അമ്മയ്ക്ക് യാതൊരു മാറ്റവും വരുന്നില്ല. പിന്നെ പല ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോയി. അവസാനം ഒരു ഡോക്ടറെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം ചെക്ക് ചെയ്തിട്ട് വിറ്റാമിൻ D ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ വിറ്റാമിൻ D ചെക്ക് ചെയ്തപ്പോൾ അത് വളരെ കുറവാണ്. അപ്പോൾ വിറ്റാമിൻ D കറക്റ്റ് ആയെങ്കിൽ മാത്രമേ ഇതെല്ലാം ശരിയാവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? മറ്റത് ഇതെല്ലാം ചെയ്തിട്ടും വിറ്റാമിൻ D ശരിയല്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും ശരീരം ഏറ്റെടുക്കത്തില്ല. ഇതേപോലെ തന്നെയാണ് ഈ പവർ ഹൈഡ്രജൻ PH. ആ PH റൈറ്റ് ആണെങ്കിൽ മാത്രമേ ഇടുന്ന വളവും അല്ല അതിൽ കയറത്തുള്ളൂ. ചിലർ പറയാറില്ലേ, ഇനി എത്ര ഭക്ഷണം കഴിച്ചാലും ഒന്നും ശരീരത്തിന് പിടിക്കുന്നില്ല. കാരണം അതിനെന്തോ റീസൺ ഉണ്ട്. ആ റീസൺ കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ. ചിലർ പറഞ്ഞ് ഞാൻ അല്പം കഴിച്ചാൽ മതി, പെട്ടെന്ന് വണ്ണം വയ്ക്കും. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ ശരീര പ്രകൃതിയാണ്. ഇതേപോലെ തന്നെ ഭൂമിക്കും അതിൻ്റെതായ പ്രകൃതിയുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ മനസ്സിനൊരു പ്രകൃതിയുണ്ട്. നമ്മുടെ മനസ്സിന്റെ പ്രകൃതി എന്ന് വെച്ചാൽ ആത്മീയമായി വളരുന്ന വിഷയമേ ഇല്ല. നമ്മുടെ മനസ്സിന്റെ PH എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഇഷ്ടം നടത്താനാണ് വന്നേക്കണേ, ഞാൻ എൻ്റെ ഇഷ്ടം നടത്താനാണ് ഞാൻ ഇരിക്കണേ. അതാണ് നമ്മുടെ മനസ്സിന്റെ PH. ആ PH മാറണം. ആ PH മാറാൻ നമ്മൾ തന്നെ തീരുമാനം എടുക്കണം. യേശുവിനെ പോലെ ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ മക്കളെ വളരില്ല. കാരണം ഇട്ട് തരുന്ന അകത്തേക്ക് കയറത്തില്ല. ഇട്ട് തരുന്ന അകത്തേക്ക് കയറുന്ന വിഷയമേ ഇല്ല.
ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ എറണാകുളം പള്ളിമുക്കിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ വളഞ്ഞമ്പലത്ത് നിൽക്കുകയാണ്, നിങ്ങൾക്ക് സ്ഥലം അറിയാൻ ചിന്തിക്കുന്നു. വൈറ്റിൽ നിൽക്കുകയാണ്. അപ്പോൾ വൈറ്റിൽ നിൽക്കുന്ന ഒരാള് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പോകേണ്ടത് ആലപ്പുഴയ്ക്കാണ്. നിങ്ങൾ അവിടെ ഒരു ബെഞ്ചിലിരിക്കുക, ബസ് സ്റ്റോപ്പിൽ. നിങ്ങൾ അതിന് ഫോണൊക്കെ നോക്കി ഇങ്ങനെയൊക്കെ ഇരിക്കുക. അപ്പോൾ ഇതൊരു അടിപൊളി ബസ് വരുന്നു, നല്ല കാണാൻ നല്ല സുന്ദരൻ ബസ്, അതിൽ പാട്ടൊക്കെ ഇട്ട അടിപൊളിയായിട്ട് ഇങ്ങനെ വരിക. കൂട്ടുകാർക്ക് പറഞ്ഞു, എടാ നല്ല സുന്ദരൻ ബസ് ഇടാ, വട കയറടാ എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ അതിലേക്ക് നോക്കിയപ്പോൾ അതിൽ എഴുതി വെക്കണം കോട്ടയം. അങ്ങനെ നിങ്ങൾ കയറുന്നത് കൊണ്ട്, ഇതുപോലെ നിങ്ങൾ കയറുന്നത് കൊണ്ടാണ് ഇന്നത്തെ ജനം ഇതുപോലെ ഇരിക്കണേ. കാരണം ആലപ്പുഴയ്ക്ക് പോകേണ്ട ജനം എവിടെ കയറണേ? കോട്ടയത്തേക്ക്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ദൈവരാജ്യത്തിലേക്ക് പോകേണ്ട ജനം ഇന്ന് പോകുന്നത് നരകത്തിലേക്കാണ്. കാരണം ആ ദൈവരാജ്യം എന്നുള്ളതിന് പകരം ലോകം എന്ന് എഴുതി വെച്ചേക്കുക ബസ്സിന്റെ മുമ്പിൽ. എങ്ങോട്ടാ വിടുന്നേ? ലോകത്തിലേക്ക് വിടുകയാണ്. അപ്പോൾ ലോകത്തിലേക്ക് വിടുമ്പോൾ ലോകസ്നേഹികളായ ജനം മുഴുവൻ അതിലേക്ക് ചാടി കയറും. അങ്ങനെ കയറി സഭ കൂട്ടത്തോടെ നരകത്തിലേക്ക് പോവാം. അപ്പോൾ ഇത് മനസ്സിലാക്കുക, നിങ്ങളുടെ ദർശനം എങ്ങോട്ടാണ് എഴുതി വെച്ചേക്കണേ അങ്ങോട്ടേക്ക് നിങ്ങൾ കയറും. ഇപ്പൊ ഇവിടെ എന്തൊക്കെ വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞാലും നിങ്ങൾ ലോകത്തിൽ വലിയവനാകാൻ വന്നതാണെങ്കിൽ ഈ വചനം ഒന്നും കേൾക്കത്തില്ല. മനസ്സിലായോ? ഇവിടെ ലോകത്തിൽ വലുതാക്കുന്നതിനെ കുറിച്ചല്ല ഈ പറയണേ. നിങ്ങളുടെ നിത്യമായ ജീവിതത്തിൽ എന്നേക്കുമായി യേശുവിനോട് കൂടെ രാജാക്കന്മാരായി തീരുന്ന ആ ദൈവരാജ്യത്തിൽ നിത്യം ജീവിക്കുന്നതിനെ കുറിച്ച് ഇവിടെ പറയുന്നത്. അങ്ങനെ ദൈവരാജ്യത്തിൽ നീ നിത്യം ജീവിക്കുന്ന ആ തലത്തിലേക്ക് വരുമ്പോൾ ലോകത്തിൽ നിനക്ക് വേണ്ടതൊക്കെ ഓട്ടോമാറ്റിക് നിന്നെ പിന്തുടരാൻ തുടങ്ങും. ഇതാണ് ഞാൻ നിങ്ങളോടാണോ ആരോടോ പറഞ്ഞത് എനിക്കറിയത്തില്ല. അമ്മയുടെ താലിമാല പണയം വെച്ചൊരു ദരിദ്ര വീട്ടിൽ തന്നെ പഠിക്കാൻ അയച്ചത്. ഒരു ഹിന്ദു സഹോദരൻ യേശുക്രിസ്തുവിനെ കുറിച്ചും തുടർന്ന് വിശുദ്ധ ബൈബിളിലൂടെ യേശുക്രിസ്തു പറഞ്ഞ സുവിശേഷവും തിരിച്ചറിഞ്ഞപ്പോൾ ആ സുവിശേഷൻ ആളെ മാറ്റി കളഞ്ഞു. എൻ്റെ ജീവിതം മാറ്റി. എൻ്റെ ജീവിതം ഇപ്പോൾ ഞാൻ ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതാ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ ജീവിക്കണേ. മരണം എന്ന് പറയുന്നത് നേരത്തെ എൻ്റെ ജീവിതത്തിൽ വമ്പം പേടിയായിരുന്നു. ഇന്ന് മരണം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ ദിവസമാണ്. കാരണം മരണത്തോട് ഞാൻ അവസാനിക്കുന്നില്ല, മരണത്തോട് ഞാൻ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. മരണത്തോട് ഞാൻ അവസാനിക്കുകയല്ല, മരണത്തോട് ഞാൻ തുടങ്ങാൻ പോകുകയുള്ളൂ. ഈ ജീവിതം എന്ന് പറയുന്നത് യഥാർത്ഥ നമ്മുടെ ജീവിതമല്ല. ഈ ജീവിതം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജീവിതത്തിന് മുമ്പുള്ള പ്രവേശന പരീക്ഷ മാത്രമാണ്. ആ പ്രവേശന പരീക്ഷയിൽ ഞാൻ നിങ്ങളെ എങ്ങനെ സ്കോർ ചെയ്യുന്നു അതനുസരിച്ചിരിക്കും അടുത്ത ജീവിതം. ഇതാണ് യേശുക്രിസ്തു പറയുന്നത്, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, അതുകൊണ്ട് നിന്നെ ഞാൻ അധികത്തിന് വിചാരകനാക്കും. നീ അല്പത്തിൽ എവിടെ വിശ്വസ്തനായിരുന്ന? ഈ ജീവിതത്തിൽ. അതുകൊണ്ട് അടുത്ത ജീവിതത്തിൽ നിന്നെ ഞാൻ അധികത്തിന് വിചാരകനാക്കും. ആ ജീവിതമാണ് നിത്യമായ ജീവിതം, ഈ ജീവിതമല്ല. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടുന്നത് ദൈവരാജ്യം അന്വേഷിക്കുമ്പോഴാണ്. കാരണം നാം പ്രസ്താവിക്കുന്ന ഒരു ഭാവി ലോകം, എബ്രായ ലേഖനം 2:5 ഞാൻ ചിന്തിക്കുന്നു, അവിടെ പറയാണ് നാം ഒരു സുവിശേഷകൻ പ്രസ്താവിക്കുന്നത് ഭാവി ലോകത്തെക്കുറിച്ചാണ്, ഈ ലോകത്തെക്കുറിച്ചല്ല. ഈ ലോകത്തെ വെറുക്കാനാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഈ ലോകത്തെ വെറുക്കുക, ഭാവി ലോകത്തെ അന്വേഷിക്കുക. അങ്ങനെ നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം ദൈവം ദൂതന്മാർക്കല്ല കീഴടക്കിയിരിക്കുന്നത്, നമുക്കാണ് തന്നിരിക്കുന്നത്. എടുത്തേക്കൊന്ന് വായിച്ച്. ഹെബ്രായർ 2:5 നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. അപ്പൊ നാം യഥാർത്ഥത്തിൽ സുവിശേഷകർ എന്താ പ്രസ്താവിക്കേണ്ടേ? ഭാവി ലോകത്തെ കുറിച്ചാ. പക്ഷേ ഇന്ന് സംഭവം നേരെ ഈ ലോകത്തെ കുറിച്ചായി. ഇവിടെ നിനക്ക് ഇപ്പൊ കിട്ടും, ദേ കിട്ടുന്നു, ദേ നിനക്ക് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഉടനെ അമ്മച്ചിയും അങ്കിളും ഒക്കെ ആത്മാവാൽ നിറയാൻ തുടങ്ങും. ദേ നിനക്ക് വരുന്നു, നിനക്ക് കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ യഥാർത്ഥ സുവിശേഷം എന്ന് പറയുന്നത് ഇതാ നിനക്കെന്നല്ല, അല്ലെങ്കിൽ എനിക്കെന്നല്ല, പകരം ദൈവത്തിനാണ്. ദൈവത്തിന്റെ ഇഷ്ടമാണ്. ആ ദൈവത്തിന്റെ ഇഷ്ടം നാം അന്വേഷിച്ചാൽ നമുക്ക് വേണ്ടതെല്ലാം പടിപടിയായി നമുക്ക് നിശ്ചയിച്ചത് നമുക്ക് എത്തിച്ചേർന്നിരിക്കും. ഇതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് ഇടയായത്, ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടത്തിന് സ്റ്റാൻഡ് ചെയ്യുക, നമുക്ക് വേണ്ടതെല്ലാം ദൈവം അപ്പോഴപ്പോൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇടയാകും. കാരണം ഈ സർവ്വപ്രപഞ്ചത്തിന്റെ ഉടയവനാണ് നമ്മുടെ ദൈവം. അപ്പൊ തക്ക സമയത്ത് വേണ്ടതെല്ലാം എത്തിച്ചിരിക്കും. നിങ്ങൾക്ക് ജ്ഞാനം കുറവാണോ? ദൈവം തരും. കാരണം ദൈവമാണ് ജ്ഞാനത്തിന്റെ സോഴ്സ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, SSLCക്ക് 2ാം കൊല്ലക്കാരനാണ്. കിട്ടിക്കൊണ്ടിരിക്കുന്ന മാർക്ക് 0, 1, 2, 3. പക്ഷെ എവിടെ വെച്ചിട്ടാണ് ഈ ഒരു ചേഞ്ചസ് എൻ്റെ ജീവിതത്തിൽ തുടങ്ങാൻ തുടങ്ങിയത്? തുടർന്ന് ഇതാ ഈ ദൈവത്തെ അറിയുവാനും ദൈവം എന്നെ അറിയുവാനും ഒക്കെ ഇടയായി. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വർദ്ധിപ്പാൻ ദൈവം തന്നെ സഹായിച്ചു. പിന്നെ ഞാൻ അധികം ഈ ലോകത്തോട് ഇരിക്കാൻ അധികം താല്പര്യപ്പെടാറില്ല. ഞാൻ കൂടുതലും ദൈവത്തോടുകൂടി ഇരിക്കാനാണ് ഞാൻ താല്പര്യപ്പെടാറ്. കാരണം എൻ്റെ താല്പര്യം മാറി, എൻ്റെ PH മാറിപ്പോയി. നേരത്തേക്ക് ആരെങ്കിലും എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എനിക്കൊരു സുഖം തോന്നത്തില്ല. ഏതെങ്കിലും പട്ടണത്തിൽ ചെന്നാൽ അവിടെയുള്ള സകല ആഘോഷ സ്ഥലത്തും ഞാൻ ടിക്കറ്റ് എടുത്ത് ഓടിപ്പോകും. ഇപ്പോൾ സിംഗപ്പൂരിൽ ചെന്ന് ഞാൻ സിംഗപ്പൂർ പാർക്കിലായിരിക്കും, അല്ലെങ്കിൽ അവിടെ ഓരോരോ സ്ഥലങ്ങളിലായിരിക്കും നടക്കും. പക്ഷേ ഇപ്പം എൻ്റെ ജീവിതം ടോട്ടലി ഒരു ദിവസം 3 സിനിമ വെച്ച് ഞാൻ കാണുമായിരുന്നു. കാരണം രാവിലെ സ്കൂളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ മോർണിംഗ് ഷോ, നൂൺ ഷോ, മാറ്റിനി,
വൈകുന്നേരം 6 മണിയാകുമ്പോൾ മണി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ എന്താ വൈകിയ ക്രിക്കറ്റ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ഫിനിഷ്. ആ 3 സിനിമ സരിത സഹോദര സംഗീത, ഞാൻ സെന്റ് ആൽബർട്ട്സിലെ അവസാനം പഠിക്കാനായിട്ട് ഇടയായി. തൊട്ടടുത്താണ് സരിത സഹോദര സംഗീത 3 തിയേറ്റർ ഒരുമിച്ച്, അപ്പുറത്ത് ലുലു മൈമൂൺ. അപ്പോൾ ഒരു കോമ്പൗണ്ടിൽ തന്നെ കയറി കഴിഞ്ഞാൽ 3 സിനിമ സുഖമായിട്ട് കാണാം. അപ്പോൾ എൻ്റെ മനസ്സ് ഇതായിരുന്നു, ഇപ്പം എനിക്ക് സിനിമ കാണണ്ട, എനിക്ക് ആഗ്രഹമില്ല. കാരണം എൻ്റെ PH മാറിപ്പോയി. എൻ്റെ PH മാറി. ഇപ്പോൾ എൻ്റെ ചിന്ത മുഴുവൻ ദൈവഇഷ്ടം ചെയ്യണം, ദൈവഇഷ്ടം ചെയ്യണം. അന്ത്യകാലത്തെ ഫേസ് ചെയ്യാൻ ഒരുങ്ങണം, ജയിക്കണം. ദൈവം ഏൽപ്പിക്കുന്ന അനേകരെ ജയിപ്പിപ്പാൻ അവരെ സഹായിക്കണം. കാരണം ഒരു സോളിൻ്റെ വില സർവ്വലോകത്തെക്കാളും വലിയതാണ്. അപ്പോൾ എൻ്റെ PH മാറി. അപ്പോൾ PH മാറിയപ്പോൾ എപ്പോഴും തലയോടാണ് കണക്ഷൻ, തലയോടാണ് കണക്ഷൻ. അപ്പോൾ തലയോടെ കണക്ഷൻ അനുസരിച്ച് മാത്രമേ അവയവങ്ങളോട് കണക്ഷൻ ഉള്ളൂ. ഞാൻ എന്നെ മനസ്സിലാക്കിയത്, എന്നിലേക്ക് തിരിയുമ്പോൾ ഞാൻ എന്നെ മനസ്സിലാക്കിയത് എങ്ങനെയാണ്, ഓരോ വ്യക്തികളോടുള്ള എൻ്റെ സ്നേഹം ഏറെ കുറയുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ ദൈവത്തെ സ്നേഹിച്ച് ഒരു വ്യക്തി പോകുന്നത് ഞാൻ കാണുമ്പോൾ ഞാൻ പോലും അറിയാതെ ആ വ്യക്തിയെ അധികമായി സ്നേഹിച്ചു പോകുന്നു. പക്ഷെ ഒരു വ്യക്തി ദൈവത്തെ പറ്റിക്കുന്നത് കാണുമ്പോൾ ഞാൻ പോലും അറിയാതെ ആ സ്നേഹത്തിന് കുറവ് വരുന്നു. പക്ഷെ ഈ രണ്ടും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല, പറഞ്ഞാൽ വഴക്കുണ്ടാവും. അപ്പോൾ മിണ്ടാതിരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ പിന്നെ പറയണ ഒറ്റ വിഷയമുള്ളൂ, ദൈവത്തിന്റെ വചനത്തിലൂടെ സംസാരിക്കുക. അപ്പോൾ ഞാൻ എന്നെ മനസ്സിലാക്കിയത്, ആരൊക്കെ ദൈവത്തെ സ്നേഹിക്കുന്നുവോ ആത്മാർത്ഥതയോടെ, അത് അവരുടെ പ്രവർത്തനം കാണുമ്പോൾ അറിയാം, വാക്കുകൾ വരുന്നത് അറിയാം. അപ്പോൾ ഞാൻ പോലും അറിയാതെ അവരെ ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നതായിട്ട് കാണാം. പക്ഷേ ദൈവത്തെ പറ്റിക്കുന്നവർ ധാരാളമുണ്ട്. ഇത് നമ്മൾ കാണുമ്പോൾ അറിയാതെ ആ സ്നേഹത്തിന്റെ അളവിന് കുറവ് വരുന്നതും കാണാം. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ആദ്യം തന്നെ ഒരു നല്ല കൃഷിക്കാരനാണെങ്കിൽ PH കറക്റ്റ് ചെയ്യുക. നമ്മുടെ PH എന്ന് പറയുന്നത്, ഞാൻ ഇനി എൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനാണ് ഞാൻ നിലകൊള്ളുന്നത്. ആരെ പോലെ? യേശു ക്രിസ്തുവെ പോലെ. യേശുവാണ് നമ്മുടെ റോൾ മോഡൽ, യേശു ക്രിസ്തുവിനെ പോലെ. അല്ലാണ്ട് അപ്പൻ്റെ പോക്കറ്റിൽ നിന്ന് കാര്യങ്ങൾ നേടാൻ വേണ്ടി അപ്പനെ മൗസ്തുതി പറഞ്ഞ് മയക്കുന്നവനായിട്ടല്ല എന്നെ കാണേണ്ടത്. അങ്ങനെയാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരാധിച്ചാൽ കിട്ടും, അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരാധിച്ച് എന്തെങ്കിലും വാങ്ങിക്കുക, അങ്ങനത്തെ ഒരു മനോഭാവമില്ല. എൻ്റെ അപ്പൻ്റെ അടുക്കൽ മൗസ്തുതിയിൽ പറഞ്ഞിട്ട് മേടിക്കാൻ വേണ്ടി നിൽക്കുന്നതല്ല, പകരം എൻ്റെ അപ്പൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുക. അപ്പൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിച്ചാൽ, ധൂർത്തപുത്രൻ മടങ്ങി വന്നത് നിങ്ങൾ ദേവാസന്മാർ പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ പറഞ്ഞിട്ടില്ല അല്ലേ? ധൂർത്തപുത്രൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ കർത്താവ് യേശു അവതരിപ്പിച്ചു. ധൂർത്തപുത്രൻ അവിടെ പറഞ്ഞിട്ടില്ല, പക്ഷെ അവന്റെ പ്രവർത്തനങ്ങൾ നോക്കി നമ്മളൊരു ഇരട്ടപ്പേരിട്ട് കൊടുത്തതാ, ധൂർത്തപുത്രൻ. ഇനി ഈ കഥാപാത്രത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കവിടെ മനസ്സിലാക്കുന്നത്, ഈ പുള്ളിക്കാരൻ അപ്പനോട് കൂടിയായിരുന്നു. മനുഷ്യനെ കാണിക്കുകയാണ് ധൂർത്തപുത്രൻ, അപ്പനോട് കൂടിയായിരുന്നു. ഒരിക്കലും അവന്റെ PH മാറിപ്പോയി. അവന്റെ PH എന്ന് പറയുന്നത്, അപ്പ ഇനി അപ്പന്റെ ഇഷ്ടമല്ല, എൻ്റെ ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരോട് കൂടെയാണ് ഫെലോഷിപ്പ്. അതിനുവേണ്ടി അപ്പ എൻ്റെ വസ്തുവക ഇങ്ങനെ തന്നേര്, എൻ്റെ ഓഹരി ഇങ്ങനെ തന്നേര്. അവൻ്റെ ഓഹരി അവന് കിട്ടി. അവൻ അതും കൊണ്ട് അപ്പനെ ഒഴിവാക്കി കൂട്ടുകാരോടുകൂടെ ജീവിക്കാൻ തീരുമാനിച്ചു. PH മാറിയാൽ അപ്പനിൽ നിന്ന് വിട്ടുപോകും, PH മാറിയാൽ അപ്പനിൽ നിന്ന് വിട്ടുപോകും. അങ്ങനെ PH എന്ന് പറയുന്നൊരു മനോഭാവമാണ് നമ്മളെ സംബന്ധിച്ച്. അതും മാറി ആ കൂട്ടുകാരോടത്ത് ചെന്നു. എല്ലാ സ്വത്തൊക്കെ നഷ്ടപ്പെട്ടു, കൂട്ടുകാരൊക്കെ വിട്ടുപോയി. അവസാനം ഇതാ വളരെ വിഷമത്തിലായി, വിഷമസന്ധിയിലായി. തനിക്ക് കഴിക്കാനായിട്ടൊന്നുമില്ല, വയറ് വിശക്കണു, ജോലിയില്ല. ജോലിക്ക് വേണ്ടി ഇതാ ആ നാട്ടിലെ ഒരു പൗരനെ പോയി ആശ്രയിച്ചു. അപ്പോൾ അപ്പനെ ആശ്രയിക്കുന്നതിന് പകരം മനുഷ്യനെ ആശ്രയിക്കാൻ തുടങ്ങി. പൗരനെ പോയി ആശ്രയിച്ചു. ആ പൗരൻ ഇതാ ജോലി കൊടുത്തു. ആ ജോലി ഇതായിരുന്നു, പന്നികളെ തീറ്റുന്നൊരു ജോലിയായിരുന്നു. ഇനി ശ്രദ്ധിക്കുക, ആ ജോലിയിൽ എന്തില്ല? പ്രോപ്പറായിട്ട് സാലറി ഇല്ല, ഭക്ഷണമില്ല. അവന് വിശന്നു. അവസാനം ഒരു തീരുമാനം എടുത്തു, പന്നികൾ കൊടുക്കുന്ന വാള കൊണ്ട് ഞാൻ ജീവിക്കാം. അങ്ങനെ പുള്ളി അതിനൊരു തീരുമാനം എടുത്തിട്ട് വാളവരെ എടുക്കാൻ കൈ നീട്ടി. ഉടനെ കൈ കയറി ആരെ പിടിച്ചു. ലോകത്തിലെ കോമ്പറ്റീഷൻ. വാളവര ആരും കൊടുത്തില്ല അവന്. വാളവരെ തിന്നാൻ അവൻ ആഗ്രഹിച്ചു, പക്ഷേ ആരും അത് അവന് കൊടുത്തില്ല. അപ്പൊ തൻ്റെ ആഗ്രഹം പോലും ഇല്ലാതിരിക്കുന്നു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പനിൽ നിന്നാകുന്ന പന്നിക്കൂടുന്ന ലോകത്ത് വാളവരെ തിന്നാൻ ആഗ്രഹിച്ചിട്ടും വാളവരെ കിട്ടാതിരിക്കുന്ന ഒരു മകൻ. ശ്രദ്ധിക്കുക, ഇതല്ലയോ മോനെ നീ? നിന്റെ ആഗ്രഹം നടക്കുന്നില്ലല്ലോ, നിന്റെ കൊച്ചാഗ്രഹം പോലും നടക്കുന്നില്ലല്ലോ. ഈ വാളവരെ തിന്നാൻ ആഗ്രഹിക്കുന്നു, അതുപോലും കിട്ടുന്നില്ലല്ലോ. അപ്പൊ നിന്റെ ആഗ്രഹം വാളവരെയാ, അത് കിട്ടാൻ ആഗ്രഹിക്കുന്നേ, വിശപ്പടക്കാൻ. ഒരു സ്റ്റാൻഡേർഡ് ജീവിതമല്ല, പന്നികളുടെ കൂടെയാ ജീവിതം. ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിൽ ഒരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ ഞാൻ അവിടെ ചെന്ന് ഞാൻ എന്നാ പറയും? അദ്ദേഹം പറയും, പാസ്റ്ററെ അല്ലെങ്കിൽ അച്ചോ ഭയങ്കര കഷ്ടത്തിലാ. എന്തു പറ്റി? വയറ് വശക്കുന്നു. അച്ചോ ഒരു സ്റ്റാൻഡേർഡില്ല. അച്ചോ
കഴിഞ്ഞ ദിവസം ഞാൻ ഇച്ചിരി വാളവര തിന്നാൻ വേണ്ടി ചിന്തിച്ചു. അച്ഛോ ഒരാളും തന്നില്ല. എൻ്റെ ആഗ്രഹം വാളവര തിന്നാനാണ് അച്ഛോ. പാസ്റ്റേ, എൻ്റെ ആഗ്രഹം വാളവര തിന്നാനാണ്. ഒരു നല്ല ജോലി ഇല്ലെന്നേ, ഈ ജോലിക്കാണെങ്കിൽ ശമ്പളം ഇല്ലെന്നേ. എത്ര പ്രാർത്ഥന വിഷയങ്ങളാണല്ലേ, പെട്ടാന്ന് പ്രാർത്ഥനാ വിഷയങ്ങൾ. 1, 2 ഇതാ നല്ലൊരു ജോലിയില്ല. 2 കിട്ടിയ ജോലിക്ക് ശമ്പളം ഇല്ല, പാസ്റ്റർ പ്രാർത്ഥിക്കണം കേട്ടോ. പിന്നെ 3 വാളവര തിന്നാൻ ആഗ്രഹിച്ചു, വാളവര ഇല്ല. എന്തൊക്കെ പ്രാർത്ഥന വിഷയങ്ങളാ ഇല്ലേ? ഉടനെ പാസ്റ്ററായി ഞാൻ ഉടനെ പറയും, എൻ്റെ യേശു നിനക്ക് വാളവര തരും, എൻ്റെ യേശു നിനക്ക് വാളവര തരും. രപ്പതന റുബുദു റുക്കു. ഇയാളെ കൊണ്ട് എന്താ കാര്യം? ഈ പാസ്റ്ററെ കൊണ്ട് എന്താ കാര്യം? ഈ അച്ഛനെ കൊണ്ട് എന്താ കാര്യം? ഇതല്ല അവന്റെ പ്രശ്നം. വാളവരെയല്ല അവന്റെ പ്രശ്നം. അവന്റെ പ്രശ്നം എന്താ? അവന്റെ യഥാർത്ഥ പ്രശ്നം എന്താ? ഇപ്പൊ അവന്റെ വയറ് വിശക്കുന്നുണ്ട് വാളവര തിന്നാൻ. ശമ്പളം കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. ശമ്പളം മേടിച്ചു കൊടുത്ത പാസ്റ്ററുടെ പണി കഴിഞ്ഞോ? പ്രാർത്ഥിച്ച് ശമ്പളം മേടിച്ചു, പ്രാർത്ഥിച്ച് അവനെ വാളവരെയും കിട്ടി. അടുത്ത ആഴ്ച അവൻ സാക്ഷ്യം പറഞ്ഞു, എൻ്റെ യേശു എനിക്ക് നല്ലൊരു വിശ്വസനായിരുന്നു, കഴിഞ്ഞ ആഴ്ച എനിക്ക് വാളവര ഇല്ലായിരുന്നു, എനിക്ക് വാളവര തന്നു. ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ മക്കളെ, ഇതാണ് ഇന്ന് നടക്കുന്ന യാഥാർത്ഥ്യം. ഇതാണ് അവന്റെ വിഷയം വാളവരെയല്ല. ഇതൊരു ദൈവദാസൻ തിരിച്ചറിയണം. അവന്റെ വിഷയം വാളവരെയല്ല, അവന്റെ വിഷയം വിശപ്പല്ല, അതൊക്കെ അവന്റെ താൽക്കാലിക വിഷയമാണ്. അവന്റെ വിഷയം അവന്റെ അപ്പനില്ല, അപ്പനിൽ നിന്ന് അകന്നിരിക്കുക. ഇതാണ് അവന്റെ വിഷയം. ഹല്ലേലൂയ. ഇവിടെയാണ് യേശുവിനെ പോലെയുള്ള ദേവദാസന്മാരുടെ ആവശ്യം. യേശു പറഞ്ഞു കൊടുക്കുക, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നല്ല നീ ആദ്യം അന്വേഷിക്കണ്ടേ. മുമ്പേ നിന്റെ അപ്പനെ അന്വേഷിക്കേ, ദൈവരാജ്യം അന്വേഷിക്കേ. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, സ്വർഗസ്ഥ പിതാവാണ്. സ്വർഗസ്ഥ പിതാവിന്റെ അതോറിറ്റിയാണ് ദൈവരാജ്യം. അത് അന്വേഷിക്കേ. ആ ഭവനത്തിൽ അപ്പനോട് കീഴെ നിൽക്കാൻ നീ ആഗ്രഹിക്കുക. അതോടുകൂടെ നിനക്ക് വേണ്ട വാളവരെയോ എന്നാ സാധനം എന്ന് വെച്ചാൽ അത് നിനക്ക് ലഭിക്കും. പക്ഷെ വാളവരയായിട്ടായിരിക്കില്ല ലഭിക്കുന്നത്, തടിപ്പിച്ച കാളക്കുട്ടി അറുത്തായിരിക്കും കിട്ടുന്നത്. ഹല്ലേലൂയ. നീ ആഗ്രഹിച്ച വാളവരെയാ, പക്ഷെ നിനക്ക് കിട്ടാൻ പോണത് തടിപ്പിച്ച കാളക്കുട്ടി അറുത്ത്. അത് നീ ചോദിക്കൊന്നും വേണ്ട, അപ്പനോട് കൂടെ നിന്നാൽ മാത്രം മതി. മനസ്സിലായോ? ആ ധൂർത്തപുത്രന്റെ കഥ നിങ്ങൾ വായിക്കും, ലൂക്കോസ് 15 അത് തിരിച്ചു വരുമ്പോ അവൻ തിരിച്ചു വരുമ്പോ അപ്പന്റെ അടുക്കിലേക്ക് യാത്രയാകുക. ഇതാണ് ഒരു സുവിശേഷകന്റെ ജയം. ഒരുവനെ അപ്പന്റെ അടുക്കിലേക്ക് നടത്താൻ കഴിയണം. ഒരുവനെ അപ്പന്റെ അടുക്കിലേക്ക് നടത്താൻ കഴിയണം. ആ നടക്കുന്ന വഴിയിൽ അവൻ മാനസാന്തരപ്പെട്ടുള്ള നടപ്പ. അവനെ കണ്ട് അവന്റെ അപ്പൻ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കുക. അവനെ കെട്ടിപ്പിടിക്കുക. അവന്റെ നിങ്ങൾ നോക്കിയേ, നിങ്ങൾ ചിന്തിക്കും നിങ്ങൾ മഹാപാപിയാ, അങ്ങനെയാ ഇങ്ങനെയാ ഒന്നൊക്കെ ചിന്തിക്കാതിരിക്കുക. നിങ്ങൾക്ക് മാനസാന്തരം ഉണ്ടെങ്കിൽ, പന്നിക്കൂട്ട് നിൽക്കുമ്പോ അല്ല, നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ തിരിച്ചു നടക്കുന്നുവെങ്കിൽ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിക്കാൻ ഈ അപ്പൻ തയ്യാറാ. ആ പന്നിക്കൂട്ടിൽ കിടക്കുന്ന ഇവനെ നാറ്റം ഉണ്ടാകും, അഴുക്കുള്ള ഉടുപ്പായിരിക്കാം, ഇതെല്ലാം ശരി തന്നെയാ. പക്ഷെ ഇവൻ നടന്നേ വരുന്നുള്ളൂ. ഇവന്റെ അപ്പൻ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കുക. പ്രിയമായ നിങ്ങൾ ആരെങ്കിലും എൻ്റെ അപ്പൻ സ്വീകരിക്കത്തില്ല, ഞാൻ മഹാപാപിയാ, ഇങ്ങനെയാ എന്നൊക്കെ ചിന്തിച്ചിരുന്നാൽ നിങ്ങളുടെ മനോഭാവം ഒന്ന് മാറ്റിക്കോ. അങ്ങനെയല്ല, നീ മടങ്ങി വരുന്നതും കാത്ത് നിന്റെ അപ്പൻ കാത്തിരിക്കുക. പയ്യൻ നടന്നു വരുന്നതേ ഉള്ളൂ ധൂർത്തപുത്രൻ, പക്ഷെ ഇത് കണ്ടപ്പോ അപ്പൻ ഓടി വരികയാണ്. ആ വചനം അവിടെ വായിക്കുമ്പോൾ അങ്ങനെ എഴുതണേ, അവനെ കണ്ടിട്ട് അവന്റെ അപ്പൻ ഓടിച്ചെന്ന്. അവൻ നടക്കുന്നേ ഉള്ളൂ, അപ്പൻ ഓടുകയാ. ആർക്കാ കൂടുതൽ സ്നേഹം? അപ്പനാ. ഇവന്റെ സ്നേഹം എന്ന് പറയുന്നത് ഇവന്റെ ബുദ്ധിമുട്ട് നിമിത്തം വന്നൊരു സ്നേഹമാണ്, വയറ് വിശക്കുന്നത് കൊണ്ടുള്ള സ്നേഹമാണ്. അല്ലാണ്ട് അപ്പനോടുള്ള യഥാർത്ഥ സ്നേഹമൊന്നും അല്ല. പക്ഷെ അപ്പനോടുള്ള യഥാർത്ഥ സ്നേഹമാക്കി അപ്പനത് മാറ്റിക്കോളും. ഹല്ലേലൂയ. അപ്പൊ പലപ്പോഴും നമ്മുടെ വയറ് വിശക്കുന്നതും പലപ്പോഴും നമ്മളെ ചില താഴ്ചയിലൂടെ നടത്തുന്നതും ഒക്കെ എന്തിനാണെന്നറിയാമോ? നമ്മൾ ഈ ലോകം വിട്ട്, പന്നിക്കൂട് വിട്ട് അപ്പന്റെ അടുക്കലേക്കൊന്ന് നടക്കാൻ വേണ്ടിയാ. ആ നടപ്പിൽ അപ്പൻ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കുക. ഹേയ്, ഉടുപ്പ് മാറിയിട്ട് വാടാ, കുളിച്ചിട്ട് വാടാ. ആസ് ഇറ്റ് ഈസ്. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ സ്വീകരിക്കുവാൻ ദൈവം തയ്യാറാ. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ കഴുകി ശുദ്ധീകരിക്കാനാണ് യേശു കർത്താവിന്റെ രക്തം ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ. നിന്റെയും എന്റെയും സോളിനെ കഴുകാനാണ് ദൈവവചനം ഉപയോഗിക്കുന്നത്. ഇതെല്ലാം ഉപയോഗിച്ച് ഒരമ്മ ഒരു കൊച്ചു കുഞ്ഞിനെ കുളിപ്പിച്ചെടുക്കുന്നത് പോലെ തൻ്റെ വിശുദ്ധീകരണത്തിലൂടെ, തൻ്റെ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലൂടെ നമ്മളെ കുളിപ്പിച്ച് റെഡിയാക്കി എടുക്കും, നമ്മളെ ഒരുക്കിയെടുക്കും. അങ്ങനെ ഇതാ ഈ മകൻ തിരിച്ച്, നിങ്ങൾ കാണുക ഈ ദൈവരാജ്യത്തിന്റെ അവസ്ഥ നിങ്ങൾ കാണുക. ഈ മകൻ തിരിച്ച് ആ വീട്ടിൽ കയറിയപ്പോ അപ്പം പറഞ്ഞെന്നറിയാമോ? മോൻ ഇങ്ങനെ പറഞ്ഞു, പപ്പാ വിശന്നിട്ട് പാടില്ല, എന്തെങ്കിലും എന്താ എന്നൊന്നും പറഞ്ഞില്ല. പകരം നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം, ആ ആഗ്രഹം വരുന്നതിന് മുമ്പേ അറിയുന്ന ദൈവം ഉടനെ കൽപ്പന കൊടുക്കുക, തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്ത് വിരുന്നൊരുക്കിക്കോ. മനസ്സിലാവുന്നുണ്ടോ?
അപ്പൊ നമ്മളുടെ വിശപ്പ് ആർക്കറിയാം? ദൈവത്തിനറിയാം. ഹല്ലേലൂയ. ഇനി നമുക്ക് നല്ല ഉടുപ്പ്, പപ്പ എത്ര ഇത് ഇട്ടിട്ട്, ഈ ഉടുപ്പ് ഇട്ടിട്ട് 6 മാസമായി, ഈ ഉടുപ്പ് ഇട്ടിട്ട് എന്ന് പറയണ്ട. അവനെ ശ്രേഷ്ഠമേറിയ ഉടുപ്പണിയിപ്പിക്കുക. ഇവനൊന്നും പറയണ്ട. ഇവന്റെ ആവശ്യം അറിയുന്നൊരപ്പനുണ്ട്. ഹല്ലേലൂയ. അവന്റെ കാലിൽ ചെരുപ്പില്ല, ഉടനെ കൽപ്പന കൊടുത്തു. ഇവൻ പറഞ്ഞില്ല, കൽപ്പന കൊടുത്തു, ഇവന്റെ കാലിൽ ചെരുപ്പണിയിക്കുക. ഇവന് മാന്യതയില്ല, ഇതാ അപ്പൻ മോതിരം എടുത്ത് അവന്റെ കയ്യിലിട്ട് കൊടുക്കുക. അപ്പന്റെ മാന്യത. ഹല്ലേലൂയ. നമ്മളെ അപ്പന്റെ സ്റ്റാൻഡേർഡിനൊത്ത് ജീവിപ്പാൻ ഒരുക്കുന്നൊരപ്പനാണ് നമ്മുടേത്. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഈ ലോകം ഇപ്പൊ ആയിക്കൊണ്ടിരിക്കുന്ന ലോകം നിലനിൽക്കത്തില്ല. ഈ സ്ക്രാഫ് ഇട്ടിരിക്കുന്ന ശരീരം, ചുരിദാർ ഇട്ടിരിക്കുന്ന ശരീരം, സാരി എടുത്തിരിക്കുന്ന, ഷർട്ട് ഇട്ടിരിക്കുന്ന ശരീരം, കുറച്ച് ദിവസത്തിനുള്ളിൽ ഇത് പുഴുവിന് പലഹാരമായി തീരും. ആള് ഇവിടെ നിന്ന് പോകും, എല്ലാം പുഴുക്കളായി മാറും. ഈ മരം ഇതൊന്നും നിലനിൽക്കത്തില്ല. അപ്പൊ നിലനിൽക്കാത്തതിനെ കയറി മുറുകെ പിടിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല. പകരം എന്തിനെ മുറുകെ പിടിക്കണമെന്നാ ബൈബിള് പറഞ്ഞേ? ഒരല്പം മുമ്പ് വായിച്ചോളൂ. എന്തിനാ മുറുകെ പിടിക്കണം? തലയെ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞേ. തലയെ മുറുകെ പിടിക്കണം. മനസ്സിലായോ? തല, 2 തലകളാണ് നമുക്കുള്ളത്. ഈ തലയല്ല, ഈ തല കൊണ്ട് അത് മനസ്സിലാക്കാം. നമ്മുടെ ശരീരം മുഴുവൻ, ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒരാളെ മുറുകെ പിടിച്ചിട്ടുണ്ട്, തലയെ. ഈ തലയെ മുറുകെ പിടിച്ചില്ലെങ്കിൽ ശരീരം മൊത്തം പോകാം. മനസ്സിലാകുന്നുണ്ടോ? ഇനി നമ്മുടെ സ്പിരിച്വലി നമ്മുടെ 2 തലകളാണ്. ഇമ്മീഡിയറ്റ് ഹെഡ് എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് ആണ്. ക്രിസ്തുവിന്റെ തല എന്ന് പറയുന്നത് സ്വർഗസ്ഥ പിതാവാ, ദൈവമാണ്. അപ്പോൾ ഈ തലയെ മുറുകെ പിടിച്ചെങ്കിൽ മാത്രമേ, കാരണം ക്രിസ്തു ജീവിക്കുന്നത് സ്വർഗീയ പിതാവാനാണ്, നമ്മൾ ജീവിക്കുന്നത് ക്രിസ്തുവാനാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗീയ പിതാവിൽ നിന്ന് ജീവൻ ക്രിസ്തുവിലൂടെ നമുക്ക് കിട്ടുകയാണ്. അങ്ങനെയാണ് നമ്മൾ വളരേണ്ടത്. അപ്പൊ ഈ സിസ്റ്റം നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നത് തൻ്റെ ആത്മാവിലൂടെയാണ്. ഇതാ നേരത്തെ പറഞ്ഞ ഇതൊരു ത്രിയേക പ്രവർത്തനമാണെന്ന് പറഞ്ഞ്. ഹല്ലേലൂയ. അപ്പോൾ ഏക ദൈവം ത്രിയേകമായി നമ്മളിൽ പ്രവർത്തിക്കുന്നു. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അപ്പോൾ പ്രവർത്തന ശൈലി നമ്മൾ മാറ്റിപ്പിടിച്ചാൽ വർക്ക് ചെയ്യത്തില്ല. അപ്പൊ റൈറ്റ് ആയിട്ട് കാര്യം മനസ്സിലാക്കി പ്രവർത്തിക്കണം. യേശുവിൽ എന്തായിരുന്നോ പ്രവർത്തനം, അത് തന്നെയാണ് നമ്മളിലും പ്രവർത്തനം. യേശു ദൈവപുത്രനാണ്, നമ്മളും യേശുവിൽ ദൈവത്തിന്റെ പുത്രന്മാരായി വിളിക്കപ്പെട്ടിരിക്കുക. അപ്പൊ ഈ കാര്യങ്ങളെ മനസ്സിലാക്കി പോകണം. അപ്പൊ റൈറ്റ് PH എന്താണ്? റൈറ്റ് PH എന്റെ ഇഷ്ടമല്ല, ദൈവ ഇഷ്ടം. അപ്പൊ ഇത്രയും നാളും നമ്മുടെ PH എന്ന് പറയുന്നത് എന്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കും, എന്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടി ആരാധിക്കും, ഇങ്ങനെയുള്ള സിസ്റ്റമായിരുന്നു. എന്നാൽ ഇനി യേശുവിന്റെ സിസ്റ്റം. യേശു പറയാണ്, എങ്കിലും പിതാവേ എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറണം. ഇതായിരിക്കണം നമ്മളുടെ ആഗ്രഹം. അപ്പോൾ നമ്മളുടെ വിഷയം എന്നാന്ന് പറയാമോ? ഇപ്പോൾ നമ്മുടെ ഇതുവരെയുള്ള വിഷയം, നമ്മൾ ജീവിച്ചത് ഈ ഭൂമിയിലെ ആർക്കൊക്കെയോ വേണ്ടിയാണ്. ഫസ്റ്റ് നമ്മൾ ജീവിച്ചത് നമുക്ക് വേണ്ടിയാണ്. പക്ഷെ നമ്മൾ ആരോടും പറയില്ല. മക്കളോട്, അവരോട്, ഇവിടെ ഭർത്താവിനോട് പറയുക, അല്ലെങ്കിൽ ഭാര്യയോട് പറയുക, അല്ലെങ്കിൽ മക്കളോട് പറയും, ഞാൻ നിനക്ക് വേണ്ടിയല്ലേ ജീവിച്ചേ. യഥാർത്ഥത്തിൽ ശരിയല്ല, നമുക്ക് വേണ്ടിയാണ് ജീവിച്ചേ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചേ. ഇനി 2 നിർത്തിയിട്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങുക. അപ്പോഴാണ് ദൈവ ഇഷ്ടം ഫസ്റ്റ് വരുന്നത്. ഇനി 2 നിർത്തിയിട്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങുക. അപ്പോൾ ദൈവം പറയും, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന നിന്റെ ശരീരത്തെ നീ സൂക്ഷിക്കാൻ, മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല രീതിയിൽ. കാരണം ഞാൻ വസിക്കുന്ന ആലയമാണിത്. നിന്നെ ഞാൻ ഏൽപ്പിച്ചിട്ടുള്ള ഭാര്യ, നിന്നെ ഞാൻ ഏൽപ്പിച്ചിട്ടുള്ള ഭർത്താവ്, കുഞ്ഞുങ്ങൾ, അവരെയൊക്കെ എൻ്റെ ആ രീതിയിൽ വളർത്തി എടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയായിരിക്കണം നമ്മുടെ ആ തോട്ട് ലൈഫ് റീസ്ട്രക്ചർ ചെയ്യുക. അപ്പൊ ഞാൻ ജീവിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാ. ആരെ പോലെ? ക്രിസ്തുവെ പോലെ. മനസ്സിലാവുന്നുണ്ടോ? ഈ PH നമുക്ക് വന്നു കഴിഞ്ഞാൽ നാം തലയെ മുറുകെ പിടിക്കും. അപ്പൊ അതിനിടയിൽ നമുക്ക് ഒരാള് വന്നിട്ട് നമ്മളോട് പറയാണ്, ഈ റൈറ്റ് ശ്രദ്ധിച്ചു കേട്ടോ, ഇങ്ങനെ യേശുവിന്റെ ജീവിതം ഞാൻ പറഞ്ഞേട്ടോ. ഒരാൾ വന്നിട്ട് പറയാണ്, ഇപ്പൊ യേശു ഒരു ബ്രദർ എന്നുള്ള വീട്, ബ്രദർ യേശു എന്താണ്, അതെ ഒന്ന് വീട് വരും വരുമോ? അതെന്തിനാണ്? അല്ല, ഞങ്ങളുടെ വീട്ടിൽ ചെറിയൊരു പ്രശ്നം നടക്കണം, സ്വത്തിന്റെ പ്രശ്നമാണ്. ചേട്ടായി പറഞ്ഞു ചേട്ടായിക്കാണ് അധികം ഒന്ന്, ഇനി അത്ര ഇല്ലെന്ന്. പിന്നെ അവള് പറഞ്ഞു അവക്കാണ് വേണ്ടതെന്ന്. ഒന്ന് ഡിവൈഡ് ചെയ്ത് തരുമോ? ഇപ്പൊ ഈ പുള്ളിക്കാരൻ എന്തിനാ യേശുവിനെ കൊണ്ടാണ് തൻ്റെ ഇഷ്ടത്തിലേക്ക് വലിച്ചോണ്ട് പോവുക. ഉടനെ യേശു തിരിച്ചു ചോദിച്ചു, എന്നെ ആരാണ് നിന്റെ അപ്പന്റെ സ്വത്ത് വായിക്കണനാക്കിയത്? സകല ദ്രവ്യാഗ്രഹവും ഒഴിഞ്ഞ് സൂക്ഷിച്ചുകൊള്ളുക. യേശു പോയില്ല, വേറൊരുത്തിന്റെ ഇഷ്ടത്തിന് യേശു ഏൽപ്പിച്ച് കൊടുത്തില്ല. ഇനി അതുകൊണ്ട് പറഞ്ഞാൽ മറ്റൊരുവിന് വേണ്ടിയല്ല നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഗുഡ്നസ് എപ്പോഴും നല്ലതാ. ഇനി യേശുവിന്റെ ജീവിതത്തിലേക്ക് നോക്കുക. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ എപ്പോഴും പിതാവിന് ഇഷ്ടമാണ് ചെയ്തത്. പക്ഷെ ഒരു സമയത്ത് മാത്രം തൻ്റെ ഇഷ്ടം അങ്ങ് വലിഞ്ഞു കയറി. കാൽവരി ക്രൂശിലെ മരണത്തിന് മുമ്പ് ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് യേശു ഇങ്ങനെ പഠിച്ചു, പിതാവേ
കഴിയുമെങ്കിൽ ഇതൊന്ന് മാറ്റി തരുമോ? കണ്ടോ കയറി വരുന്നത് PH മാറുന്നുണ്ടോ? ഉടനെ യേശു ക്രിസ്തു അതിനെ പിടിച്ചു റൈറ്റ് PH പിടിച്ചു. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അപ്പോ തൻ്റെ ഇഷ്ടം കീഴടക്കാൻ യേശു സമ്മതിച്ചില്ല. മറ്റുള്ളവന്റെ ഇഷ്ടവും തന്നെ കീഴടക്കാൻ സമ്മതിച്ചില്ല. എപ്പോഴും തന്നെ കീഴടക്കൊണ്ടിരുന്നത് തൻ്റെ പിതാവിൻ്റെ ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ഇതാണ് റൈറ്റ് PH എന്ന് പറയുന്നത്. ഈ റൈറ്റ് PH ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിന്റെ വചനം കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ മനസ്സിലാവില്ല. കാരണം ആലപ്പുഴയ്ക്ക് പോകാനിരിക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങൾ വൈറ്റിൽ നിൽക്കുക, നിങ്ങൾക്ക് കോഴിക്കോടേക്ക് ബസ് വന്നു, നിങ്ങൾ കയറുമോ? കയറൂല. ഇതേപോലെ തന്നെ ലോകത്തിൽ വലിയവനാകാൻ ഇരിക്കുന്ന നിങ്ങളുടെ മനസ്സിന്റെ മുമ്പിൽ ദൈവരാജ്യത്തിന്റെ മൊഴികൾ പറഞ്ഞാൽ നിങ്ങൾ എടുക്കുമോ? എടുക്കൂല. കാരണം ദൈവരാജ്യത്തിന്റെ മൊഴികൾ പറയുന്നത് ലോകത്തുള്ളതിനെയും സ്നേഹിക്കരുതെന്ന്. പിടുത്തം കിട്ടിയോ? രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനാ. അപ്പോ വ്യക്തതയോടെ മനസ്സിലാക്കുക, ദൈവരാജ്യ സിസ്റ്റത്തിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനോ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനോ യാതൊരു പ്രാധാന്യമില്ല. പ്രാധാന്യം ദൈവ ഇഷ്ടം. ആ ദൈവ ഇഷ്ടത്തിന് കീഴിൽ നിൽക്കുന്ന നമ്മുടെ ഇഷ്ടങ്ങൾ എടുക്കാം. ദൈവ ഇഷ്ടത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന നമ്മുടെ ഇഷ്ടമായാലും മറ്റുള്ളവരുടെ ഇഷ്ടമായാലും അതിനെ പുറയിലേക്ക് ആക്കിയിട്ട് മുൻപിലുള്ള ലക്ഷ്യമാക്കി മുമ്പോട്ടേക്ക് പോകണം. കാരണം ഈ ലോകത്തുള്ളതൊക്കെ ഇപ്പൊ തീരും. ദൈവ ഇഷ്ടം അറിയണമെന്നുണ്ടെങ്കിൽ അതിനാണ് പുതിയ സൃഷ്ടിയിൽ നമുക്ക് ദൈവ ഇഷ്ടം അറിയാം. പുതിയ സൃഷ്ടിയിൽ ദൈവ ഇഷ്ടം അറിയാം. അതായത് J717 എന്ന് പറഞ്ഞ പ്രത്യേക ഒരു മിഷൻ ഉണ്ട്, സ്പിരിച്വൽ മിഷൻ. ശിവന് മനസ്സിലായോ? മനസ്സിലായില്ല. ശിവനല്ല, ആർക്കും മനസ്സിലാവില്ല. J717 എന്ന് പറഞ്ഞാൽ യോഹന്നാൻ 7:17. ആ ഒരു മിഷൻ വെച്ച് എപ്പോഴും ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദൈവ ഇഷ്ടം അറിയാൻ പറ്റും. PH റൈറ്റ് ആക്കണമെന്ന് അവിടെ പറയണേ. PH റൈറ്റ് ആകുമെങ്കിൽ ഓട്ടോമാറ്റിക് ദൈവ ഇഷ്ടം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കും. PH എന്താ? റൈറ്റ് PH ഇപ്പൊ പഠിപ്പിച്ചു. ദൈവ ഇഷ്ടം. ഹല്ലേലൂയ. ആ ദൈവ ഇഷ്ടം ചെയ്യാനുള്ള മനോഭാവമാണോ അർണോൾഡിനെങ്കിൽ ദൈവ ഇഷ്ടം ഓട്ടോമാറ്റിക് തിരിച്ചറിയാൻ തുടങ്ങും. വായിച്ചേ. യോഹന്നാൻ 17:17. അവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്നറിയും. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ദൈവ ഇഷ്ടം അറിയുമെന്ന്? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ. അതായത് അർണോൾഡ് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനാണ് അർണോൾഡിന്റെ ആഗ്രഹം. അപ്പൊ PH കറക്റ്റ് ആയില്ലേ? ഉപദേശം ദൈവത്തിൽ നിന്നോ മനുഷ്യനിൽ നിന്നോ തിരിച്ചറിയും. ആദ്യം നമ്മുടെ ആ ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ആക്കണം, മനോഭാവം കറക്റ്റ് ആകണം. ആ മനോഭാവം കറക്റ്റ് ആയാൽ ദൈവ ഇഷ്ടം ചെയ്യാനുള്ള മനോഭാവമാണെങ്കിൽ PH കറക്റ്റാണ്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് അത് ഒരാൾ സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് അയാളുടെ സ്വന്തം ഇഷ്ടമാണോ അതോ പിശാച് പറയുന്നതാണോ അതോ ദൈവ ഇഷ്ടമാണോ എന്ന് വ്യക്തതയോടെ മനസ്സിലാക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ കാര്യങ്ങൾ ഡേ ബൈ ഡേ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ മനസ്സിലാവും. കാരണം ഇതൊരു പക്ക കൃഷിയാണ്. പക്ക കൃഷി അടക്ക കൃഷി പോലത്തെ കൃഷിയല്ല. പക്ക എന്ന് പറഞ്ഞാൽ സോളിഡ് എന്നതിൻ്റെ അർത്ഥം. ഓക്കെ, സോളിഡ് ആയിട്ട് ഇതൊരു കൃഷിയാണ് സ്പിരിച്വലി. ഇതുകൊണ്ടാണ് വയലും വിതയൊക്കെ കർത്താവ് യേശു പറയുന്നത്. ദൈവപുത്രൻ വിതച്ചു, അത് രാജ്യത്തിന്റെ പുത്രന്മാർ. മനുഷ്യർ ഉറങ്ങിയപ്പോൾ ദുഷ്ടൻ വന്ന്, പിശാചു വന്ന് കള വിതച്ചു. കള ദുഷ്ടന്റെ പുത്രന്മാർ. പിന്നെ അത് വളർന്നു കയറുന്ന രംഗങ്ങൾ. കള പറിച്ചു കൂട്ടിക്കോട്ടേന്ന്, അതായത് പിശാചിന് മക്കളുണ്ടെന്ന്, കള പറിച്ചു കൂട്ടിക്കോട്ടേന്ന് ശിഷ്യന്മാർ ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ യേശുക്രിസ്തു പറയുക, പറിക്കേണ്ട, അവിടെ നിന്നോട്ട്, കൊയ്ത്ത് വരെ അവിടെ നിന്നോട്ട്. കൊയ്ത്ത് കാലത്ത് ആദ്യം കള പറിച്ച് തീയിലിട്ട് ചുട്ടുകളയാം, പിന്നെ നല്ലത് ഗോതമ്പ് കളപ്പുരയിൽ സൂക്ഷിക്കുക. ഇതൊക്കെ ഇതിന്റെ ഭാഗങ്ങളാണ്. ഇതെല്ലാം കൃഷിയാണ്. അടക്ക കൃഷിയല്ല, പക്ക കൃഷിയാണ്. സ്പിരിച്വൽ ഫാമിംഗ് ആണ്. അതുകൊണ്ടാണ് നാം ദൈവത്തിന്റെ നടുതലകൾ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പൊ ഇത് വളരണം, വളരുമാറാക്കുന്നത് ദൈവമാണ്. അപ്പൊ വളരണമെങ്കിൽ എന്ത് വേണം? 1 പത്രോസ് 2 വാക്യം വായിച്ച്. 1 പത്രോസ് 2 വാക്യങ്ങൾ. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ശ്രദ്ധിച്ച മക്കളെ, അപ്പോ രക്ഷിക്കപ്പെട്ടവരോട് പറയാണ്, രക്ഷയ്ക്കായി എന്ത് വേണം? വളരണം. രക്ഷിക്കപ്പെട്ടവർ രക്ഷയ്ക്കായി വളരണം. രക്ഷയ്ക്കായി വളരുവാൻ എന്ത് ചെയ്യണം? വചനമെന്ന മായമില്ലാത്ത പാൽ. മായമുള്ള പാൽ കുടിച്ചാൽ വളരൂല. മനുഷ്യ ഇഷ്ടം ചേർത്ത് കലക്കി കൊടുക്കുന്ന വചനമാണ് മായമുള്ളത്. ഈ ദൈവത്തിന്റെ ഇഷ്ടത്തോടു കൂടി മനുഷ്യ ഇഷ്ടവും കൂടെ
ചേർത്ത് കലക്കി കൊടുക്കും. മായമുള്ളത് കുടിച്ചാൽ വളരില്ല. മായമില്ലാത്ത പാല് കുടിപ്പാൻ വാഞ്ച വേണം. ഒന്ന്, ദൈവിഷ്ടം ചെയ്യാനുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാകണം. രണ്ട്, മായമില്ലാത്ത വചനം കുടിക്കണം. അപ്പോൾ വളരണമെങ്കിൽ മായമില്ലാത്ത വചനം കുടിക്കണം. ഈ മായമില്ലാത്ത വചനം എവിടെ നിന്ന് കിട്ടും? എവിടെ? മിൽമെന്നാ. ബൈബിളൊക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ സുഖമായിട്ട് വളരേണ്ടതായിരുന്നു. എന്തോരം ബൈബിളാ അല്ലേ? എന്തോരം ബൈബിള്. ആളുടെ ബൈബിള് കൂടിയിട്ട് ഞാൻ നോക്കുമ്പോൾ മീറ്റിംഗ് കഴിയുമ്പോൾ ഇവിടെ അവിടെയൊക്കെ ബൈബിൾ കിടക്കണതാണ്. ബൈബിള് കൂടിപ്പോയി. പിന്നെ അത് പോയാലും പിന്നെ ആരും അന്വേഷിച്ചൊന്നും വരുന്നില്ല. ഒരു 500 രൂപയ്ക്കാണ് പോയെങ്കിൽ ആൾ തിരിച്ച് വരും അന്വേഷിച്ച്. പിന്നെ ബൈബിള് പോയാലും ആളുകൾ അന്വേഷിച്ചൊന്നും വരാറില്ല. അപ്പോൾ ശ്രദ്ധിച്ചേ, ഈ ബൈബിള് കയ്യിലിരുന്നാലും ഇത് വായിച്ചു കഴിഞ്ഞാൽ കുറെ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ഉണ്ടെന്നതിൽ. പിന്നെ രണ്ടാമത്, നമ്മുടെ ഈ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇത് ആത്മീയ റൈറ്റിങ്സാണ്. ജഡികമായി വായിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാകാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ ദൈവാത്മാവ് നമുക്ക് കാര്യം വെളിപ്പെടുത്തി തരണം. അപ്പോൾ മായമില്ലാത്ത പാലെന്ന് പറയുന്നത്, ദാ ഒരു ഭൗതികമായിട്ടൊരു കുഞ്ഞിനെ എടുക്കുക. ഒരമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. നമുക്ക് പുറത്ത് ലാക്ടജൻ ഉണ്ട്, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ, അതൊക്കെ മേടിച്ച് കുഞ്ഞിന് കൊടുക്കാം. പക്ഷേ പലപ്പോഴും കേൾക്കാം ഇങ്ങനെയുള്ളതിനൊക്കെ മായം ഉണ്ടെന്ന്. പക്ഷെ മായമില്ലാത്ത പാൽ ഒരിടത്ത് സ്ഥലത്തുണ്ട്. അതെവിടെയാ? മായമില്ലാത്ത പാൽ ഒരിടത്തുണ്ട്. എവിടെയായിരിക്കും? എന്താ പറയുക? ഇവർക്കറിയത്തില്ലെന്ന് തോന്നുന്നത്. അത് ഇവരോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. ആ അമ്മയുടെ സ്തനത്തിൽ ദൈവം മായമില്ലാത്ത പാല് കൊടുത്തിട്ടുണ്ട്. അത് പുറത്തുനിന്ന് വരുന്ന പാലല്ല, മിൽമേന്ന് വരുന്നത്, ലാക്ടജനിൽ കലക്കിയതുമല്ല, അമ്മയുടെ സ്തനത്തിൽ ദൈവം കൊടുത്ത പാല. ഇതിൽ യാതൊരു മായോ ഇല്ല. ഉള്ളിൽ നിന്ന് വരുന്ന പാല്. ഒന്ന് പറഞ്ഞേ, ഉള്ളിൽ നിന്ന് വരുന്ന പാല്. ഇതേപോലെ നമ്മളുടെ അപ്പനും അമ്മയുമായ ദൈവം നമ്മളുടെ അകത്ത് വസിക്കാൻ തുടങ്ങി. അകത്ത് വസിക്കുന്ന ദൈവം അകത്തുനിന്ന് വചനം തള്ളിത്തരും നമുക്ക്. അതിനൊരു അക്ഷരവും വേണ്ട, ബൈബിളും വേണ്ട. മനസ്സിലായോ? ഇതിന്റെ പേരാണ് ഉൾനട്ട വചനം. ഉള്ളിൽ നട്ടിരിക്കുന്ന വചനം. ഇതാണ് തിരിച്ചറിയുന്നത്. ഈ വചനം കുടിച്ചാൽ സൂപ്പറായിട്ട് കയറിങ്ങ് പോരും. മനസ്സിലായോ? അക്ഷരത്തിലെ വചനമല്ല, അക്ഷരത്തിലെ വചനത്തിലൂടെ അത് ഉറപ്പിക്കാം നമുക്ക്. അതൊക്കെ നമ്മൾ ഹൃദയത്തിൽ സംഗ്രഹിക്കണം വായിച്ച്. അങ്ങനെ അക്ഷരത്തിലെ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വചനം വരുന്നത് നമുക്ക് മനസ്സിലാകും. ഉള്ളിൽ നിന്ന് വചനം വരുന്നത് നമുക്ക് മനസ്സിലാകും. ആ വചനം കഴിച്ചാൽ നമ്മൾ വളരും, നമ്മൾ രക്ഷപ്പെടും. യാക്കോബ് 1:21 ഞാൻ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത അപ്പുറം വചനത്തിലുണ്ടാവും. അവിടെ എഴുതിയിരിക്കുകയാണ്, നിങ്ങളുടെ ദേഹികളെ രക്ഷിക്കാൻ കഴിവുള്ള ഉൾനട്ട വചനം നിങ്ങളുടെ ഉള്ളിൽ നട്ടിട്ടുണ്ട്. ഇപ്പൊ ഷിബുവിന്റെ ഉള്ളിൽ കുറെ വചനം നട്ടുവെച്ചിട്ടുണ്ട്. ആ ഉൾനട്ട വചനം കൈക്കൊണ്ടാൽ ഷിബു വളരും, അർണോൾഡ് വളരും, ഓരോ സഹോദരങ്ങളും വളരും. ഉൾനട്ട വചനം കൈക്കൊള്ളണം. അത് ആളുകൾക്ക് അറിയത്തില്ല ഇങ്ങനെ സംഭവം ഉണ്ടെന്ന്. ദൈവരാജ്യ മൊഴികളിലാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം അത് മൊത്തം ആത്മലോക. നമ്മൾ ചിന്തിക്കണ എല്ലാം ഭൗതിക ലോക. ഭൗതിക ലോകം ഇപ്പൊ തകർന്നേ പോവും. വായിച്ചേ, യാക്കോബ് 1:21. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ദേഹിയെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. കേട്ടോ? നിങ്ങളുടെ ദേഹികളെ, ആത്മാവെന്ന മലയാളത്തിൽ തെറ്റാണ്. ആത്മാവല്ല, സോളാണ്. സോൾസ്. ആത്മാവ് വേറെയാ. ആത്മാവ് ഓൾറെഡി നിങ്ങൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി സോളാണ് രക്ഷിക്കപ്പെടേണ്ടേ. സോളാണ് മനുഷ്യൻ. ഇവിടെ പറയാണ് അതാണ് പ്രാണൻ. നിങ്ങളുടെ ദേഹികളെ രക്ഷിക്കാൻ കഴിവുള്ള ശക്തിയുള്ളതും നട്ടതുമായ വചനം. ഉൾനട്ടതായ വചനം. എവിടെ നട്ടിരിക്കണേ? ഉള്ളിലാ നട്ടിരിക്കണേ. ഉള്ളിലാ നട്ടിരിക്കണേ. ഇത് ദൈവം നട്ടുവച്ചിരിക്കുക. ആ വചന സൗമ്യതയോടെ കൈക്കൊള്ളണം. ശ്രദ്ധിച്ചേ, ഇവിടെ തേങ്ങ ഉണ്ടായിരുന്നല്ലോ. ഇതുണ്ടോ തേങ്ങ? ഈ തേങ്ങ
തേങ്ങയെ രക്ഷിക്കാനുള്ള പണി ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി വെച്ചിട്ടുണ്ട് ദൈവം. പക്ഷെ ഇത് തിരിച്ചറിയാൻ തേങ്ങയ്ക്ക് അറിഞ്ഞുകൂടാ. ഇത് നമ്മൾ തിരിഞ്ഞ് ഇതിനെ ഉപയോഗിക്കണം. ഇത് കൊച്ചുമ്പോ കിടന്നു കഴിഞ്ഞാൽ കുറച്ചാൾ കിടന്ന് ഒരു ഉണങ്ങി കൊപ്രയായി കെട്ടുപോകും. പക്ഷേ ദൈവം ഇതിനെ നിത്യം ജീവിക്കാനുള്ളൊരു വഴി ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ചിലതൊക്കെ നട്ടുവെച്ചിട്ടുണ്ട്. മനസ്സിലായോ? അതിനെ പുറത്തെടുത്താൽ ഇത് നിത്യം ജീവിക്കും. ഉണ്ടോ? ചെറിയൊരു സ്പ്രോട്ട് വന്നുണ്ടോ? ഇത് പുറത്തെടുത്താൽ നിത്യം ജീവിക്കും. ഇതിപ്പോ കെട്ടുപോയി, ഇത് തളർന്നു. കാരണം ഇത് ഇതിൻ്റെ ഉള്ളി കിടന്ന് കെട്ടുപോയതാണ്. അപ്പൊ ഇതുപോലെ തന്നെ ഉൾനട്ട വചനം ഒരു പരിധി കഴിഞ്ഞാൽ നമ്മളുടെ ശരീരം ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ല. അപ്പോൾ ഓരോന്നിൻ്റെ ഉള്ളിലും ഓരോ കാര്യങ്ങൾ ദൈവം വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പ്രോപ്പറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞു, പ്രോപ്പറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ജീവൻ പുറത്തിറങ്ങും. ദാ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ജീവൻ പുറത്തിറങ്ങി. മനസ്സിലായേ? ദൈവം ഇത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുക, ദൈവം ഉള്ളിൽ സൂക്ഷിച്ചതാ. അപ്പോൾ ഇതിനെ നിത്യം രക്ഷിച്ചെടുക്കാൻ വേണ്ടിയുള്ളതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ ദൈവം സൂക്ഷിച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഓരോരുത്തരെയും നിത്യമായി ജീവിക്കാനുള്ളത് നമ്മുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് പറഞ്ഞത്, ഉൾനട്ട വചന സൗമ്യതയോടെ കൈക്കൊള്ളണം. കൈക്കൊള്ളില്ലെങ്കിൽ കൈക്കൊള്ളില്ല, ഇരുന്നിരുന്ന് കെട്ടുപോകും, തീർന്നുപോയി. ഈ ഉള്ള സമയം ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകണം. ചത്താൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവൻ പുറത്തേക്ക് ഇറങ്ങും. അങ്ങനെ ഇത് ജീവൻ ഇത് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 7-8 വർഷം കൊണ്ട് ഇതൊരു തെങ്ങായി മാറും. 7-8 വർഷം കൊണ്ട് ഒരു തെങ്ങായി മാറും. തെങ്ങായി മാറിയാൽ അതിൽ ധാരാളം തേങ്ങകൾ ഉണ്ടാകും. മനസ്സിലാകുന്നുണ്ടോ? ആ തേങ്ങകളുടെ ഉള്ളിലെല്ലാം ജീവനുണ്ട്. ആ തേങ്ങകൾ വീണ്ടും പാകിയാലോ വീണ്ടും ഇതേപോലെ തെങ്ങുകൾ ഉണ്ടാകും, തേങ്ങ ഉണ്ടാകും. ആ സൈക്കിൾ റിപ്പീറ്റ് ചെയ്താലോ ഒരു തെങ്ങിന്റെ ഫോറസ്റ്റ് തന്നെ ആയി മാറും, ഇല്ലേ? അപ്പോൾ ഉണ്ടോ, ഇതിൽ കെട്ടുപോകാമായിരുന്നു. പക്ഷേ ഇവിടെ നിത്യം ജീവിക്കാനുള്ളൊരു മാർഗം ദൈവം ഇതിൻ്റെ ഉള്ളിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതേപോലെ നമ്മുടെ ഉള്ളിലൊക്കെ നിത്യം ജീവിക്കാനുള്ള ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഇത് തിരിച്ചറിയുക. നമ്മുടെ ഭാവി പുറത്തുനിന്നല്ല വരുന്നത്, നമ്മുടെ ഭാവി നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. നമ്മളുടെ ഭാവി, നമ്മളുടെ ഫ്യൂച്ചർ പുറത്തുനിന്ന് ബാങ്കിൽ നിന്നല്ല, സ്കൂളിൽ നിന്നല്ല വരുന്നത്. നമ്മളുടെ ഭാവി ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കിയേ, ഈ തെങ്ങ് നോക്കിയേ, ഇതിന്റെ ഭാവി ദൈവം എവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇതിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റ് ചെയ്തായിരുന്നു. ഇത് വളർന്നു പൊങ്ങിയാൽ മതി, ഇതിന്റെ ഭാവിയായത് നിത്യമായ ഭാവിയായി. പിടുത്തം കിട്ടിയോ? അല്ല എങ്കിൽ ഈ തേങ്ങ എടുത്ത് പണ്ട് ഞാൻ SRV സ്കൂളിൽ എക്സിബിഷന് പോകുമായിരുന്നു. അപ്പോൾ അവരവിടെ ചെയ്ത് കാണിച്ച എക്സിബിഷനാണ്. അപ്പോൾ ഇങ്ങനെ തേങ്ങ എടുത്തിട്ട് തേങ്ങയെ പോലീസുകാരനാക്കും, പോലീസുകാരനായി ഡിസൈൻ ചെയ്യും, എന്നിട്ട് പോലീസ് പൈസ കൊടുത്ത് തൊപ്പിച്ച്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഈ ശരീരത്തിൽ നിന്ന് പലരും ആക്കി മാറ്റാം. ഇല്ല, അത് കെട്ടുപോകും. പകരം ഉള്ളിലുള്ളത് പുറത്തിറക്കാൻ കഴിഞ്ഞാൽ നമ്മൾ നിത്യം ജീവിക്കും. ഉൾനട്ട വചനം സൗമ്യതയോടെ. അപ്പോൾ ഈ വിത്തിന്റെ ഉള്ളിൽ നട്ടിരിക്കുന്നത് ഇതൊരു തെങ്ങാകാനായിരുന്നു. ഇരക്കയുടെ വിത്താണെങ്കിലോ അതിൻ്റെ ഉള്ളിൽ ദൈവം ഒരുക്കിയത് അടക്കാൻ വരിക. ഇതേപോലെ തന്നെ ഇതാ ജീവന്റെ ഉള്ളിൽ ഷിബുവിന്റെ ഉള്ളിൽ ഒരുക്കിയിരിക്കുന്നത്, ഷിബുവിൻ ഹരിയുടെ ഉള്ളിൽ ഒരുക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ഭൂമിയിൽ ചെയ്യാൻ വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്, വ്യത്യസ്തമാണ്. പക്ഷെ ഹെവൻലി കോളിങ്ങിൽ ദൈവപുത്രനായിട്ട് തീരാനാണ്. അപ്പൊ ഇത് നമ്മൾ വളരെ വ്യക്തതയോടെ തിരിച്ചറിയാം. 2 കോളിംഗ് ആണ് ഉള്ളത്. ഒന്ന് എർത്തലി കോളിംഗ്, എർത്ത് ടെമ്പററിയാ, കുറെ തീരും. എന്നാൽ ഹെവൻലി കോളിംഗ് അത് ഒരിക്കലും അവസാനിക്കുന്നില്ല. അത് ദൈവപുത്രനായ ക്രിസ്തുവെ പോലെ ആയി തീരാനുള്ളതാണ്. അതിന്റെ പേരാണ് ബൈബിളിൽ ഹൈ കോളിംഗ് എന്ന് പറയും. ബാക്കിയുള്ളതൊക്കെ ലോ കോളിംഗ്. അപ്പസ്തോലൻ, പാസ്റ്റർ, സുവിശേഷകൻ, പ്രവാചകൻ, ടീച്ചർ, ഇതൊക്കെ ലോ കോളിംഗാണ്. എന്നാൽ അതൊക്കെ ഭൂമിയിലെ കോളിംഗാണ്. എന്നാൽ ഹൈ കോളിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഭൂമിയിലെ കോളിംഗ് അല്ല, സ്വർഗത്തിലെ കോളിംഗ്. ആ സ്വർഗത്തിലെ കോളിംഗ് ആണ് ഞാൻ നിങ്ങൾ ക്രിസ്തുവെ പോലെ ആയി തീരാൻ, ദൈവപുത്രനായി തീരുവാൻ. ദാസനല്ല, ദൈവപുത്രനായി തീരുവാൻ നമ്മൾ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഫിലിപ്പിൽ ലേഖനം 3:15-14 ഇങ്ങനെ പറയുന്നത്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി ക്രിസ്തയേശുവിൽ ദൈവത്തിന്റെ എന്ത് വിളി പരമ, ഇംഗ്ലീഷ് പറഞ്ഞ ഹൈ കോളിംഗ്, ഉയർന്ന വിളി. അതിനുവേണ്ടി ലാക്കിലേക്ക്, മനസ്സിലായോ? മുകളിലേക്ക് ഒരു കയറ്റോ, ഇങ്ങോട്ട് കയറ്റോ, പ്രയാസം
കയറാൻ പ്രയാസമാണ്. ലാക്കിലേക്ക് ഞാൻ ഓടുകയാണ്. ദൈവത്തിന്റെ പരമവിളി. ആ വിളി എന്ന് പറയുന്നത് അപ്പസ്തോലന്റെ വിളിയല്ല, പ്രവാചകന്റെ വിളിയല്ല, സുവിശേഷന്റെ വിളിയല്ല, ഇടയന്റെയും ടീച്ചറിന്റെയും വിളിയല്ല. അതൊക്കെ ബാക്കി ഈ 5 വിളിയും ദാസന്റെ വിളിയാ, ഭൂമിയിലുള്ളതാ. അത് ഇതാ ഞാനിപ്പോ ചെയ്യുന്നത് ഒരു ദാസന്റെ വിളിയാ ചെയ്തേ. പക്ഷെ എൻ്റെ ഉള്ളിലൊന്നുണ്ട്, ഉൾനട്ട വചനത്തിലൂടെ ഒരു വിളിയുണ്ട്. അത് ദൈവപുത്രനായ ക്രിസ്തുവിന്റെ സഹോദരനായി തീരാൻ, ദൈവത്തിന്റെ മകനായി തീരാനുള്ള വിളിയാ. അത് ദൈവ കുടുംബത്തിലേക്കുള്ള വിളിയാ. അത് ഉയർന്ന വിളിയാ. മനസ്സിലായോ? ഇവിടെ ഓൾറെഡി അപ്പസ്തോലനായ പൗലോസാണ് പറയുന്നത്, പൗലോസേ ഇപ്പൊ ഇനിയും വലിയ സ്ഥാനമൊന്നും ഇല്ലല്ലോ, ഇത്രയല്ലേ ഉള്ളൂ. ഇല്ലില്ല, ഇനിയും വലിയ സ്ഥാനമുണ്ട്. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനാണോ എന്നേക്കും നീ വീട്ടിൽ വസിക്കും. അതുകൊണ്ട് ആ പുത്രന്റെ വിളിയാണ് ജയിക്കുന്നവൻ ദൈവത്തിന്റെ പുത്രൻ, ദൈവത്തിന്റെ മകൻ. ആ ഒരു വിളിയിലേക്ക് ഞാൻ ഇതാ ഓടുകയാണ്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ഭാഗം ജനത്തിന് അറിയത്തില്ല. അപ്പോൾ ജനത്തിന് ഇതിന്റെ ടെക്നിക്കൽ സൈഡ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇതാ 1-ാം ദിവസം നിങ്ങൾ പലരും നേരത്തെ വീണ്ടും ജനിച്ചവരുണ്ടാകാം. പക്ഷേ ഒരുപക്ഷെ നിങ്ങളുടെ വീണ്ടും ജന്മം എന്ന് പറയുന്നത് എങ്ങനെയാണ്, റൈറ്റ് ആണോ അല്ലേ എന്നുള്ളത് അവനവൻ തന്നെ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ വീണ്ടും ജന്മം റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ജീവജല നദി ഒഴുകും. അതാണ് യേശു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നതിന് ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദി ഒഴുകും എന്ന് പറയുന്ന തലം അവനവൻ തന്നെ ചെക്ക് ചെയ്യുക. അതുകൊണ്ടാണ് ആദ്യത്തെ ദിവസം യേശു കർത്താവിനെ രക്ഷകനും നാഥനുമായി ഏറ്റെടുക്കാൻ തക്കവണ്ണം നിങ്ങൾക്ക് ഇവിടെ ഒരു അനൗൺസ്മെന്റ് തന്നതും പ്രാർത്ഥന ഏറ്റു പറയാൻ പറഞ്ഞതും. അത് നിങ്ങൾ ആത്മാർത്ഥതയോടാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ വീണ്ടും ജന്മം നടന്നിട്ടുണ്ട്. നടക്കാതെ ബാക്കി എന്നാ കോപ്രായം കാണിച്ചിട്ട് ഒരു കാര്യം ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് പുരുഷന്റെ ബീജം സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ വീണ അണ്ടവുമായി കൂടി ഭ്രൂണമാകാതെ ബാക്കി കൂട്ടുകാരത്തിലൊക്കെ ഗർഭിണികളായി ഞാനും അതുപോലെ തന്നെ നിൽക്കുന്നു ഒരു കാര്യമില്ല, ഒരു ജീവനും അകത്തുണ്ടാകത്തില്ല. അത് റൈറ്റായിട്ട് ആ പ്രഗ്നൻസി നടക്കണം. റൈറ്റായിട്ട് ആ കൺസെപ്ഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഈ വളർച്ചയൊന്നും ഉണ്ടാകത്തില്ല. നമുക്ക് ചർച്ചിൽ നിൽക്കാം, ഒരു ക്ലബിൽ നിൽക്കണ പോലെ എല്ലാവരും ഇങ്ങനെ വീണ്ടും ജനിച്ച കൂട്ടമാണ്, ഞാനും കൂട്ടത്തിൽ. കാരണം ഉള്ളിൽ വളരത്തില്ല, ഒന്നും വളരില്ല. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വളരണം. അപ്പൊ ഈ വളർച്ച നടക്കണം. അപ്പോ ആദ്യം നിങ്ങൾ വീണ്ടും ജനിച്ചവരാണോ എന്ന്, സാക്ഷാത് ക്രിസ്തുവിനാൽ വീണ്ടും ജനിച്ചവരാണോ എന്ന് അവനവനെ തന്നെ ചെക്ക് ചെയ്യുക. അല്ല എങ്കിൽ ഇതാ പല കേന്ദ്രത്തിലും പോണ പോലെ കുറച്ച് ദിവസം ഒരു സുഖമൊക്കെ തോന്നി കുറച്ച് വചനമൊക്കെ കേട്ടപ്പോ എന്ന് പറഞ്ഞ് പോകാന്നല്ലാതെ കാര്യമില്ല. പകരം ഇവിടെ നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചവരായി തീരണം. മാത്രമല്ല ആഗ്രഹിക്കുന്ന ആ ഫലവും കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഈ സംഭവം ഇനി ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, ഇനി ഞാൻ ജീവിക്കുന്നത് എൻ്റെ ഉടമസ്ഥന് വേണ്ടിയാണ്, എൻ്റെ സൃഷ്ടാവിന് വേണ്ടി. തീരുമാനം നമ്മുടെ ഉള്ളിൽ എടുത്തെങ്കിൽ മാത്രമേ ബാക്കി, അല്ലെങ്കിൽ കുറേ നാള്, ചിലപ്പോൾ ചിലർ 10-20 വർഷമൊക്കെ ഇങ്ങനെ മീറ്റിംഗ് കൂടി 20 വർഷം 25-ാമത്തെ വർഷമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇതിൽ. മനസ്സിലായോ? ചിലപ്പോൾ കായും കാലും ഓടിച്ച് എവിടെയെങ്കിലും കുറെ നാൾ കിടന്നു കഴിയുമ്പോൾ സ്വന്തം ആഗ്രഹമൊക്കെ പോയി, ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല, പിടിക്കാൻ ആരുമില്ല. അപ്പൊ ചിന്തിക്കേണ്ട, ദൈവമേ എന്നെ ഒന്ന് എഴുന്നേപ്പിച്ച് നടത്തിയാൽ ഇനി ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിച്ചോളാം. ചിലരൊക്കെ അങ്ങനെ ആ സമയത്ത് എടുക്കുകയുള്ളൂ തീരുമാനം. പക്ഷെ അതിലേക്കൊന്നും വരണ്ട. ഇപ്പോഴേ ഞാൻ ഇനി ജീവിക്കണമെങ്കിൽ എൻ്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കും. കാരണം അത് നമ്മളൊരു ഫേവർ ചെയ്യുന്നൊന്നുമല്ല മക്കളെ, ആ ഒരു ഫേവർ ചെയ്യുന്നൊന്നുമല്ല. നിങ്ങൾ ഒരു കാര്യം ഉണ്ടാക്കിയാൽ അത് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? ദൈവം നമ്മളെ ഉണ്ടാക്കിയിട്ട് നമ്മളെ കൊണ്ട് ദൈവത്തിന് ഒരു പ്രയോജനമില്ലെങ്കിൽ എന്താ കാര്യമുള്ളത്? മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെ പല അമ്മമാരും കൊച്ചുങ്ങളെ വഴക്ക് പറഞ്ഞ് ഇതും പറഞ്ഞോണ്ടല്ലേ ഇല്ലേ? എടാ നിന്നെയൊക്കെ വളർത്തിയ സമയത്ത്, ചിലർ പറയും നിന്നെയൊക്കെ ഉണ്ടാക്കിയ സമയത്തുണ്ടല്ല, കുറച്ച് വാഴ വെച്ചിരുന്നെങ്കിൽ അതിന് കൊലയെങ്കിൽ കഴിക്കാമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ അമ്മയല്ല ഉണ്ടാക്കിയത്, പിന്നെ അമ്മ ക്രെഡിറ്റ് എടുത്തെടുക്കുക. അപ്പനും അല്ല ഉണ്ടാക്കിയത്. സ്വർഗത്തിലെ ദൈവം ഈ അപ്പനെയും അമ്മയും ഉപയോഗിച്ച് തൻ്റെ 2 ഇൻസ്ട്രുമെന്റുകളാ ഇവർ ഉപയോഗിച്ച കുഞ്ഞിനെ ജനിപ്പിച്ചതാ. അപ്പൊ അങ്ങനെയെങ്കിൽ ദൈവം എത്രയധികം പറയണം? ഇതിപ്പോ ഉണ്ടാക്കി പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഓടുകയാണ്, എല്ലാം തെറ്റിക്കിടക്കുക. അപ്പൊ ഇതൊക്കെ റെഡിയാക്കി കൊണ്ടുവരണം. അപ്പൊ ആദ്യം വേണ്ട മനോഭാവം, ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ സൃഷ്ടാവിൻ്റെ, എൻ്റെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ ഇന്നു മുതൽ ഞാൻ തീരുമാനിക്കുന്നു എന്നുള്ള റൈറ്റ് PH. ഇത് റൈറ്റ് ആണെങ്കിൽ ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക് റൈറ്റായി വരും. മനസ്സിലായോ? നമുക്കിപ്പോൾ ഒരു തീരുമാനം എടുക്കും, പക്ഷെ തീരുമാനം അത് പ്രാക്ടിക്കലിലൂടെ ദൈവം നമ്മളെ കൊണ്ട് തെളിയിപ്പിക്കും. അതായത് പരീക്ഷകളിലൂടെ തെളിയുമ്പോഴാണ് ജയിക്കുന്നവന് ഇത് അവകാശമായി കിട്ടുന്നത്.
അപ്പോൾ ഇവിടെ ഇനി നമ്മളുടെ ഈ രണ്ട് ജീവിതം തമ്മിലൊന്ന് നമ്മൾ കണക്ട് ചെയ്യാൻ പോവാ. നേരത്തെ കണ്ടു പ്ലാന്റേഷൻ എങ്ങനെയാണ് നമ്മൾ കണ്ടു, ഓർക്കുന്നുണ്ടോ? നടുതൈയുടെ രൂപം എങ്ങനെയായിരുന്നു? രാവിലത്തെ ശുശ്രൂഷയിൽ നിങ്ങളെ കാണിച്ചല്ലോ. നാം ദൈവത്തിന്റെ നടുതലകളാ. എങ്ങനെയായിരുന്നു നടുതലയുടെ രൂപം? നടുതലയ്ക്ക് വേരില്ലെന്നോ? വേരുണ്ട്. ഇപ്പോഴത്തെ തലയ്ക്കാ വേരില്ലാത്ത, ഈ ഇരിക്കുന്നതിനാ വേരില്ലാത്ത. നടുതലയ്ക്ക് വേരുണ്ട്. Oh Lord, I love you. Thank you. Lord, I love you. Father, we thank you, give you glory. നമ്മളെന്ന് പറയുന്നത് പാപം ചെയ്തപ്പോ ഇതാണ് നമ്മൾ ആദം. ഈ ചെടിയാണ് ആദം. ഇതിന് വേരുണ്ട്, ദൈവമായിട്ട് ബന്ധമുണ്ട്. ദൈവമാണ് എല്ലാം വളമൊക്കെ കൊടുത്തേ. ഉൽപ്പത്തി 2:17 പറയുന്നു, നന്മ തിന്മകളെ കുറിച്ച് അതിന് വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ നീ മരിക്കും. പിശാചി ഒന്ന് ഹൗവയെ ചതിച്ചു, ഓഫർ കൊടുത്ത് ചതിച്ചു. ഹൗവ ഒന്ന് ആദത്തെ മയക്കി. അങ്ങനെ ഇതാ ആ കൽപ്പന ലംഘിച്ചു. അതോടെ മരണം എന്ന് വെച്ചാൽ സെപ്പറേഷൻ എന്നർത്ഥം. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് കട്ടായി. വേരില്ല. തല പോയി. തലയുമായിട്ടുള്ള കണക്ഷൻ, തലയുമായുള്ള കണക്ഷൻ പോയി. തലയുമായ കണക്ഷൻ പോയാൽ കഴിഞ്ഞു പരിപാടി. പിന്നെ അത് വാടിപ്പോവും. ഇതായിരുന്നു ഇന്നത്തെ മനുഷ്യൻ. ഇന്നത്തെ മനുഷ്യൻ മുഴുവൻ വാടിപ്പോവുക. ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ശവപ്പെട്ടിയും സെമിത്തേരിയും ഒക്കെ വേണ്ടി വരുന്നത്. ആ വാടിയതുകൊണ്ട് കുഴിച്ചിടാനായിട്ട് എല്ലാം വാടിപ്പോവുക. ദൈവരാജ്യത്തിൽ മരണമില്ല, ലോകത്തിലെ മരണമുള്ളൂ. ഏക മനുഷ്യന്റെ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അങ്ങനെ എല്ലാവരിലേക്കും മരണം വ്യാപരിച്ചു. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഇവർക്ക് ബോധവുമില്ല, സുബോധവുമില്ല. ഇവർക്ക് ഇരുട്ടിലിരിക്കണേ. അപ്പൊ ഇരുട്ടിലിരിക്കുന്നവർക്ക് പ്രകാശം കൊടുക്കാൻ സ്വർഗത്തിൽ തന്റെ പുത്രനെ അയക്കുക. നീ എന്തിനാന്നുള്ള ബോധം കൂടെ ആദ്യം ഉണ്ടാകടാന്ന് പറയണേ. നീ എന്തിനാണ് നീ അറിയേ? നിന്ന് കൺസ്യൂം ചെയ്ത് മുടിഞ്ഞു പോകാനല്ല നീ. പകരം നീ ഒരു കോൺട്രിബ്യൂട്ടർ ആയി തീരണം, കൊടുക്കുന്നവനായി തീരണം. കഴിച്ച് തീർക്കുകയല്ല വേണ്ട, കൊടുക്കുന്നവനായി നീ തീരണം. നീ എവിടെയെങ്കിലും ചെന്നാൽ സ്വർഗത്തിന്റെ വാതിലായിട്ട് നീ ഭൂമിയിൽ മാറണം. ഒരു ദൈവവാതിൽ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ വാതിലാ ഭൂമിയിൽ. അതായിരുന്നു യേശു. തന്നെ കാണുന്നവൻ സ്വർഗത്തിൽ തന്റെ പിതാവിനെ കാണും, തന്റെ പിതാവിന്റെ ചിന്തകൾ അറിയും, പിതാവിന്റെ ജീവൻ പ്രാപിക്കും. ഈ ഒരു തലത്തിലേക്ക് മാറും. അങ്ങനെ ഇത് അധികം നേരം ഇവിടെ നടക്കത്തില്ല. അന്തരീക്ഷം മാറിപ്പോയി. എങ്ങനെയെന്നറിയാമോ? എക്സാമ്പിൾ പറഞ്ഞുതരാം. കടലിൽ നിന്ന് ഒരു മത്സ്യത്തെ പിടിച്ച് നിങ്ങൾ കരയിലിട്ട് എന്ത് സംഭവിക്കും? അത് കുറച്ചേരം ഇങ്ങനെ ടക്ക് ഇങ്ങോട്ട് പടയ്ക്കും, പിന്നെ ഒന്ന് ഇങ്ങോട്ട് പടയ്ക്കും, പിന്നെ അങ്ങോട്ട് ടക്ക് ടക്ക് 2 പടം അങ്ങോട്ട്, പിന്നെ ഇങ്ങോട്ട് എന്നിട്ട് മരിച്ചു പോകും അല്ലേ? ഇതേപോലെ തന്നെയാണ് നമ്മൾ. ഏതെനിലായിരുന്നു നമ്മുടെ അന്തരീക്ഷം. ഏതെന്ന് പറഞ്ഞാൽ ഡിലൈറ്റ് എന്നാണ് അർത്ഥം. ദൈവത്തോടുള്ള ജീവിതമാണ് ഡിലൈറ്റ്. അവിടെ നമ്മൾ പുറത്താക്കപ്പെട്ടു. തുടർന്ന് സംഭവിക്കണമെന്നറിയാമോ? 2 ചാട്ടം ഇങ്ങോട്ട്, കുറച്ചാൾ ദുബായിൽ, പിന്നെ കുറച്ചാൾ ഓസ്ട്രേലിയയിൽ, കുറച്ചാൾ സിംഗപ്പൂർ, പിന്നെ തിരുവനന്തപുരത്ത്, പിന്നെ ശവപ്പെട്ടിയിൽ. അങ്ങനെ മാറി 2-3 ചാട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും 2 ചാട്ടം ചാടി ആള് മരിച്ചുപോയി. തീർന്നു, പരിപാടി കഴിഞ്ഞു. ഇതാണ് മനുഷ്യൻ. അപ്പോ ഇങ്ങനെ ഇരിക്കുന്ന മനുഷ്യൻ, അവന്റെ സോൾ നേരെ നിറയ്ക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന മനുഷ്യനെ, വാടിപ്പോകുന്ന ഈ മനുഷ്യനെ ദൈവം സൂക്ഷിച്ചതാണ് ന്യായപ്രമാണം എന്ന് കേട്ടു. ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി യേശുക്രിസ്തു വരുന്നതുവരെ ഇവനെ സൂക്ഷിക്കാനാണ്. അധികം പാപം ചെയ്ത് നശിച്ചു പോകരുത്, സൂക്ഷിക്കണം. അപ്പൊ യേശുക്രിസ്തു വന്നപ്പോൾ യേശുക്രിസ്തുവിലേക്ക് ഈ വേരില്ലാത്ത ശാഖയായി ഇവനെ ഒട്ടിക്കുകയാണ്. ആ ഒട്ടിച്ച രംഗം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ ഒട്ടിച്ച രംഗമാണ് നടുതല. അതുകൊണ്ട് വേരില്ലാത്തതല്ല നടുതല, വേരുള്ളതാണ് നടുതല. ഹല്ലേലൂയ. അതെടുത്താട്ടെ. താങ്ക് യു. വേരുള്ള മുന്തിരിവള്ളി, ഇതാണ് യേശു. ഇതാണ് യേശു പറഞ്ഞത്, ഞാൻ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാണ്. പിതാവാണ് എന്നെ നിലനിർത്തിയിരിക്കുന്നത്. ഇതാ നിങ്ങൾ എന്നിൽ
ഞാനുമായിട്ട് ഒന്നായാൽ, എന്നിൽ വസിപ്പിൻ എങ്കിൽ ഞാൻ നിങ്ങളിലും വസിക്കും. ഞാനുമായിട്ട് ഒന്നായാൽ നിങ്ങൾ വളരെയധികം ഫലം കായ്ക്കും. അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒട്ടുമാവ് കണ്ടിട്ടുണ്ടോ? അതിനു മുമ്പ് ആ ഒട്ടുമാവും ഒട്ടിക്കേണ്ട മാവ് രണ്ടായിരുന്നില്ലേ? അത് ഒട്ടിച്ച് ഒരു 2 മാസം 3 മാസം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? രണ്ടും കൂടി ഒന്നായില്ലേ? ഇതേപോലെ ക്രിസ്തുവും നമ്മളും കൂടി ഒന്നാകണം. ഇതാണ് നടുതല. ഒന്നാകണം. എങ്ങനെ? ക്രിസ്തുവും പിതാവുമായിട്ട് ഒന്നായിരിക്കുന്നത് പോലെ. അങ്ങനെ പിതാവും പുത്രനും പുത്രനിൽ പുത്രരും കൂടെ ഒന്നായി ഒരു കുടുംബമായി തീരും. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. ദൈവത്തിന്റെ പദ്ധതിയാണ് ദൈവ കുടുംബം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ യേശുക്രിസ്തുവിന്റെ കൂട്ടവകാശിയായിരിക്കണേ. കൂട്ടവകാശി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? കൂട്ടവകാശിച്ച ബ്രദർ, ഇതാണ് അർത്ഥം. അതുകൊണ്ട് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, യേശുക്രിസ്തു നമ്മളെ സഹോദരന്മാർന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. കാൽവരി ക്രൂശിലെ യാഗം കഴിഞ്ഞിട്ട് യേശുക്രിസ്തു നമ്മളെ സഹോദരന്മാർന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. പക്ഷെ ഒറ്റ പള്ളിയിൽ ഇത് വായിക്കത്തില്ല. ബൈബിളിൽ മാത്രം അത് മായാതെ കിടക്കുന്നുണ്ട്. മായ്ക്കാൻ എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അത് മാച്ചേനവര്. അപ്പോൾ വളരെ വ്യക്തതയോടെ ഈ കാര്യം മനസ്സിലാക്കുക. നമ്മൾ ദൈവത്തിന്റെ അവകാശികൾ, ക്രിസ്തുവിന്റെ അവകാശികളല്ല. ആദ്യം മനസ്സിലാക്കുക, നമ്മൾ ക്രിസ്തുവിന്റെ അവകാശികൾ അല്ല, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ്. ദൈവത്തിന്റെ അവകാശികൾ, അപ്പന്റെ അവകാശികൾ ക്രിസ്തുവിന്റെ കൂട്ടവകാശികളുമാണ്. തിരിച്ചറിയാം എത്ര വലിയ സ്ഥാനമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഇതുകൊണ്ടല്ലേ ബൈബിൾ പറയുന്നത്, കാൺമീന് എത്ര വലിയ സ്നേഹം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു, നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം. അപ്പൊ ഈ ഒരു തിരിച്ചറിവ് വേണം. അപ്പൊ ഇതാണ് നടുതല. മനസ്സിലായോ? ഇനി ഈ ഒരു PH നിങ്ങൾക്ക് വേണമെങ്കിൽ, യേശുവുമായിട്ട് ഒട്ടണമെങ്കിൽ ആദ്യം PH കറക്റ്റ് ആണ്. ഈ യേശുവിന്റെ PH എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യാനാണ് നിൽക്കുന്നത്. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി അയക്കുന്നതാണ് എൻ്റെ ആഹാരം. ഇതാണ് യേശുവിൻ്റെ PH ആറ്റിറ്റ്യൂഡ്. മനസ്സിലായോ? ഇനി നമ്മുടെ PH അതാണെങ്കിൽ മാത്രമേ നമുക്ക് ഒട്ടാൻ പറ്റൂ. നമ്മുടെ PH നമ്മുടെ സ്വന്തം ഇഷ്ടം ചെയ്യാനാണെങ്കിൽ നമ്മൾ ഒരിക്കലും യേശുവായിട്ട് ഒട്ടത്തില്ല. പകരം യേശുവിനെ സ്തുതിക്കാൻ പറഞ്ഞാൽ സ്തുതിക്കും. കാരണം അതിന് ആറ്റിറ്റ്യൂഡൊന്നും വേണ്ട. അത് പറഞ്ഞു തരുന്നത്, സ്തുതിച്ചാൽ നിനക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ, ആരാധിച്ചാൽ കിട്ടും. അപ്പൊ പിന്നെ ആരാധിക്കാതിരിക്കുമോ? അപ്പോൾ നമ്മൾ എല്ലാം ചെയ്യണത്, ഇതാ പലയിടത്തും പോയി റേഷൻ കടയിൽ ക്യൂ നിൽക്കണു. എന്തുകൊണ്ടാണ് ക്യൂ നിൽക്കണേ? കിട്ടുന്നത് കൊണ്ടല്ലേ. അപ്പോ കിട്ടുന്നതുകൊണ്ട് പലതും സഹിക്കാൻ നമ്മൾ തയ്യാറാകും. അപ്പോ ഇവിടെ യേശുവിൽ നിന്ന് കിട്ടുന്നത് താൽക്കാലികമായതും നിത്യമായതും രണ്ടുമാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. നിത്യമായത് സ്വർഗീയ പിതാവിനോടുകൂടെ ഒന്നാകാൻ യേശുവിലൂടെ നമ്മൾ സ്വർഗീയ പിതാവുമായിട്ട് ഒന്നായി തീരുകയാണ്. അപ്പോൾ അബൈഡ് ഇൻ മീ, എന്നിൽ വസിപ്പിൻ എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ മനോഭാവം ദൈവിഷ്ടം ചെയ്യാനാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ യേശുവിന്റെ പേരിൽ നിൽക്കും, യേശുവിൽ വസിക്കുന്നില്ല. ഹല്ലേലൂയ. അപ്പൊ രണ്ടു പേര് ഒരേ മനോഭാവം ഉണ്ടെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റും. പ്രവാചക പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, രണ്ടുപേർ ഒത്തിട്ടല്ലാതെ, ആമോസിന്റെ പുസ്തകത്തിലാണെന്ന് തോന്നുന്നു, ആമോസ് 3:3, രണ്ടുപേർ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാൻ പറ്റും. ഇപ്പൊ യേശു നമ്മളെ വിളിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഒരുമിച്ച് നടക്കാൻ. ആ ഗ്രീക്ക് വേർഡിന്റെ അർത്ഥം എന്ന് പറയുന്നത് ടു അക്കംപനി എന്നാണ് അതിന്റെ അർത്ഥം. ഒരുമിച്ച് നടക്കാം. യേശു 25 പ്രാവശ്യത്തിലധികം പറഞ്ഞെന്ന് പറഞ്ഞില്ലേ, എന്നെ അനുഗമിക്കുന്നത്. എന്താ യേശു പറഞ്ഞതെന്നറിയാമോ? നമുക്ക് ഒരുമിച്ച് നടക്കാം, ഒരുമിച്ച് നടക്കാം. അതിന്റെ അർത്ഥം ഫോളോ, ഒരുമിച്ച്. പക്ഷെ അത് വളരെ വിരളമാണ്. പകരം സ്തുതി എന്ന് പറഞ്ഞു കൊടുക്കണേ. ഹല്ലേലൂയ. രണ്ട് ആമോസ് 3:3 എടുത്തേക്ക്. ആമോസ് 3:3, രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? കണ്ടോ? അപ്പൊ നമ്മൾ ഒക്കാതെ യേശുവോട് ഒരുമിച്ച് നടക്കാൻ പറ്റത്തില്ല. യേശുവിന്റെ ഇഷ്ടം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാ വന്നേക്കണേ. അപ്പൊ നമ്മുടെ ഇഷ്ടം സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടമല്ല, നമ്മുടെ ഇഷ്ടമാണെങ്കിലോ യേശുവോട് ചേർന്ന് നടക്കാൻ നമുക്ക് പറ്റത്തില്ല. യേശുവോട് ചേർന്ന് നടക്കാൻ നമുക്ക് പറ്റത്തില്ല. ഇതാ പ്രിയ സഹോദരങ്ങളെ, ഞാൻ നേരത്തെ കണ്ടിട്ടുള്ള ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഇതാ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ, നേരത്തെ കണ്ടിട്ടുള്ള ചില ഭാഗങ്ങൾ പറയാം. ഞാൻ എൻ്റെ പണ്ടത്തെ പല കൂട്ടുകാരുണ്ട്. ആ പണ്ടത്തെ പല കൂട്ടുകാരുമായിട്ട് കടന്നു ചെല്ലുമ്പോൾ, എന്നൊരു കടയുടെ വാതിൽക്ക് നിൽക്കുക. ആ വാതിൽക്ക് നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ട് എന്നിങ്ങനെ സൂക്ഷിച്ചു നോക്കി, ഷാജിയല്ലേ? ഞാൻ പറഞ്ഞതെ, എടാ നീ എന്നെ അറിയോ? കാരണം 10, 25, 30 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കൂട്ടുകാരനാണ്. എനിക്ക് പിടുത്തം കിട്ടിയില്ല. ഇപ്പൊ ഞാൻ 1-2 വാക്കുകൾ ആ പുള്ളിയോട് പറഞ്ഞപ്പോ എന്നോട് കൂട്ടുകൂടാൻ വേണ്ടി വന്നതാ. ശരി, കള്ളക്കുടിയാലോ വിചാരിച്ചേ. ഞാൻ എൻ്റെ വായിൽ സാധാരണ പറയുന്ന പോലെ 1-2 വാക്കുകൾ പറഞ്ഞപ്പോ അവൻ പറയാ,
നീ ആളങ്ങ് മാറിപ്പോയില്ലടാ, നീ ആളങ്ങ് മാറിപ്പോയില്ലടാന്ന്. അവൻ വന്നതിന് വേണ്ടിയാ? എന്നോട് സംസാരിച്ചിട്ട് കള്ളക്കുടിച്ച് നിൽക്കാൻ വേണ്ടിയാ. അപ്പൊ എൻ്റെ ആറ്റിറ്റ്യൂഡും അവൻ്റെ ആറ്റിറ്റ്യൂഡും പണ്ട് ഒന്നായിരുന്നു. പക്ഷെ ഇപ്പോ ഒരിച്ചിരി സംസാരിച്ചേ ഉള്ളൂ, ഉടനെ പുള്ളിക്ക് മനസ്സിലായി എൻ്റെ ആറ്റിറ്റ്യൂഡ് വേറെയാണെന്ന്. ആ പുള്ളി ഉടനെ വിട്ടുപോയി. പക്ഷേ ഒരേ ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് നടക്കാൻ പറ്റും. നമുക്ക് യേശുവിൻ്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ യേശുവോട് ഒരുമിച്ച് നടക്കാൻ പറ്റുള്ളൂ. അതായത് യേശുവിൻ്റെ ആറ്റിറ്റ്യൂഡ്, എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ച എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വന്നിരിക്കുന്നത്. അതാണ് യേശു ക്രിസ്തുവിൻ്റെ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഈ റൈറ്റായിട്ട് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ ചേഞ്ച് ചെയ്യണം, എങ്കിൽ യേശുവിനോട് നടക്കാൻ പറ്റൂ. അല്ല എങ്കിൽ നമുക്ക് നടക്കുവാനായിട്ട് കഴിയില്ല. ചുമ്മാ യേശുവിൻ്റെ പേരിൽ നടന്ന അവസാനം നമ്മളുടെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും നശിപ്പിക്കുന്ന ഒരു താലമായിട്ട് നമ്മൾ മാറാനായിട്ട് ഇടയാകും. അപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, ഇതെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്ലാന്റേഷനാണ്. ഇത് സ്പിരിച്വൽ പ്ലാന്റേഷനാണ്. ആ സ്പിരിച്വൽ പ്ലാന്റേഷനിൽ റൈറ്റ് pH ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വളരത്തുള്ളൂ. റൈറ്റ് pH ഇല്ല എങ്കിൽ വളരത്തില്ല. നമ്മുടെ റൈറ്റ് pH എന്ന് പറയുന്നത്, പവർ ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, യേശുക്രിസ്തുവിൻ്റെ അതേ മനോഭാവമായിരിക്കണം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ച എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ക്രിസ്തീയ സമൂഹം ടോട്ടലി പിശാചിനാൽ പിടിക്കപ്പെട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ്. വളരെ കുറച്ച് പേര് ഒഴിച്ച് പിടിക്കപ്പെട്ട് കിടക്കുക. ഈ പിതാവിനെ പോലും അവിടെ കാണാനില്ല. ഇപ്പോൾ പിതാവിനെ തന്നെ ഒഴിവാക്കി ഒരു മൂലയിലേക്ക് മാറ്റിത്തീരുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ ആകരുത്. ക്രിസ്തുവിലൂടെ പിതാവിനെ ഒഴിവാക്കുകയല്ല വേണ്ടത്, ക്രിസ്തുവിലൂടെ പിതാവിൽ എത്തിച്ചേരുകയാണ് വേണ്ടത്. ഇതാണ് റൈറ്റായിട്ട് വിശുദ്ധ ബൈബിൾ പറയുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ ഈ കാര്യം മനസ്സിലാക്കുക, പ്രവർത്തിക്കുക. നമ്മുടെ ജീവിതം എന്തിനാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സൃഷ്ടാവായ ഉടമസ്ഥനായ ദൈവത്തിന് വേണ്ടിയാണ്. പക്ഷേ ഇന്ന് ആ ദൈവത്തെ നമ്മൾ അറിയുന്ന പോലുമില്ല. പകരം പല പല ദൈവങ്ങളെ തേടി നമ്മൾ ഓടുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളുടെ നടുതല എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതിനെ പല രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നടുതല ഇനി ഇത് മറന്നു പോകരുത്. ഇതാ ആദത്തിൽ, ആദ്യ മനുഷ്യനായ ആദത്തിൽ നമുക്ക് വേരില്ല, ഒരു ബ്രാഞ്ച് മാത്രമാണ്. എന്നാൽ ക്രിസ്തുവിന് വേരുണ്ട്, പിതാവുമായിട്ടുള്ള കണക്ഷൻ ഉണ്ട്. അപ്പോൾ വേരുള്ള ക്രിസ്തു, വേരില്ലാത്ത ശാഖയായ നമ്മൾ വിളിക്കുകയാണ്. യേശു പറയാണ്, എൻ്റെ പിതാവ് തോട്ടക്കാരൻ, ഞാൻ മുന്തിരിവള്ളിയാ, നിങ്ങൾ ശാഖകളാ. ശാഖയ്ക്ക് വേരില്ല. വേരില്ലാത്ത ശാഖ വേരുള്ള ക്രിസ്തുവുമായിട്ട് ഒന്നായാൽ അതുവഴി ശാഖ ജീവിക്കാൻ തുടങ്ങും. എന്നെ തിന്നുന്നവൻ ഞാൻ മൂന്നിലും ജീവിക്കും. ഇതാണ് യേശു പറഞ്ഞത്. ഇങ്ങനത്തെ ഒരവസ്ഥ, ഇതാണ് നടുതല. മനസ്സിലാകുന്നുണ്ടോ? ഈ ഒരു സ്ട്രക്ചറിൽ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് വളരത്തുള്ളൂ. ഈ സ്ട്രക്ചറിൽ നിൽക്കുമ്പോൾ തലയെ നാം മുറുകെ പിടിക്കുന്നവരാ. നമ്മൾ രാവിലെ നമ്മൾ ഇപ്പൊ കേട്ടു, തലയെ മുറുകെ പിടിക്കാത്തവൻ ആരും നിങ്ങളുടെ സമ്മാനത്തെ തെറ്റിച്ച് കളയരുത്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ തല, ക്രിസ്തു. മനസ്സിലായോ? ഈ ക്രിസ്തുവിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവില്ലേ, അതാണ് നമ്മളുടെ അൾട്ടിമേറ്റ് ഹെഡ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ രണ്ട് ഹെഡുകളുണ്ട്. ഇതിനെ തലയെ മുറുകെ പിടിക്കാത്തവനാണ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ, നടത്തുന്നെങ്കിൽ ജീവിതം ഒരു പരാജയമായി തീരുവാനായിട്ട് ഇടയാകും. ഇനി ശ്രദ്ധിക്കുക, ഇനി ഈ ശാഖയുടെ കാര്യം, ഈ ശാഖ മുന്തിരിവള്ളിയിൽ പറ്റി നിന്നില്ല എങ്കിൽ ഇതിന്റെ അവസ്ഥ എങ്ങനെയെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ചിത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇനി ഇങ്ങനെ പറ്റി നിന്നാലുള്ള അവസ്ഥ എന്തെന്ന് ചിത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. രണ്ട് അവസ്ഥകളും മനസ്സിലാക്കാൻ പോവുകയാണ്. ഇത് ദൈവവുമായി വേരില്ല, കണ്ടോ, ദൈവവുമായി അന്യപ്പെട്ടു പോയ പഴയ മനുഷ്യൻ, ഇന്ന് ലോകത്ത് കാണുന്ന നമ്മളെ പോലെയുള്ള എല്ലാവരും. ഇത് ക്രിസ്തുവിൽ കാൽവരി ക്രൂസിൽ പുതിയതായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ ഈ ടൈപ്പാണ്. ഇതാണ് നടുതല, പുതിയ മനുഷ്യൻ. ഈ അവസ്ഥയും അല്ല നമ്മൾ പഴയതുപോലെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. ഈ അവസ്ഥയും നമ്മളുടെ വ്യത്യാസമാണ് ഇനി സ്ക്രീനിലൂടെ കാണിക്കാൻ പോകുന്നത്. ഓഫ് അത് ഇനി നിങ്ങൾ മറക്കരുത്. ഇത് ഈ ചെടി ഇപ്പോൾ വാടിപ്പോകും, ഇനി നാളെ അവരെ കൊണ്ട് വീണ്ടും പറപ്പിക്കേണ്ടി വരും. Lord, I love you. Father, we thank you, give you glory. Lord, I love you. പുറയിൽ വന്നു നിൽക്കുന്ന ഒരു കപ്പിൾസ് ഇപ്പോൾ വന്നതാ. പേരാരാ? ശ്യാം അല്ലേ? ഓക്കെ. സിസ്റ്ററുടെ പേര്? ശ്രീകുമാർ അല്ലേ? Lord, I love you. Lord, I love you. Lord, I love you.
Lord, I love you. ശ്രീകുമാർ ശ്യാമ അല്ലേ? സ്വാഗതം. ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യൻ എന്തിനുള്ളതാണ്, അവൻ്റെ ജീവിതം എങ്ങനെ, അവൻ്റെ സൃഷ്ടാവ് അവനെ എന്താക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ഇപ്പോൾ അവൻ എങ്ങോട്ടേക്ക് യാത്രയാകുന്നു. ചുരുക്കി പറഞ്ഞാൽ ലൈഫ് കോച്ചിങ് പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ജീവിതം എങ്ങനെ ക്രമപ്പെടുത്തുക, എങ്ങനെയാണ് നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്തുവാനായിട്ട് കഴിയുന്നത് എന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ അധികമായിട്ട് ഇനി പുറകെ നിങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, നമ്മളിലൂടെ ആഗ്രഹിക്കുന്ന ഒരു ദൈവ കുടുംബമാണ്. ആ ദൈവ കുടുംബത്തിൽ ഇതാണ് നമ്മൾ ഭാവിയിൽ വസിക്കാൻ പോകുന്ന നമ്മുടെ വീടാണത്. ഇതിൻ്റെ പേരാണ് പുതിയ യെരൂശലേം. ഈ പുതിയ യെരൂശലേമത്തിൽ സ്വർഗീയ പിതാവിനോടും പുത്രനായ ക്രിസ്തുവോടും കൂടെയുള്ള ഒരു ജീവിതത്തിലേക്ക് ദൈവാത്മാവ് നമ്മളെ കൊണ്ടുവരികയാണ്. ഈ സ്വർഗീയ യെരൂശലേം ഇറങ്ങി വരുന്ന ഒരു രംഗമാണ്. ആ ഒരു രംഗത്തിലേക്ക് നമ്മളെ കൊണ്ടുവരും. അപ്പോൾ ഇതുമായുള്ള ബന്ധത്തിൽ അവസാനം നമ്മളുടെ സ്ഥാനം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളവിടെ ദൈവത്തിന്റെ പുത്രൻ, സ്വർഗീയ പിതാവ്, കർത്താവായ സ്വർഗീയ പിതാവിന് ക്രിസ്തുയേശുവിലൂടെ ജനിച്ച പുത്രന്മാരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഇങ്ങനെ ആയി നമ്മൾ തീരണം. ജയിക്കുന്നവനാണ് ദൈവത്തിന്റെ മകൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മളുടെ യാത്ര. അങ്ങോട്ടേക്ക് ആയിത്തീരണം. മനുഷ്യ കുടുംബത്തിൽ നിന്ന് ദൈവ കുടുംബത്തിലേക്ക് ആയിത്തീരണം. അവിടെ നമ്മുടെ മരണം മാറി നമ്മൾ നിത്യം ജീവനിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായുള്ള ബന്ധത്തില് ഇന്നത്തെ നമ്മുടെ അവസ്ഥ നമുക്ക് പറയാം. ഇന്നത്തെ അവസ്ഥ, ആ മുറിഞ്ഞ ശാഖയില്ലേ, കഷ്ണം, ആ കഷ്ണത്തിന്റെ അവസ്ഥയാണ് നിങ്ങൾ പറയാൻ പോകുന്നത്. ഇതാ ഒരു കൊച്ചി ജനിച്ചു, അതാണ് ഒരു കുഞ്ഞിന്റെ പടം. ദാ ജേണി ടു ദ കിങ്ഡം ഓഫ് ഗോഡ് എങ്ങനെയുള്ളതാണ്, അതുകൊണ്ട് സ്റ്റാർട്ട് എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ, ആരംഭം. ഇനി തുടർന്ന് ആ കുഞ്ഞ് വളരുകയാണ്. ആ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ ഒരു വാറന്റ് ഉണ്ട്, ഡെത്ത്, മരണ വാറന്റാണത്. ഏത് കുഞ്ഞ് ഇവിടെ ജനിച്ചാലും അവൻ മരിക്കണം. ഇതാണ് ഇവിടുത്തെ ആ മനുഷ്യരറിയാത്ത മനുഷ്യനെ കുറിച്ചുള്ള ഒരു വെർഡിക്റ്റ് റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉൽപ്പത്തി 2:17 ഒരു ജഡ്ജ്മെന്റ് റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ ഫലം തിന്നുന്ന ആളിൽ ദൈവവചനം പറയുന്നത് ഏക മനുഷ്യനെ മരണവും ലോകത്തിൽ കടന്നു, അതുകൊണ്ട് സർവ്വ മനുഷ്യരും മരിച്ചു. അവർ വളരുന്നു, ഒരല്പം വലുതാകുന്നു, ഭക്ഷണം കഴിച്ച്, ചോറ് കഴിച്ച്, പൊറോട്ട കഴിച്ച്, ചപ്പാത്തി കഴിച്ചതിൽ വലുതാകുന്നു. അതിനുശേഷം ഇതാ എവിടെയെങ്കിലുമൊക്കെ ജോലിയൊക്കെ എടുത്ത് കല്യാണമൊക്കെ കഴിച്ചു, അതോടുകൂടെ രോഗങ്ങളാൽ പിടിക്കപ്പെട്ട് അധികം താമസിയാതെ 60, 70, 80 വയസ്സിൽ എല്ലാവരും മാറ്റപ്പെട്ടു പോകും. അപ്പോൾ ഇതാ അങ്ങനെ അത് കാരണം ഈ മേലുള്ള തുടർന്ന് ആ മനുഷ്യൻ ഇതാ വളരുന്ന രംഗമാണ് ഇവിടെ കാണുന്നത്. ഒരു ബ്ലൂ കളറിൽ കാണാൻ കഴിയും. ഇതാണ് നമ്മളുടെ ഈ അവസ്ഥയാണ്, വളരുന്ന രംഗം. തുടർന്ന് ഇതാ ആ വളർന്ന് ഇതാ നീല മനുഷ്യൻ വളർന്ന് ദാ ഇവിടെ ശവപ്പെട്ടി, ഈ ശവം വന്ന് എൻ്റെ ശരീരം ഉണ്ടോ. ഈ വളർച്ചയിൽ നമ്മൾ പല വിദ്യാഭ്യാസവും, ചിലപ്പോൾ BSc-യും MSc-യും PhD-യും എടുത്ത് പല ജോലികളൊക്കെ നോക്കി കുറേ കാശൊക്കെ ഉണ്ടാക്കി അത് SBI-യിലും കാനറ ബാങ്കിലും പല ബാങ്കിലും ഒക്കെ നിക്ഷേപിച്ച് പോകുന്ന വഴിക്ക് ഇതാ കല്യാണം കഴിഞ്ഞു, കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയി. ആ സമയത്ത് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, പല പല വിഷയങ്ങളെ, ഹാർട്ടിൻ്റെ അസുഖം, കിഡ്നിക്ക് അസുഖം, പല പല അസുഖങ്ങളായി വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ വന്ന് അവസാനം അനങ്ങാൻ കഴിയാതെ ആ ജഡം തീർന്നു. അവസാനം ഇവിടെ വന്ന് എൻഡ്, ഒന്നില്ലെങ്കിൽ ഒരു ചിതയിൽ അല്ലെങ്കിൽ ഒരു ശവപ്പെട്ടിയിൽ സെമിത്തേരിയിലോ തീർന്നു. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ നിന്ന് എൻഡ് ചെയ്തു. ഇതാണ് ആ മുറിഞ്ഞുപോയ ശാഖയില്ലേ, ആ ശാഖയുടെ ശരീര ജീവിതം. അവരുടെ സോൾ തീപ്പുകയിലേക്ക് മാറ്റപ്പെടും. ഇതാണ് ശരീര ജീവിതം. അപ്പൊ ഈ ഒരു ജീവിതം ആണെന്നുള്ളത് ആദ്യം തന്നെ ഒരു ബോധം വേണം. നിങ്ങൾക്കറിയാമോ 1850 നിങ്ങൾ എവിടെയായിരുന്നു വല്ല ബോധമുണ്ടോ? ഇല്ല, ജനിച്ചിട്ടില്ല. ഇതാ പക്ഷെ അന്ന് നമ്മൾ കാണാത്ത നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ജീവിച്ചിരുന്നു. അവരൊക്കെ ഈ തലത്തിൽ പോയി. നമ്മളും കുറച്ച് ദിവസത്തേക്ക് ഇവിടെ ഉള്ളൂ. ഇതാ എന്നായിരുന്നു ജന്മദിനം? ഓരോരുത്തർ ചിന്തിച്ചു നോക്കിയേ. ആ ഇയർ ഒന്ന് ചിന്തിച്ചില്ലേ? ഇനി അവിടെ നിന്ന് പ്ലസ് ഒരു 80 അടിച്ചേ. മാക്സിമം ആണ് അതൊക്കെ. 80 അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ ഇല്ല, കഴിഞ്ഞു. അപ്പോൾ ചെറിയൊരു പീരീഡേ ഉള്ളൂ. 60, 70, ഏറിയാൽ 80, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇവിടുന്ന് പൊക്കോളണം. അപ്പോൾ ചെറിയൊരു പീരീഡ് നമ്മളിവിടെ വച്ചിട്ടുള്ളൂ. ഈ ശരീരത്തിൽ ഈ ശരീരം ബലഹീനമായിക്കൊണ്ടേയിരിക്കും. ഇതിനെ ശക്തിപ്പെടുത്തി നിർത്താൻ ഒരുത്തിനും കഴിയത്തില്ല.
ശരീരാഭ്യാസം കൊണ്ട് മാത്രം, അത് എക്സർസൈസ് കൊണ്ട് മാത്രം ഒരല്പം കൂടി പിടിച്ചു നിർത്താം, അത്രേ ഉള്ളൂ. അല്പം കൂടി പിടിച്ചു നിർത്താം, അതും കൂടുതൽ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഈ ജീവിതം, ഇതാണ് ഭൂമിയിലെ ജീവിതം. ഈ യാത്രയിൽ നമ്മൾ എഞ്ചിനീയർ ആകാം, ഡോക്ടർ ആകാം, IT സ്പെഷ്യലിസ്റ്റ് ആകാം, പലരും ആകാം, പൈലറ്റ് ആകാം. പക്ഷേ അതൊന്നും നിത്യപ്രയോജനത്തിനില്ല. കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മളെ ജോലിക്ക് കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് 56 വയസ്സ് 58 വയസ്സാകുമ്പോൾ പറഞ്ഞു വിടും. പിന്നെ നമുക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരും, തീരുകയാണ്. അപ്പൊ ഇവിടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്താനായിട്ടാണ് സ്വർഗീയ പിതാവ് തൻ്റെ പുത്രനെ അയച്ചത്. ഈ പുത്രനെ അയച്ചപ്പോൾ നിങ്ങൾ കണ്ടോ, ഇവിടെ സ്റ്റാർട്ട്, ഈ കൊച്ച് ജനിച്ച്, ഈ ശവപ്പെട്ടിയിൽ എൻ്റെ, ഇതാണ് റെഡ് ലൈൻ പോയേക്കണേ. അവൻ വളർന്ന് LKG UKG 10ാം ക്ലാസ് വരെ പഠിച്ചു, ഡിഗ്രി IELTS ഒക്കെ പാസ്സായി, യൂറോപ്പിൽ ഓസ്ട്രേലിയയിലൊക്കെ പോയി, പിന്നെ കുറച്ച് ജോലി എടുത്ത് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി, ബാങ്കുകളൊക്കെ നിറച്ചു, പലതും നടന്നു. ഇതിന് ഈ പോക്കിനിടയിൽ ആരോഗ്യം നഷ്ടപ്പെട്ട് വീഴുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ മനുഷ്യൻ ചെയ്യണം ഇന്ന് ഇത്രയേ ഉള്ളൂ. ജനറലി മനുഷ്യൻ ടോട്ടലി ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അവൻ ജനിച്ചു വളരുമ്പോൾ ചുറ്റും നോക്കുമ്പോൾ മനുഷ്യരൊക്കെ ഈ ലോകത്തിൽ വലുതാകാൻ പണം ഉണ്ടാക്കാൻ പോകുന്നു. അങ്ങനെ ഇവനും അതേ പാതയിൽ പിന്തുടർന്ന് കുറേ പണം ഉണ്ടാക്കുമ്പോൾ ആളുകൾ അവനെ പുകഴ്ത്തുന്നു. പക്ഷെ അവൻ തിരിച്ചറിയുന്നില്ല, ഈ പണം ഉണ്ടാക്കാനുള്ള യാത്രയിൽ അവൻ്റെ ആരോഗ്യം പോയെന്ന്. തുടർന്ന് ആ ഉണ്ടാക്കിയ പണം ആരോഗ്യം റീഗെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അങ്ങനെ പണവും പോകുന്നു, ആരോഗ്യവും പോകുന്നു, ആളും പോകുന്നു. പിടുത്തം കിട്ടിയോ? അപ്പോൾ ആദ്യം പണം ഉണ്ടാക്കാൻ വേണ്ടി വിദ്യാഭ്യാസം നടത്തുന്നു, തുടർന്ന് കുറച്ച് പണം ഉണ്ടാക്കുന്നു, കുറേ പേര് ചിലർ ഉണ്ടാക്കുന്നില്ല, നഷ്ടപ്പെടുന്നു. അങ്ങനെ ഉണ്ടാക്കിയ പണം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായി എൻ്റെ ആരോഗ്യം ഇപ്പൊ കണ്ണ് പഴയതുപോലെ കാണുന്നില്ല, മുട്ട് പഴയതുപോലെ മടങ്ങുന്നില്ല. അപ്പോൾ ഉടനെ ഉണ്ടാക്കിയ പണം നല്ലൊരു പണം കൊണ്ട് ആരോഗ്യം നേടാൻ ശ്രമിക്കുന്നു, നടക്കുന്നില്ല. ഉണ്ടാക്കിയ പണവും മേടിച്ചെടുത്തു, ആരോഗ്യവും പോയി. അവസാനം അവനെല്ലാം നഷ്ടപ്പെട്ടവനായി വെറും പൊട്ടനായി ഈ ഭൂമിയിൽ നിന്ന് അവൻ മണ്ടനായി മടങ്ങുന്നു. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഭോഷത്വമാണ്. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് മടങ്ങുക. അപ്പൊ ഈ സിസ്റ്റത്തിൽ നിന്ന് ഒരു ചേഞ്ച് സൃഷ്ടാവായ ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. ആ സൃഷ്ടാവായ ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെയാണ്. ഇവിടെ നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് കാണാം ദൈവപുത്രനായ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മറ്റൊരു സ്റ്റാർട്ട് ഇവിടെ കാണാം. സ്റ്റാർട്ട് ഗ്രീൻ കളറിലൊരു സ്റ്റാർട്ട് കണ്ടോ? അപ്പോൾ 2 സ്റ്റാർട്ടുണ്ട്. ഒന്ന് കറുത്തൊരു സ്റ്റാർട്ട്, ആ സ്റ്റാർട്ട് വന്ന് ഇതാ മരണത്തിന് അവസാനിച്ച് സോൾ തീപ്പികയിലേക്കും പോയി. ഇനി ഇതാ വേറൊരു സ്റ്റാർട്ട്, ഇത് ക്രിസ്തുവിലാണ്. ഈ സ്റ്റാർട്ട് സ്വർഗസ്ഥ പിതാവ് ക്രിസ്തുവിൽ വെച്ചിരിക്കുക. ആ സ്റ്റാർട്ടിൽ നമ്മൾക്ക് നമ്മൾ മരിക്കേണ്ട സ്ഥാനത്ത്, നമ്മുടെ സോള് മരിക്കേണ്ട സ്ഥാനത്ത് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ദൈവപുത്രനായ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, നമ്മളെ കടത്തിൽ നിന്ന് ഒഴിവാക്കി. അതായത് നിങ്ങൾ ലോൺ എടുത്തൊരു വീട് വെച്ചു, ലോൺ എടുത്ത് വീട് വെച്ച ശേഷം പൈസ അടയ്ക്കാൻ നിങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളോട് സ്നേഹമുള്ള ഒരാൾ വന്നിട്ട് ബാങ്കിൽ നിങ്ങൾ അടയ്ക്കേണ്ട പൈസ മുഴുവൻ അടച്ചു, എന്നിട്ട് അതിൻ്റെ ചീട്ട് കൊണ്ട് നിങ്ങളുടെ കയ്യിൽ തന്നു. ഈ ചീട്ട് കാണിച്ചാൽ മതി, നിങ്ങൾ രക്ഷപ്പെടും, ആ കടത്തിൽ നിന്ന് രക്ഷപ്പെടും. ഇതേപോലെ തന്നെയാണ് സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. പുത്രൻ പറഞ്ഞു കഴിയുമെങ്കിൽ ഇതൊന്ന് മാറ്റിത്തരണേന്നൊക്കെ പപ്പയോട് പറഞ്ഞെങ്കിലും പപ്പ പറഞ്ഞ് പറ്റത്തില്ല, നീ മരിച്ചേ പറ്റൂ, എന്നാൽ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് പുത്രൻ കാൽവരിയിൽ മരിച്ചു. നമ്മളുടെ പാപത്തിന്റെ ശിക്ഷ, ഈ ഡെത്ത് വെർഡിക്റ്റ് പുത്രന്റെ മേലായി. അങ്ങനെ പുത്രൻ മരിച്ചത് നമ്മുടെ പാപത്തിന് വേണ്ടിയാ. ഇത് തിരിച്ചറിഞ്ഞിട്ട് നീ വിശ്വസിച്ചിട്ട് ഈ പുത്രനെ നിന്റെ തലയാക്കണം, നിന്റെ ഹെഡാക്കണം, നിന്റെ കർത്താവാക്കണം. എങ്കിൽ നീ പാപത്തിൽ നിന്ന്, ഇതുവരെയുള്ള പാപത്തിൽ നിന്ന്, കഴിഞ്ഞകാല പാപങ്ങളുടെ ശിക്ഷയിൽ നിന്ന് നീ സൗജന്യമായി വിടുവിക്കപ്പെട്ടു. ഇതാണ് റോമലേഖനം 6:25 ഞാൻ ചിന്തിക്കുന്നു. അവിടെ പറയുകയാണ്, ദൈവം കഴിഞ്ഞകാല പാപങ്ങളുടെ ശിക്ഷയിൽ നിന്ന് ദൈവം തൻ്റെ പൊറുമയാൽ നമ്മൾ ഒഴിവാക്കി. കഴിഞ്ഞകാല പാപങ്ങളുടെ ശിക്ഷ ആരുടെ മേലിട്ടു? തൻ്റെ പുത്രനായ ക്രിസ്തുവിന്റെ മേലിട്ടു. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് കാണും ലോർഡ് ഐ ലവ് യു 3 ഫാദർ 25 ലോർഡ് ഐ ലവ് യു 3:25. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിട്ടു. നമ്മുടെ ജീവിതത്തിൽ ഏത് പാപങ്ങളെ ശിക്ഷിക്കാതെ വിട്ടേ? ശ്രദ്ധിച്ചോളണം, പലരും പറഞ്ഞതുപോലെ അല്ല, ശ്രദ്ധിച്ചോളണം, മുൻകഴിഞ്ഞ പാപങ്ങളാണ് ശിക്ഷിക്കാതെ വിട്ടത്.
ഹല്ലേലൂയ. ദൈവം തന്റെ പൊറുമയിൽ നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ പാപങ്ങളും ആരുടെ മേൽ ചുമത്തി? ക്രിസ്തുവിന്റെ മേൽ ചുമത്തി. മുൻകഴിഞ്ഞ പാപങ്ങൾക്കൊരു ശിക്ഷയും ഇല്ല. അതിന്റെ അർത്ഥം ഇനി പാപം ചെയ്ത് നല്ല അടി കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൻ മക്കളോട് എന്നതുപോലെ നാം ഇനി പാപം ചെയ്താൽ നല്ല അടി കിട്ടും. അപ്പോൾ അതല്ല ഇപ്പൊ എന്റെ വിഷയം, അതുകൊണ്ട് ഇപ്പൊ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഫാദർ വി താങ്ക് യു. ഈ ശിക്ഷ മുഴുവൻ യേശു ക്രിസ്തു ഏറ്റെടുത്തു. നമ്മൾ ആ യേശുവിനെ നമ്മുടെ കർത്താവ് രക്ഷിതാവുമായി ഏറ്റുപറഞ്ഞ് മുൻകഴിഞ്ഞ പാപത്തിൽ ശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുകയും തുടർന്നുള്ള നാളുകളിൽ നമ്മൾ എന്താ പറഞ്ഞേ? യേശു എന്റെ കർത്താവെന്നല്ലേ പറഞ്ഞേ? അത് സത്യമാണോ എന്ന് തെളിയിക്കണം. യേശു ആ തന്നെയാണ് നിന്റെ തല. കർത്താവ് എന്ന് വെച്ചാൽ എന്റെ അർത്ഥം എന്താ? തല. മനസ്സിലാവുന്നില്ല? തലയെ മുറുകെ പിടിക്കണം. യേശു തന്നെയാണ് എന്റെ കർത്താവെന്ന് ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ തെളിയിക്കണം. ഹല്ലേലൂയ. അതാണ് ആ നടുതല എന്ന് പറഞ്ഞാൽ യേശുയോട് ചേർന്ന് നിൽക്കുന്നില്ലേ? അത് യേശു എന്റെ തലയാണ് എന്ന് തെളിയിക്കുന്ന അവസരമാണത്. അല്ല, ഇത് കളിതമാശല്ല. തോന്നിയ സമയത്തൊക്കെ ഞാൻ ഒരുവിധപ്പെട്ട നല്ലതെന്ന് ചിന്തിക്കുന്ന ക്രിസ്ത്യാനികളെ ഞാൻ നോക്കുന്നത്, നല്ലവരെന്ന് ചിന്തിക്കുന്ന ക്രിസ്ത്യാനികളെ നോക്കുന്നത്, അവർ നോർമൽ സമയത്തൊക്കെ യേശുവിനോട് വലിയ പ്രീതിയാണ്. പക്ഷെ തങ്ങളുടെ വ്യക്തിപരമായ കാര്യം വരുമ്പോൾ അവരിത് വിട്ടിട്ട് ഓടിക്കളയും. വ്യക്തിപരമായ കാര്യങ്ങൾ വരുമ്പോൾ യേശു അനുഗമിക്കുന്നത് അവർ മാറ്റി നിർത്തും. അങ്ങനെയല്ല, വ്യക്തിപരമായ കാര്യം വരുമ്പോഴാണ് വില കൊടുത്ത് അനുസരിക്കേണ്ടത്. വില കൊടുത്ത് അനുസരിക്കേണ്ടേ. ശ്രദ്ധിക്കുക, ഇതാ ഞാൻ മനസ്സിലാക്കി തരും. 1-2 എക്സാമ്പിൾ പറയാം. ഇതാ ഒരു മകനെ സ്നാനപ്പെടുത്തി, അവൻ്റെ സഹോദരനെ സ്നാനപ്പെടുത്തി. അവർ ഭയങ്കര താല്പര്യത്തോടെ നിന്നതാ. തുടർന്ന് കല്യാണം കഴിച്ചു. ആ പിള്ളേർ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചപ്പോൾ പുതിയ ജീവിത പങ്കാളിയായി. ആ ജീവിത പങ്കാളി വന്നപ്പോൾ പിന്നെ ചർച്ചയിൽ കാണൂല. കാരണം ജീവിത പങ്കാളി പറയുന്നത്, നിങ്ങൾ അങ്ങോട്ട് ഇനി പോയാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ല, ഫിനിഷ്. ആ വ്യക്തിപരമായ കാര്യത്തിലേക്ക് വന്നപ്പോൾ ആര് കർത്താവല്ല? ഇപ്പൊ കർത്താവ് ഹൗവയായി. ദൈവമല്ല കർത്താവ്, ഹൗവയായി കർത്താവ്. ഭാര്യയായി കർത്താവ്. ഇതാണ് ആദ്യ കുടുംബത്തിൽ വന്ന ശാപം. ദൈവം പറഞ്ഞു, നീ എന്നേക്കാൾ ഇവര് നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ടനുസരിച്ചുകൊണ്ട് നിന്റെ കുടുംബം ശപിക്കപ്പെട്ടിരിക്കുന്നു, ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ അല്ലാത്ത സമയത്തൊക്കെ ഭയങ്കര ക്രിസ്ത്യാനികളൊക്കെയാണ്. വ്യക്തിപരമായ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാര്യങ്ങൾ വിട്ടോടും. അങ്ങനെയാകുന്നത്. ടെസ്റ്റിൽ പരാജയപ്പെടരുത്, ടെസ്റ്റിൽ ജയിക്കുവാനായിട്ട് ഇടയാകണം. നേരത്തെ ഇതാ ഗൾഫിലെ ചർച്ചിൽ ഒരു സഹോദരൻ നിരന്തരം വന്നുകൊണ്ടിരുന്നു, ഭയങ്കര ആക്റ്റീവായിട്ട് വന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം ആ പുള്ളിക്കാരൻ്റെ ഭാര്യയെ വിസിറ്റിന് വരുന്നു എന്നൊക്കെ കേട്ടു. ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഭാര്യ വന്നു, അടുത്ത ആഴ്ച പോലും പുള്ളിയെ കാണില്ല. കാരണം അവൾ സമ്മതിക്കുന്നില്ല പോകാൻ. അപ്പോൾ എനിക്ക് വേണ്ടത് അവളെയാണ്, കർത്താവിനെ അല്ല. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ തെളിയിക്കണം, മനസ്സിലാക്കണം. ഇതാ ചില ദേവദാസന്മാരെ നമ്മളോട് വളരെ താല്പര്യത്തോടു കൂടെ നിൽക്കും. പക്ഷേ അവർ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് പ്രഷർ വരുമ്പോൾ പിന്നെ നമ്മളുമായിട്ട് യാതൊരു സമ്പർക്കവും അവർ കാണിക്കത്തില്ല. കാരണം പിൻപിലുള്ളതിനെ വിടുകയും ചെയ്യാൻ പാടില്ല, മുൻപിലുള്ളതിനെ കിട്ടുകയും വേണം. നടക്കൂല. കർത്താവ് പറയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതോഷ്ണവാനാകിയാൽ നിന്നെ എൻ്റെ വായിന്ന് തുപ്പിക്കളയും. മക്കളെ, രണ്ടും കൂടി നടക്കൂല. മരണവും വേണം, മരണമുള്ള കൂട്ടുകാരും വേണം, ഇതാ മരണമില്ലാത്ത ക്രിസ്തുവും വേണം. രണ്ടും കൂടി നടക്കത്തില്ല. ഹല്ലേലൂയ. എപ്പോഴും മനസ്സിലാക്കുക, ക്രിസ്തുവെ അനുഗമിക്കുമ്പോൾ താല്പര്യമുള്ളവർ നിങ്ങളുടെ കൂടെ വരും, താല്പര്യമില്ലാത്തവർ നിങ്ങളെ വിട്ട് പോവുകയും ചെയ്യും. കാരണം ഇത് കൂട്ടുകാർ വിട്ടുപിരിയുന്നൊരു യാത്രയാണ്, പിൻപിലുള്ളവർ വിട്ടുപിരിയുന്നൊരു യാത്രയാണ്. വിട്ടുപിരിഞ്ഞാലേ കാര്യം നടക്കുകയുള്ളൂ. വിട്ടുപിരിയാതെ നമ്മുടെ സ്വയത്തെ പോലും വിട്ടുപിരിയണം, എങ്കിലേ ഇതിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സംഭവം മനസ്സിലാക്കുക. യേശു കർത്താവിനെ നാം രക്ഷകനായി സ്വീകരിച്ചപ്പോൾ നമ്മുടെ ഉള്ളിൽ പുതിയ സൃഷ്ടികർമ്മം നടന്ന അതിൽ നമ്മൾ വീണ്ടും ജനിക്കുക. ഈ ഒരു തിരിച്ചറിവ് എല്ലാവർക്കും വേണം. ഈ നീല മനുഷ്യനെ കണ്ടോ? ഈ നീല മനുഷ്യൻ പഴയ സൃഷ്ടിയാണ്. അവന് ദൈവത്തോട് വേരില്ല, ദൈവത്തോടുള്ള വേര് നഷ്ടപ്പെട്ടവനാണ്. അതാണ് നമ്മൾ 2 ചിത്രങ്ങളെ കാണിച്ച് 2 കാര്യങ്ങൾ കാണിച്ച് നഷ്ടപ്പെട്ടു പോയി. അവൻ ഇനി കൊള്ളത്തില്ല, അവനെ സൂക്ഷിച്ചിട്ട് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ സ്വർഗത്തിലെ ദൈവം നമ്മളുടെ പഴയ ജീവിതത്തിലെ പാപത്തിന് പരിഹാരം ചെയ്യുകയും ആ മരണ പുനരുദ്ധാനത്തിൽ നമ്മളെ പുതിയ സൃഷ്ടികളാക്കി നമ്മളെ മാറ്റുകയും ചെയ്തു. ഇത് ആ കാൽവരി ക്രൂശിൽ നടന്ന സംഭവമാണ്. ഇതാണ് എഫേസ്യ ലേഖനം 2:14-15 ഭാഗങ്ങൾ കാണുന്നൊരു കാര്യം. ക്രൂശിൽ വെച്ച് അവൻ ശത്രുത്വമില്ലാതെയാക്കി നമ്മളെ, അതായത് യഹൂദന്മാരെയും യവനന്മാരെയും തന്നിൽ ഒരു പുതു മനുഷ്യനായി സൃഷ്ടിച്ചു.
ഒരു പുതു മനുഷ്യൻ. ഇത് കാൽവരി ഉൽപ്പത്തിയിൽ നടന്ന സൃഷ്ടിപ്പല്ല, പുതിയ സൃഷ്ടിപ്പാ. അത് കാൽവരിയിലാണ് നടക്കുന്നത്. ആ സംഭവം ഇവിടെ വെച്ച് നടന്നു. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. വായിച്ചേ. എഫെസ്യർ 2:14. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞത്, സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും. ശ്രദ്ധിച്ചേ, ഇരുപക്ഷം, അതായത് യഹൂദന്മാരും യവനന്മാരും, ഈ രണ്ടുപേരെയും തന്നിൽ ഒരു പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാൻ. മനസ്സിലായോ? ഇത് കാൽവരിയിലെ ഇത് ഉൽപ്പത്തിയിലെ സൃഷ്ടിപ്പല്ല, ഇത് കാൽവരിയിലെ സൃഷ്ടിപ്പാണ്. ഇതാണ് പുതിയ സൃഷ്ടിപ്പ്. ഇതാണ് പുതിയ സൃഷ്ടിപ്പ്. ഇനി പഴയതിനെ ദൈവം മാറ്റുകയാണ്. ഇവിടെ പുതിയത് വന്നാൽ പഴയതിനെ ദൈവം മാറ്റുകയാണ്. അങ്ങനെ കാൽവരിയിൽ ഒരു പുതിയ സൃഷ്ടിപ്പ് നടക്കുകയാണ്. ആ സൃഷ്ടിപ്പിലാണ് യേശുവിനെ നമ്മൾ ഇത് നമുക്ക് വേണ്ടി ചെയ്തു എന്ന് വിശ്വസിച്ച് അംഗീകരിക്കുമ്പോൾ ആ സൃഷ്ടിപ്പിൽ നമ്മൾ വീണ്ടും ജനിക്കുകയാണ്. ഈ ഒരു തിരിച്ചറിവ് ആളുകൾക്കില്ല. ഇത് തിരിച്ചറിയണം. കാൽവരി ക്രൂശിൽ 2 കാര്യങ്ങളാണ് നടന്നത് പ്രധാനമായും. ഒന്ന്, ആദം നിമിത്തമുള്ള അതുമുതലുള്ള എല്ലാ പഴയകാല പാപങ്ങളുടെ ശിക്ഷാവിധിയിൽ നിന്ന് നമ്മളെ ഒഴിവാക്കി. അതാണ് രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിക്കുന്നില്ലേ. 2, പുതിയ സൃഷ്ടിയിൽ വീണ്ടും ജനിക്കാനുള്ള എല്ലാ ഫെസിലിറ്റിയും യേശുവിൻ്റെ ഉയർപ്പിലൂടെ റെഡിയായി. യേശുവിനെ നമ്മൾ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ 2 ഫെസിലിറ്റിയാണ് ഓട്ടോമാറ്റിക് വരുന്നത്. ഒന്ന്, നമ്മുടെ പഴയകാല പാപങ്ങളുടെ ശിക്ഷയിൽ നിന്ന് നമ്മളെ സൗജന്യമായി വിടുവിച്ചു. കാരണം ആ ശിക്ഷ യേശു ഏറ്റെടുത്തു. 2, പുതിയ സൃഷ്ടിയിൽ നാം വീണ്ടും ജനിച്ചു. ഇനി പഴയതിനെ വിട്ട് പുതിയതിലേക്ക് ചേരണം. ഇതാളുകൾ തിരിച്ചറിയുന്നില്ല. ഇത് തിരിച്ചറിയണം. ശ്രദ്ധിക്കുക. അങ്ങനെ യേശുവിൽ നിങ്ങളിപ്പോൾ വിശ്വസിച്ചു, ഒരു സഹോദരനോ സഹോദരിയോ അല്ലെങ്കിൽ ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഇവിടെയോ എവിടെയെങ്കിലും വെച്ച് ഈ സന്ദേശം നിങ്ങൾ കേട്ടിട്ട് ഒറിജിനൽ യേശു ക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിച്ചു, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചു, ഇതാ ഞാൻ അത് വിശ്വസിക്കുന്നു, യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ എന്നെ പുതിയ സൃഷ്ടിയാക്കി ഉയർത്തെഴുന്നേൽപ്പിച്ചു, ഞാനത് വിശ്വസിക്കുന്നു, യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, അങ്ങ് എൻ്റെ കർത്താവായി, എൻ്റെ തലയായി, എൻ്റെ രാജാവായി ഞാൻ അങ്ങ് സ്വീകരിക്കുന്നു, എന്നെ നിത്യസ്വർഗത്തിലേക്ക് സ്വർഗീയ പിതാവിൻ്റെ അടുക്കിലേക്ക് നയിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും ജനിച്ചു. 2 സംഭവങ്ങൾ നടന്നു. ഒന്ന്, പഴയകാല പാപങ്ങളുടെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ രക്ഷ പ്രാപിച്ചു. മറ്റത് ഭാവിയിലേക്ക് ചേരാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഒന്ന് പാസ്റ്റാണ് രക്ഷ, മറ്റത് ഭാവിയിലേക്ക് ചേരാൻ, ദൈവരാജ്യത്തിലേക്ക്, ദൈവ കുടുംബത്തിലേക്ക് ചേരാൻ നിങ്ങൾ അവിടെ വീണ്ടും ജനിച്ചു. ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ഇതാ ഇനി ശ്രദ്ധിച്ചോട്ടോ. ഈ ചിത്രത്തിൽ ശ്രദ്ധിച്ചു നോക്കിയേ. ഇത്രയും നേരം നീലമനുഷ്യൻ മാത്രമേ ഉള്ളൂ. 1, 2, 3 നീലമനുഷ്യൻ മാത്രമേ ഉള്ളൂ. ഇനി നോക്കിയേ, നീലമനുഷ്യന്റെ പുറകിൽ ഒരു വെള്ള മനുഷ്യനെ കണ്ട ഇവിടെയൊന്നും ആ വെള്ള മനുഷ്യനില്ല. ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഇവിടെ ആ വെള്ള മനുഷ്യനില്ല. ഇവിടെയൊക്കെ ആ ജഡമനുഷ്യൻ, പഴയ മനുഷ്യൻ, ഷർട്ടും ചുരിദാറും ഇടുന്ന മനുഷ്യനേ ഉള്ളൂ. എന്നാൽ ഇപ്പോ ഈ പഴയ മനുഷ്യന്റെ പുറകിൽ ഒരു വെള്ള മനുഷ്യൻ, ആത്മമനുഷ്യൻ കണ്ടോ? യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവ് കർത്താവായിട്ട് സ്വീകരിച്ചപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ മനുഷ്യൻ, ദൈവപുത്രൻ ഉരുവായി. ഈ ഒരു തിരിച്ചറിവുണ്ടാകണം. ആ ദൈവപുത്രൻ ഉരുവായെങ്കിൽ ആ ദൈവപുത്രൻ അവനാണ് പുതിയ സൃഷ്ടി. ഇനി നമ്മുടെ ശ്രദ്ധ മുഴുവൻ പോകേണ്ടത് അങ്ങ് ആ ദൈവപുത്രനിലേക്കാണ്. അത് ക്രിസ്തുവിൻ വംശമാണ്. ഈ നീല കളറുള്ള മനുഷ്യൻ ജഡമനുഷ്യനാണ്. അവൻ ആദത്തിന്റെ വംശമാണ്. ആദത്തിന്റെ വംശം സ്വർഗരാജ്യത്തിൽ നിന്ന് പുറത്താക്കിയതാണ്. ക്രിസ്തുവിന്റെ വംശം സ്വർഗരാജ്യത്തിന്റെ ഉള്ളിലാണ്. ഈ 2 തിരിച്ചറിയണം. എന്നിട്ട് നിങ്ങൾ പുതിയതായി ജനിച്ചില്ലേ, ആ പുതിയതായി ജനിച്ചത് സ്വർഗരാജ്യത്തിലാണ്. ഇതാണ് നിക്കോദിമോസ് എന്ന അച്ഛന്മാരെ പഠിപ്പിക്കുന്ന അച്ഛനോട് യേശുക്രിസ്തു പറഞ്ഞത്. പുതിയതായി ജനിച്ചില്ല എങ്കിൽ ആരും ദൈവരാജ്യം കാണുകയില്ല. അതിന്റെ അർത്ഥം പുതിയതായി ജനിക്കുന്ന എവിടെയാ? ദൈവരാജ്യത്തിൽ. അമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ചപ്പോൾ കണ്ടത് ദൈവരാജ്യമാണോ ഭൂമിയാണോ? ഭൂമിയാ. അത് ജഡമാ. അതാണ് ഈ നീലമനുഷ്യൻ. എന്നാൽ പുതിയതായി ജനിക്കുന്ന യേശു കർത്താവിന്റെ കാൽവരി ക്രൂശിലെ യാഗത്തിൽ വിശ്വസിച്ച് പുതിയതായി ജനിക്കുന്ന ഒരു വ്യക്തി ജനിക്കുന്നത് ദൈവരാജ്യത്തിലാണ്. അത് ആത്മാവാലുള്ള ജനനമാണ്. ഈ പഴയ മനുഷ്യൻ ജനിച്ചത് മനുഷ്യരല്ല, ജഡത്താൽ ജനിച്ച ജഡമാണ്. എന്നാൽ ഈ പുതിയ മനുഷ്യൻ, വെള്ള മനുഷ്യനെ കണ്ടോ? അവൻ ആത്മമനുഷ്യൻ. അവൻ ആത്മാവാൽ ജനിച്ച ആത്മാവാണ്. മറ്റത് ജഡത്താൽ ജനിച്ച ജഡമാണ്. അപ്പൊ ആത്മാവാൽ ജനിച്ച ആത്മാവ് കൊണ്ട്, ജഡത്താൽ ജനിച്ച ജഡമുണ്ട്. ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ആ വിത്ത് മുളയ്ക്കാൻ തുടങ്ങും.
ആ വിത്ത് മുളച്ചിട്ട് പിന്നെ നിങ്ങളുടെ ഫോക്കസ് മുഴുവൻ ഈ വെള്ള മനുഷ്യനിലേക്കായിരിക്കും. കാരണം ഈ ജഡ മനുഷ്യനെ എത്ര സൂക്ഷിച്ചാലും, എത്ര എക്സർസൈസ് എടുത്താലും, എത്ര ബൂസ്റ്റും ഹോർലിക്സും പ്രോട്ടീനും കൊടുത്താലും ഇവൻ നേരെ വന്ന് ശവപ്പെട്ടി വീഴത്തേ ഉള്ളൂ. ഒരു കാര്യമില്ല. അപ്പോൾ പകരം ഈ വെള്ള മനുഷ്യനാണ്, അവനാണ് പുതിയ സൃഷ്ടി. അവനെ ഒന്ന് സൂക്ഷിച്ചാൽ അവൻ നേരെ വളർന്ന് ദൈവസിംഹാസനത്തിലേക്ക് എടുക്കപ്പെടും, രാജാവായി നിത്യം വാഴും. ഇതാണ് നിങ്ങാണ്ട് ഇവൻ ഒരുത്തൻ ഇതാ വളർന്ന് 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 ശവപ്പെട്ടിയിൽ വീണു, മരിച്ചു, സോള് തീപ്പുകയിലേക്കും പോയി. ഇനി ഈ വെള്ള മനുഷ്യൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവൻ വളർന്ന് 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 നോക്കിക്കോട്ടെ, ശ്രദ്ധിച്ചോട്ടോ, നേരെ കണ്ട വളർന്ന് 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 സ്വർഗീയ പിതാവിന്റെ ഭവനത്തിൽ ആ സിംഹാസനത്തിൽ യേശുവോട് കൂടെ ഈ പുള്ളിയും അവിടെ എത്തി. ആ പുള്ളിക്ക് മരണമില്ല. ജഡത്താൽ ജനിച്ച ജഡം അതും മരിച്ചു പോകും. ആത്മാവാൽ ജനിച്ച ആത്മാവ് നിത്യം യേശുവോടുകൂടെ സ്വർഗീയ പിതാവിൽ ജീവിക്കും. ഒരുത്തൻ ജഡത്താൽ ജനിച്ചവൻ മരിക്കാനും ആത്മാവാൽ ജനിച്ചവൻ ഭരിക്കാനുമാണ്. പിടുത്തം കിട്ടിയ? ജഡത്താൽ ജനിച്ചവൻ നീല മനുഷ്യൻ, ഇപ്പൊ ചുരിദാറ് ഷർട്ടൊക്കെ ഇട്ടിരിക്കണില്ലേ, മരിക്കാനാ, അതിൻ്റെ ഉള്ളിലെ സോള് തീപ്പുകയിലേക്ക് പോകാനാ. എന്നാൽ ആത്മാവാൽ ജനിച്ചവൻ അവൻ മരിക്കാനല്ല, ഒരക്ഷരം മാത്രം മാറ്റിയിട്ടാൽ മതി, മരിക്കാൻ. മറ്റത് ബാ, മാ എന്ന് പറഞ്ഞതിന് പകരം ബാ ഇടുക, ഭരിക്കാൻ. വ്യത്യാസം മനസ്സിലായോ? ജഡത്താൽ ജനിച്ചവൻ അമ്മച്ചി ഇത്രേ ഉള്ളൂ, ഇതൊക്കെ മരിക്കാനുള്ളതാ, ഇപ്പൊ പോവും, ഔട്ടാവും, എന്തൊക്കെ ഉണ്ടെങ്കിലും ഇപ്പൊ പോവും, അതൊന്നും നിൽക്കുന്നതല്ല. എന്നാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്ന അകത്തെ മനുഷ്യൻ യേശുവിനെ കർത്താവ് രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ ആ ക്രിസ്തുവിന്റെ തലമുറക്കാരായി പുതിയൊരു ക്രമീകരണം ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ നേരെ പോകുന്നത് ഭരിക്കാനാ, ദൈവസിംഹാസനത്തിലേക്കാണ് പോകുന്നത്. ഈ ഒരു തിരിച്ചറിവുണ്ടായിട്ട് ഈ പഴയതിന് നമ്മുടെ ജീവിതത്തിൽ ഇനി സെക്കൻഡറി സ്ഥാനം കൊടുത്താൽ മതി, സെക്കൻഡറി സ്ഥാനം കൊടുത്താൽ മതി. ഹല്ലേലൂയ. ഇന്നും ഇപ്പൊ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന കുറച്ചു നേരം മുമ്പ് ഞാൻ ഇപ്പോഴും ഗൾഫിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഗൾഫുമായിട്ട് ഒരു ബന്ധത്തിൽ ഒരാൾ ഫൈനാൻസുമായിട്ട് എന്നോട് തർക്കിക്കാൻ വരിക. അപ്പൊ ഞാൻ തർക്കിക്കാൻ വരുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം, ഇതിലൊന്നും ഒരു തർക്കമില്ല, നീ ചോദിക്കണൊക്കെ നിനക്ക് തന്നില്ലേ, ഇതും എടുത്തോ, നീ ഇതും എടുത്തോ, തർക്കിക്കണ്ട, എടുത്തോ. കാരണം വേറെ ഒന്നുമല്ല പറയുന്നേ, എനിക്ക് വേണ്ടത് ഈ ഇച്ചിരി ഫണ്ടല്ല, എനിക്ക് വേണ്ടത് നിത്യമായ ജീവിതമാണ്. നിന്നോട് തല്ല് പിടിച്ച് എൻ്റെ ഈ ജീവിതം നഷ്ടമാക്കുന്ന ഞാൻ വെറും വിഡ്ഢിയല്ലേ? മനസ്സിലാവുന്നുണ്ടോ? പകരം നീ ഇത് തല്ലു പിടിക്കുമ്പോൾ നിനക്ക് ഞാൻ അങ്ങോട്ട് വിട്ടു തന്നാൽ അത് എന്തായി മാറുമെന്നറിയാമോ? അതൊരു വിത്തായി മാറും. നിനക്ക് ഞാൻ 5 തന്നുള്ളൂ, ദൈവം എനിക്ക് 500 തരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തെക്കുറിച്ചുള്ള മനോഭാവ നിമിത്തം നീ അന്യായമായ കഷ്ടവും സങ്കടവും നീ സഹിക്കുന്നെങ്കിൽ അത് ദൈവത്തിന് പ്രസാദം, നിന്റേതാണെന്നേ, പക്ഷെ നീ വിട്ടുകൊടുക്കുക, അത് ദൈവത്തിന് പ്രസാദമാണ്. ഹല്ലേലൂയ. ഇത് തിരിച്ചറിഞ്ഞൊരു വ്യക്തി. അതാ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞേ, ദുബായിൽ എൻ്റെ സ്ഥാപനം ഇതാ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ, പക്ഷെ ദൈവം പറഞ്ഞു വിട്ടുകൊടുത്തേക്കാൻ. വിട്ടുകൊടുത്തു, എനിക്ക് വമ്പൻ അനുഗ്രഹമായി മാറി. അപ്പോൾ നമ്മൾ വിട്ടുകൊടുക്കുന്നത് മുൻപിലുള്ളതിനെയല്ല, നമ്മൾ വിട്ടുകൊടുക്കുന്നത് പിൻപിലുള്ളതിനെയാ. മരണം കൊണ്ട് തീരുന്നതിനാ വിട്ടുകൊടുക്കുന്നത്. നമുക്ക് കിട്ടുന്നതോ മരണം കൊണ്ട് തീരാത്തതാ. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി മുന്നോട്ടേക്ക് പോകാനായിട്ട് തയ്യാറാകണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മുടെ മൈൻഡ് നമ്മുടെ ദൈവത്തിൻ്റെ ചിന്തകൾ നിറഞ്ഞതായിരിക്കണം. ദൈവത്തിൻ്റെ ഭവനമായി നിലകൊള്ളണം നമ്മുടെ മനസ്സ്. കാരണം ആ ക്രിയേറ്റിവിറ്റി ഒക്കെ ഇരിക്കണം മനസ്സില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളൊരു കേസിലോ ഒരു വിഷയത്തിലോ ഒക്കെ അഴകപ്പെട്ടു പോയെങ്കിലുണ്ടല്ലോ, നിങ്ങളുടെ മനസ്സ് പിടിക്കപ്പെട്ടു. ദൈവത്തിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ പറ്റില്ല, നിങ്ങളുടെ മനസ്സ് പിടിക്കപ്പെട്ടു. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു കേസിലോ മറ്റേതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്നത് കേസ് എന്താവും, ഇന്ന ദിവസം വിളിച്ചിട്ടുണ്ടോ, അന്ന് ഞാൻ ചെല്ലുമ്പോൾ ജഡ്ജി അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും, ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറയും, അത് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും, കുളിക്കാൻ നേരത്ത് ജഡ്ജി അത് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും, ഞാൻ ഇങ്ങനെ പറയും. അങ്ങനെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ശരിക്കും നിങ്ങളുടെ മനസ്സ് പിടിക്കപ്പെട്ടില്ലേ? മൊത്തം പിടിക്കപ്പെട്ടില്ലേ? ശരിക്കും പറഞ്ഞാൽ ആ മനസ്സ് എന്തിനുള്ളതെന്നറിയാമോ? ദൈവത്തിൻ്റെ മുറിയാണ് ആ മനസ്സ്. നമ്മുടെ മനസ്സിലാണ് ക്രിയേറ്റിവിറ്റി നടക്കുന്നത്. ക്രിയേറ്റിവിറ്റി, ദൈവം ക്രിയേറ്ററാണ്. മക്കളൊക്കെ അതേ ഫെസിലിറ്റി ലെവലുള്ളതാണ്. അവരുടെ ഉള്ളിലെല്ലാം ദൈവം ക്രിയേറ്റിവിറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളിൽ ഫങ്ഷൻ ചെയ്യത്തില്ല.
ഇപ്പോൾ സ്വർഗത്തിൽ ദൈവം ഈ സന്ദേശങ്ങൾ എനിക്ക് തരുന്നത്, ഇത് ദൈവം എന്നിലൂടെ ഉണ്ടാക്കിച്ചെടുത്താ. ഈ സന്ദേശങ്ങളൊക്കെ തരുന്നത് ദൈവം എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുക. പക്ഷെ ഞാൻ പല വിഷയങ്ങളിലും ഞാൻ ചിന്ത കുടുക്കി കിടന്നാൽ എനിക്ക് അങ്ങോട്ട് ചെല്ലാനും പറ്റില്ല. അസൂയയും പകയും അങ്ങനെയുള്ള പല പല കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല. അധികം മനുഷ്യരോട് ഇടപെടുന്ന ഒരാൾക്ക് കിട്ടത്തില്ലത്. ഇതിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കണം. അപ്പസ്തോലന്മാർ പോലും ദൈവത്തിന്റെ വചനം പറയുന്നതറിയാം. അപ്പസ്തോലൻ ജനം നിർബന്ധിക്കുക അപ്പസ്തോലന്മാരെ, വാന്നേ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നേ, ഞങ്ങൾക്ക് പായസം വിളമ്പന്നേ, ഞങ്ങൾക്ക് സാമ്പാർ വിളമ്പന്നേ എന്നൊക്കെ പറയുമ്പോഴും അപ്പസ്തോലന്മാർ പറയുന്നുണ്ട് ശരിയല്ല കേട്ടോ, അത് ശരിയല്ല. അതിനൊക്കെ വേറെ ആളുകളെ നമുക്ക് തിരഞ്ഞെടുക്കാം. ഞാനോ ദൈവാത്മാവുള്ള വേറെ ആളുകളെ തിരഞ്ഞെടുക്കാം. ഞങ്ങൾ ദൈവവചന ധ്യാനത്തിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കും. കാരണം ഞങ്ങൾ ദൈവത്തിൽ ഇമ്പോർട്ട് ചെയ്യുന്നവരാണ്. അതിന് വേറെ ആളുകളെ തിരഞ്ഞെടുക്കുക. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഓരോരുത്തർക്കും ഓരോരോ സ്റ്റേജുകളുണ്ട്. ഒരിക്കൽ ഞാൻ എൻ്റെ ഒരു സ്നേഹിതൻ, വളരെ സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു സ്നേഹിതൻ, അദ്ദേഹത്തിന് ചില കമ്പനികളുണ്ട്. അപ്പോൾ ആ കമ്പനികളിൽ ഞാൻ ചില സമയത്ത് പല കാര്യങ്ങളും എന്താ പറയുക പ്രോപ്പറായിട്ട് നടക്കുന്നതല്ലാതെ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയപ്പെടുത്തി, ഇതൊന്നും ശ്രദ്ധിക്കാറില്ല, ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പോയാൽ മെയിനായിട്ടുള്ള കാര്യം ശ്രദ്ധിക്കാൻ സമയം ഉണ്ടാവില്ല. കുറേയൊക്കെ കട്ടോണ്ട് പോകും. അപ്പോൾ അദ്ദേഹം ഒരു അലവൻസ് തന്നെ വെച്ചിരിക്കുക, കട്ടോണ്ട് പോകാൻ ഇത്ര, മനസ്സിലായോ, ഇത്രയും കട്ടോണ്ട് പോകാൻ. പക്ഷെ അദ്ദേഹത്തിന് നോട്ടം മെയിൻ ബിസിനസ് നടക്കും എന്നുള്ളതാണ്. അപ്പോൾ യേശുവിന് അറിയാം യൂദാസ് തൻ്റെ കൂടെ ഉള്ളത് ഇതിനു വേണ്ടിയാ, കക്കാൻ വേണ്ടിയാ. അവൻ കട്ടോണ്ട് പോയിക്കോട്ടെ. അപ്പോൾ യേശുവിന് സംഭവമൊക്കെ അറിയാം, എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് തന്നെ ഇതാ ദൈവത്തിൻ്റെ മെയിൻ കാര്യവും നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു തലത്തിൽ നമ്മളുടെ ഈ പല ഭാഗങ്ങളും പുറകിലുള്ളത് വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറാകുന്നെങ്കിൽ മാത്രമേ മുൻപിലുള്ളത് കിട്ടത്തുള്ളൂ. പുറകിലുള്ളത് മനഃപൂർവ്വം വിട്ടുകൊടുക്കണം, പലപ്പോഴും വിട്ടുകൊടുക്കുക. ഇവിടെയാണ് ബൈബിളിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പല്ലി കണ്ടിട്ടുണ്ട്. പല്ലി ബൈബിൾ പറയുന്നു ബുദ്ധിയുള്ള 4 ജീവികളുണ്ട്, ചെറു ജീവികളാണ്. അതിലൊന്ന് ഉറുമ്പ്, ഒന്ന് പല്ലിയ, പിന്നെ കുഴിമുയലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ നോക്കിയത് പഠിക്കണം. ഇതിനൊക്കെ നോക്കി പഠിക്കുമ്പോൾ പല്ലിയുടെ പരിപാടി എന്നാണെന്നറിയാം. പല്ലിയെ ഇപ്പോൾ കണ്ടംപൂച്ച പല്ലിയെ കണ്ട് നിന്നെ ഞാൻ ശരിയാക്കി തരാടാന്ന് പറഞ്ഞ് ചാടി വീണു. പല്ലി താഴെ വീണു. പല്ലി എന്തെന്ന് അറിയാമോ, ഓടനെ തന്നെ ഒറ്റ ഓട്ടം. എങ്ങനെ ഓടുന്നേ? അതിന്റെ വാല് മുറിച്ചുകൂടി ഇട്ട് കൊടുക്കും. കണ്ടംപൂച്ചേ നീ എൻ്റെ വാല് തിന്നോ, പക്ഷെ എൻ്റെ ജീവനെ ഞാൻ നിനക്ക് തരത്തില്ല. മനസ്സിലായോ? ഇതേപോലെയാണ് പല വിഷയങ്ങളും. ഞാൻ ദുബായ് ഓഫീസ് വിട്ടുകൊടുത്തപ്പോൾ ദൈവം അതിന് ഇടയാക്കിയപ്പോൾ ദൈവം എനിക്ക് ഈ ചിന്ത തന്നെ, നീ എൻ്റെ ദുബായ് ഓഫീസ് എടുത്തോ, പക്ഷേ എൻ്റെ നിത്യജീവൻ ഞാൻ നിനക്ക് തരത്തില്ല. നീയുമായിട്ട് തല്ലുപിടിച്ച് ഇതാ എൻ്റെ നിത്യജീവൻ നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് മുമ്പിലുള്ളതിനെ വേണം. അതുകൊണ്ട് പിൻപിലുള്ളതിന് എന്ത് ചെയ്യണം? പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ള ലക്ഷ്യമാക്കി ക്രിസ്തയേശുവിൽ ദൈവത്തിന്റെ പരമയുടെ വിരുദ്ധനായ ലാക്കിലേക്ക് ഓടണം. കാരണം ഇവിടെയുള്ള ജീവിതം 60, 70, 80 ഇത് ഉണ്ടായാലും എന്തൊക്കെ ഉണ്ടായാലും നഷ്ടപ്പെടും, എന്തൊക്കെ ഇല്ലേലും ഒരു കാര്യമില്ല. ഉണ്ടേലും പോകും. ഇതാ നിനക്കൊരു രോഗമുണ്ടോ, ആ രോഗം മരണത്തോടുകൂടി തീരും, ഇല്ലേ? നിനക്ക് എന്തൊക്കെ സമ്പത്തുണ്ടോ, നിന്റെ മരണത്തോടുകൂടി വട്ടപൂജ്യമാവും. അപ്പൊ ഇത് നിശ്ചയമില്ലാത്ത ധനമാണ്. നിശ്ചയമുള്ളതിലേക്ക് ഫോക്കസ് ചെയ്യുക. ഹല്ലേലൂയ. ദൈവം എന്ത് നമ്മളെ ഏൽപ്പിച്ചാലും അത് നമ്മളുടെ കെയർ ടേക്കിംഗ്, അതായത് നമ്മളുടെ സൂക്ഷിപ്പുകാരുമായിട്ട് മാത്രമാണ് അതിൽ വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക. ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ. ഒരിക്കല് ഞാൻ എൻ്റെ ഒരു സ്നേഹിതൻ, ആ സ്നേഹിതൻ ഒരു ബിസിനസ്സുകാരനാണ്. ആ ബിസിനസ്സുകാരനായ സ്നേഹിതനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സ്നേഹിതൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇതാ തൻ്റെ വീട്ടിലെ ഒരു അംഗത്തെ തൻ്റെ ഓഫീസിൽ നിന്ന് പിരിച്ചു വിട്ടു. തൻ്റെ വീട്ടിലെ ഒരു അംഗത്തെ തൻ്റെ ഓഫീസിൽ നിന്ന് പിരിച്ചു വിട്ടു. ഞാൻ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. അയ്യോ, അത് വിഷമമായി പോകില്ല അവർക്ക്. ഉടനെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എന്ത് വിഷമം? ഫാക്ടറി ഈസ് ഫാക്ടറി, ബിസിനസ് ഈസ് ബിസിനസ്. മനസ്സിലായോ? ബിസിനസ് ഈസ് ബിസിനസ്. പക്ഷെ ഞാൻ അവിടെ കുറച്ച് അയ്യോ അത് ഒത്തിരി വിഷമമായി പോയല്ലോ ബ്രദറെ. അപ്പോൾ പറഞ്ഞൊരു കാര്യം, ബിസിനസ് ഈസ് ബിസിനസ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, എനിക്കിത് യജമാനെ റിപ്പോർട്ട് കൊടുക്കാനുള്ളതാണ്. ആർക്ക്? സ്വർഗസ്ഥ പിതാവിന് ക്രിസ്തുവിനുള്ള റിപ്പോർട്ട് കൊടുക്കണം. ഇതെന്റേതല്ല, ഇത് അദ്ദേഹം പറഞ്ഞ പുതിയ സ്റ്റാഫിനെ ഞാൻ അപ്പോയിന്റ് ചെയ്തു. റൈറ്റ് ടൈമിന് വരും, റൈറ്റ് ടൈമിന് പോകും, നല്ല പ്രൊഡക്ടിവിറ്റി. ഈ വീട്ടിലുള്ള ആളെ കയറ്റി അവിടെ ഇരുത്തിട്ട് എന്താ കാര്യം? വീട്ടിലുള്ള ആള് തോന്നുമ്പോൾ വരും, തോന്നുമ്പോൾ പോകും. കാരണം ഇതിന്റെ ഉടമസ്ഥ ഞങ്ങളുടെ വീട്ടിലുള്ള ആളല്ലേ. എല്ലാം പറയാൻ പറ്റുമോ? പറഞ്ഞ കുടുംബകാലം ഉണ്ടാവും, അല്ലേ? ഒരവസരം കിട്ടി, ഔട്ട്. എന്താ കാര്യം? അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇതിന് കണക്ക് കൊടുക്കണം. ആരോട്? ദൈവത്തോട് കണക്ക് കൊടുക്കണം. ഹല്ലേലൂയ.
അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വളരെ ചെയ്യേണ്ടതൊക്കെ റൈറ്റായിട്ട് ചെയ്യുക. കാരണം പലതും വിട്ടുകൊടുക്കാനും കാര്യങ്ങൾ ദൈവം ഏൽപ്പിച്ച് ഏറ്റവും നന്നായി ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ പലരെയും പിണക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ജഡത്താൽ ജനിച്ച മനുഷ്യൻ ഇതാ മരിക്കാനാണ്, ആത്മാവാൽ ജനിച്ച മനുഷ്യൻ അതാണ് ദൈവപുത്രൻ, അവൻ ഭരിക്കാനാണ്. അവന് മരണമില്ല, അവൻ നിത്യം ജീവിക്കും. ഇതാണ് നിക്കോദിമോസിനോട്, നിക്കോദിമോസ് വെച്ചാൽ പരീശന്മാർ പ്രമാണിയായ ഒരാള്. 3-ാം അധ്യായം, യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. അവിടെ യേശുക്രിസ്തു 3:5 ഞാൻ ചിന്തിക്കുന്നു. യേശുക്രിസ്തു പറയാണ്, ജഡത്താൽ ജനിച്ചത് ജഡമാണ്. അതാണ് ഈ മനുഷ്യൻ, ജഡത്താൽ ജനിച്ചത് ജഡമാണ്. പിന്നെ പറയാണ്, ആത്മാവാൽ ജനിച്ചത് ആത്മാവാണ്. ജഡരക്തങ്ങൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. വായിക്ക. യോഹന്നാൻ 3:6 ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. അപ്പോ ശ്രദ്ധിക്കുക, ഈ ഇരിക്കണം എന്താ ശുഭു? എവിടെ ജനിച്ചതാ? ജഡത്താ ജനിച്ചതാ. അത് ജഡമാ, അത് സ്വർഗ്ഗരാജ്യത്തിൽ കയറൂല. മനസ്സിലായോ? ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നത്, ജഡരക്തങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കുക ഇല്ല. അപ്പൊ ഈ ഇരിക്കണ ഒരെണ്ണം ജഡരക്തത്തിൽ നിന്നുകൊണ്ട് സ്വർഗരാജ്യത്തിൽ കയറില്ല. നീ ഷിഫ്റ്റ് ചെയ്തോളണം നിങ്ങളുടെ ലൈഫ്. ഇതാ ക്രിസ്തുവിൽ നിന്ന് ജനിച്ച ആത്മാവിലേക്ക് ഷിഫ്റ്റ് ചെയ്തോളണം. അതാണ് ദൈവരാജ്യത്തിൽ കയറുന്നത്. അതാണ് പുതിയ സൃഷ്ടി. ഹല്ലേലൂയ. ആ പുതിയ സൃഷ്ടിയാണ് വാഴാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്കിനി എന്തിനു ഫോക്കസ് ചെയ്യണമെന്ന് അറിയാമോ? പുതിയ സൃഷ്ടിയാണ് നടുതല. ഹല്ലേലൂയ. പുതിയ സൃഷ്ടിയിൽ ഫോക്കസ് ചെയ്യണം. ഇതാണ് ഗലാത്യലേഖനം 6:15 പറയുന്നത്. ഇനി അന്നവസ്ത്രാദി നന്മകളല്ല, അതൊക്കെ നമ്മുടെ പുറകെ വരും. ഇനി ഫോക്കസ് ചെയ്യേണ്ടത് പുതിയ സൃഷ്ടിയിലാണ്. എപ്പോഴും ശ്രദ്ധിച്ചോളാം, പുതിയ സൃഷ്ടിയില്ല. ഗലാത്യലേഖനം 6:15 വായിച്ച്. പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടിയത്രേ കാര്യം. അപ്പൊ ഇനി എന്താ കാര്യം? പക്ഷെ ഇന്ന് ചർച്ചിൽ പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞ സംഭവം പോലും അറിയത്തില്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ഇതൊക്കെ സെമിത്തേരി കൊണ്ട് തീരുക. ഇവിടെ പറയാണ്, അഗ്രചർമ്മവും പരിച്ഛേദനവും ഒക്കെ പഴയ സൃഷ്ടിയുടെ മുകളിലാ, ശരീരത്തിന്റെ മുകളിലാ. അതൊന്നും അല്ല ഇനി. അതൊക്കെ ന്യായപ്രമാണത്തിന്റെ കാലത്ത്. ഇനി അതൊക്കെ കാലം കഴിഞ്ഞു, ഔട്ട്ഡേറ്റഡ് ആയത്. ഇത് പുതിയ സൃഷ്ടിയുടെ കാലമാ, ദൈവരാജ്യത്തിന്റെ കാലമാ. ഇനി പരിച്ഛേദനമല്ല, അഗ്രചർമ്മമല്ല, എന്താ കാര്യം? പുതിയ സൃഷ്ടി അത്രേ കാര്യം. അപ്പൊ നമ്മള് ആ പുതിയ സൃഷ്ടിയിലേക്ക് ഫോക്കസ് ചെയ്യണം. ആ പുതിയ സൃഷ്ടിയിലാണ് ആ നടുതല, കണ്ടില്ലേ? ആ നടുതലയാണ് പുതിയ സൃഷ്ടി. ആ പുതിയ സൃഷ്ടിയിലേക്കാണ് നമ്മുടെ സോള്. ആ ബ്രാഞ്ച് കണ്ടില്ലേ? ആ ബ്രാഞ്ച് നമ്മുടെ സോളാ, നമ്മുടെ പ്രാണൻ. അതിലേക്ക് ചേർത്ത് പിടിച്ചു. ശരീരം ഭൂമിയിൽ തന്നെ തീരും, ഇത് പോവും. എന്നാൽ നമ്മുടെ സോൾ അതിലേക്ക് ചേർന്ന് നമ്മൾ ആത്മരൂപിയായി ക്രിസ്തുവോട് ചേർന്ന് ക്രിസ്തുവുമായി ഒന്നായി മാറും. ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഒരു ഗ്രാഫ്റ്റ് ചെയ്യുന്ന മാവ്, ഒരു കമ്പ്, ആ കമ്പ് നേരത്തെ ഇതും ഈ ഒട്ടുമാവുമായിട്ട് സെപ്പറേറ്റാ. പക്ഷെ നിങ്ങളത് ഒട്ടിച്ചു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് രണ്ടും കൂടി ഒന്നായി. ഇതേപോലെ നാമും ക്രിസ്തുവും കൂടെ ഒന്നായി തീരും. അപ്പോ ക്രിസ്തുവും പിതാവും കൂടി ഒന്നായിരിക്കുന്നത് പോലെ നമ്മൾ ക്രിസ്തുവോടുകൂടെ ഒന്നായി, നമ്മൾ സ്വർഗീയ പിതാവുമായി ഒന്നായി ഒരു കുടുംബമായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ മക്കളും ദൈവത്തിന്റെ അവകാശികളും. ആരെ പോലെ? ക്രിസ്തുവെ പോലെ, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളുമാകും. ഇത് കുടുംബത്തിൽ നമ്മൾ ക്രിസ്തുവിന്റെ സഹോദരനാ. എന്നാൽ ഔട്ട്സൈഡ് പൊളിറ്റിക് മണ്ഡലത്തില്, മണ്ഡലത്തിലെ ക്രിസ്തു നമ്മുടെ കർത്താവും നായകനും തലവനോ സ്വർഗീയ പിതാവിനാൽ സർവപ്രപഞ്ചത്തിനും രാജാവായി നിയമിക്കപ്പെട്ട എല്ലാം നയിക്കുന്ന നായകനുമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, നായകനവൻ നമുക്ക് മുൻപിലായി നൽവഴികളെ നിരത്തിടുന്നവൻ. അങ്ങനെ ക്രിസ്തു നായകന്റെ പിന്നാലെ നമ്മൾ സ്വർഗീയ പിതാവിന്റെ ഭവനത്തിലേക്ക് യാത്രയാവുകയാണ്. അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളെ കുറിച്ച് പഠിച്ചല്ലോ. ഹല്ലേലൂയ. ക്രിസ്തുവോട് ചേർന്നില്ല എങ്കിൽ, നമ്മൾ ആ ഒട്ടിക്കുന്ന സമയത്ത് ക്രിസ്തുവോട് ചേർന്നില്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ? നമ്മുടെ സോള് ജഡത്തോട് ചേർന്ന് നിന്നു. ജഡം നാശത്തിലേക്കും മരണത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ തീപ്പൊയ്കയിലേക്ക് തള്ളപ്പെടും. എന്നാൽ നമ്മൾ ആത്മാവോട് ചേർന്ന് നിന്നാൽ നമ്മുടെ സോളും ക്രിസ്തുവിന്റെ ആ ആത്മാവും കൂടി ചേർന്ന് ഒരാത്മാവായി തീരും. ഇതുകൊണ്ട് യോജനം പറയുന്നത്, ക്രിസ്തുവോട് ചേരുന്നവൻ ക്രിസ്തുവുമായി ഏക ആത്മാവായി മാറും. ആ മെയിൻ മരത്തോട് ചേരുന്ന ഒട്ടുമരം രണ്ടും കൂടെ ഒന്നായി തീരുന്നത് പോലെ ക്രിസ്തുവോട് ചേരുന്ന ക്രിസ്തുവുമായി ഏക ആത്മാവായി തീരും. ഇതാണ് ദൈവത്തിന്റെ കുടുംബം. കാര്യങ്ങൾ മനസ്സിലായി ഞാൻ ചിന്തിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ പ്ലാന്റേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം? റൈറ്റ് തണ്ട് പ്ലാന്റ് ചെയ്യണം. റൈറ്റ് തണ്ട്, അതായത് ഈ ജഡത്തിന്റെ തണ്ട് കൊണ്ട് പ്ലാൻ ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല, അത് മുളയ്ക്കത്തില്ല.
തൽക്കാലത്തേക്കുള്ളൂ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് 1 കൊരിന്ത്യർ 15:19, നിങ്ങൾ ഈ ജഡത്തിന്റെ ആയുസ്സിൽ മാത്രം, ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ സകല മനുഷ്യരിൽ അരിഷ്ടന്മാരാ. കാരണം അത് മുളയ്ക്കൂല. ജഡരക്തങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. നിങ്ങളെ ആരോ പറഞ്ഞു പറ്റിച്ചതാ. അന്നവസ്ത്രാദി സർവനന്മകൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ജീവിതകാലം മുഴുവൻ. എത്ര അന്നം കിട്ടിയാലും എത്ര വസ്ത്രം കിട്ടിയാലും നമുക്ക് നിത്യജീവനിൽ യാതൊരു പ്രയോജനവും ഇല്ല. പക്ഷേ നമ്മൾ നിത്യജീവനെ ഫോക്കസ് ചെയ്യുന്നെങ്കിൽ ഇവിടെ വേണ്ട അന്നവും ഇവിടെ വേണ്ട കാര്യങ്ങളും നമ്മളെ പിന്തുടരാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇതൊരു മർമ്മമാണ്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളണം. ധൂർത്തപുത്രൻ ആ പിതാവിന്റെ ഭവനത്തിൽ തിരികെ എത്തിയപ്പോ അവന് വേണ്ടതെല്ലാം അവനെ തേടി എത്തി. ഇതേപോലെ തന്നെ നമ്മളും പിതാവിന്റെ ഭവനത്തിൽ എത്തുക. നമ്മുടെ ഈ കാലയളവിൽ എന്ത് ശുശ്രൂഷയാണോ നമുക്ക് ചെയ്യാനുള്ളത് അതിന് വേണ്ടതല്ല. അതായത് നിങ്ങൾക്ക് എയ്റോപ്ലെയിൻ കിട്ടുമെന്നല്ല ഈ പറഞ്ഞേ. നിങ്ങളുടെ ശുശ്രൂഷയിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങളെ തേടി വന്നിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഫാദർ, വി താങ്ക് യു. ലോർഡ്, വി താങ്ക് യു. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടയട്ടെ. എങ്ങനെയാണ് ഈ സ്പിരിച്വൽ പ്ലാന്റിംഗ് എന്നാണ് സ്വർഗത്തിലെ ദൈവം നമ്മളെ പഠിപ്പിച്ചത്? എന്താണ് നടുതല എന്നാണ് സ്വർഗത്തിലെ ദൈവം ഇവിടെ നമ്മളെ പഠിപ്പിക്കുവാനായിട്ട് ഇടയായത്? ആ നടുതലയുടെ രൂപം മറക്കരുത്. യേശു ഓൾറെഡി നടപ്പെട്ടിരിക്കുകയാണ്. ആ യേശുവിങ്കിലേക്കാണ് നമ്മൾ സ്പിരിച്വൽ ഗ്രാഫ്റ്റിങ്ങിലൂടെ ഒട്ടിച്ച് ചേരപ്പെടുന്നത്. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ദൈവമേ, യഥാർത്ഥത്തിൽ ഈ സത്യം തിരിച്ചറിഞ്ഞ് അതിൽ നിലനിൽപ്പാൻ എന്നെ സഹായിക്കണമേ. പിൻപിലുള്ളതിനെ മറക്കാനുള്ളൊരു കൃപ എനിക്ക് തരണമേ. എൻ്റെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ അതിൽ ചേർക്കണമേ എന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് നാം കേട്ട വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ പതിയുവാൻ അവിടുന്ന് തന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ മേൽ കരുണ വർഷിക്കണം. അങ്ങയുടെ നിത്യസത്യത്തിൻ്റെ ഉള്ളിൽ അവിടുന്ന് ഞങ്ങളെയും ചേർത്ത കൃപയ്ക്കായി നന്ദി. ആദാമിൽ ജനിച്ച് മരണത്തിന് മാത്രം വിധിക്കപ്പെട്ട ഞങ്ങളെ അവിടുന്ന് ആദാമിൽ നിന്നും മുറിച്ചെടുത്ത് പിതാവിൻ്റെ പുത്രനായ ക്രിസ്തുവിൽ ഞങ്ങളെ ഒന്നിച്ചു ചേർത്ത് ദൈവപുത്രന്മാരായി വെളിപ്പെടുവാൻ അവിടുന്ന് വീണ്ടും ഞങ്ങളെ ജനിപ്പിച്ച് ദൈവരാജ്യത്തിൽ ഞങ്ങളെ വളർത്തുന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ജഡം ഈ ലോകം കൊണ്ട് അവസാനിക്കും, ആത്മാവ് ഒരിക്കലും അവസാനിക്കില്ല. അവസാനിക്കാത്ത നിത്യത ഞങ്ങൾക്ക് നൽകിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ അവിടുന്ന് നട്ടതിനായി സ്തോത്രം, വെള്ളമൊഴിച്ച് വളർത്തുന്നതിനായി സ്തോത്രം. ഞങ്ങളെ വളർത്തുന്നത് ദൈവമത്രേ. അവിടുന്ന് ഞങ്ങളെ ക്രിസ്തുവിൽ നടപ്പെട്ടതിനായി സ്തോത്രം. നടുന്തലകളായി ഞങ്ങളെ അവിടുന്ന് കണ്ടതിനായി സ്തോത്രം. ഞങ്ങളാരും ജഡത്തിൻ്റെതല്ല, ഞങ്ങളാരും ലോകത്തിൻ്റെതല്ല, ഞങ്ങളാരും നശിച്ചു പോകേണ്ടവരല്ല. ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നവരാണെങ്കിൽ എല്ലാ മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ഞങ്ങളെ അവിടുന്ന് ഞങ്ങളുടെ കണ്ണുകളെ തുറന്നു തന്ന കൃപയ്ക്കായി സ്തോത്രം. പരമപ്രധാനം പുതിയ സൃഷ്ടിയായി ഞങ്ങളെ കണ്ടതിനായി സ്തോത്രം. പഴയതെല്ലാം കടന്നുപോയപ്പോൾ പിന്നിലുള്ളതിനെ വിട്ടേച്ച് മുന്നിലുള്ളതിനെ ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിലേക്ക് ലാക്കിലേക്ക് ഓടുവാൻ ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. അങ്ങയുടെ വചനം കേട്ട ഞങ്ങൾ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കേട്ടത് ഈ ലോകത്തിൻ്റെ ശക്തി എടുത്തു കളയാതെ കേട്ട കാര്യം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ അവിടുത്തെ കൃപ നൽകണം. ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണം. ദൈവകരങ്ങൾ നമ്മെ തന്നെ കൊടുക്കുക. രണ്ട് കരങ്ങൾ ഒരു നിമിഷം ഒന്ന് ഉയർത്തിപ്പിടിക്കാം. സ്വർഗപിതാവേ, അവിടുന്ന് അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണം. കർത്താവ്, ഒരു വചനം പോലും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പാഴായി പോകരുത്. ഞങ്ങളെ ബലപ്പെടുത്തണം, രൂപാന്തരപ്പെടുത്തണം. കർത്താവെ, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് ഞങ്ങളെ നടത്തണം. പിതാവേ സ്തോത്രം, പിതാവേ നന്ദി, പിതാവേ സ്തോത്രം. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു. യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വർഗീയ പിതാവേ, ആമേൻ.